ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. പാന്തർ ഫോർ ദ ലിവിങ് വേർഡിൻ്റെ പ്രോഗ്രാമിലേക്ക് ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ജോയിൻ ചെയ്തിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും വേഗം വരുന്നവനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്നത്തെ പ്രോഗ്രാമിൻ്റെ ഓർഡർ ഒന്ന് പറഞ്ഞുകൊള്ളട്ടെ. ആദ്യമായിട്ട് പ്രൈസ് ആൻഡ് പ്രയർ സിസ്റ്റർ ജിജിമോൾ റേനി. അതിനുശേഷം നമുക്ക് 2 ഗാനങ്ങൾ ശ്രവിക്കാവുന്നതാണ്. ലിസിയ സാജി ആണ് പാട്ട് പാടുന്നത് നമുക്കായിട്ട്. അതിനുശേഷം ഇന്നത്തെ നമ്മുടെ പ്രോഗ്രാമിയുടെ ഇൻ്റർവ്യൂ ആണല്ലോ, അതിന് ബ്രദർ ഓഗസ്റ്റിൻ കെ മാത്യു ആണ് ചെയ്യുന്നത്. അത് നമ്മുടെ ഗസ്റ്റായിട്ട് ഉള്ളത് സാജിമോൻ ഐസക് ആൻഡ് ഫാമിലി. അവർ കർത്താവിൻ്റെ മഹത്വമാർന്ന ശുശ്രൂഷയിലാണ്. അവരുടെ ഡീറ്റെയിൽസ് ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രവിക്കാവുന്നത്, നേരിട്ട് കേൾക്കാവുന്നതാണ്. പിന്നീട് ക്ലോസിംഗ് പ്രയർ ബൈ സിസ്റ്റർ ലത സുരേഷ്. അങ്ങനെയാണ് ഇന്നത്തെ പ്രോഗ്രാം ഓർഗനൈസ് ചെയ്തിരിക്കുക. അതിൻ്റെ ഓർഡർ അങ്ങനെയാണ്. സോ നമുക്ക് സമയം വേസ്റ്റ് ചെയ്യാതെ പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ പ്രോഗ്രാം ആരംഭിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് ജിജി മോളിനെ ക്ഷണിച്ചുകൊള്ളുന്നു. പ്രാർത്ഥിക്കാം. പരിശുദ്ധനും നീതിമാനുമായ സ്വർഗ്ഗത്തിലുള്ള പിതാവേ, ഈ സന്ധ്യവേളയ്ക്ക് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. കർത്താവേ, ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് സഹോദരിമാരെന്ന അടിയങ്ങൾക്ക്, അതുപോലെ ഹൃദദാസന്മാർക്കും ഞങ്ങൾക്ക് ഒന്നിച്ച് തിരുസന്നിധിയിൽ വന്ന് ചേരുവാൻ തന്ന കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ദൈവം ഇങ്ങനെ ഒരു മഹാഭാഗ്യം ഞങ്ങളുടെ ജീവിതത്തിൽ തന്നതിനാൽ നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 67ാമത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ പ്രോഗ്രാം ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യുവാൻ അവിടുന്ന് പ്രസാദിച്ചതിനായി നന്ദിയോടെ സ്തോത്രം. കഴിഞ്ഞ പ്രോഗ്രാമുകളൊക്കെ ദൈവം അവിടുന്ന് അനുഗ്രഹിച്ചു. അവരുടെ ഓരോരുത്തരെയും ജീവിത സാക്ഷ്യങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായിരുന്നു. ആ വൻ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഈ സന്ധ്യാവേളയിൽ എന്റെ കർത്താവിന് ഒരു പ്രാവശ്യം കൂടി രുചിച്ചറിയുവാനും അങ്ങനെ സ്തുതിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഞങ്ങൾക്ക് ഓരോരുത്തർക്കും തന്ന ഭാഗ്യത്തിനാ നന്ദിയോട് സ്തോത്രം. ഞങ്ങളുടെ കർത്താവ് ഇത്ര മഹോന്നതനായിരിക്കുക, സ്തോത്രം. ഏത് സമയം ഞങ്ങളെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ, അവിടുത്തെ എല്ലാ ത്യാഗത്തിനായ ദൈവത്തെ സ്തുതിക്കുന്ന കർത്താവെ, ദൈവം ചെയ്ത എല്ലാ ഉപകാരങ്ങൾക്ക് കൂടി നന്ദി പറയുന്നു. പ്രത്യാൽ ഈ മീറ്റിങ്ങിനെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ് കർത്താവെ. ഞങ്ങൾ ഓർത്തതുപോലെ 67ാമത്തെ ഞങ്ങളുടെ സ്പെഷ്യൽ മീറ്റിംഗ് ആണ് ഇന്ന് നടക്കാൻ പോകുന്നത്. കർത്താവെ, ഈ പ്രോഗ്രാമിന്റെ എല്ലാ കാര്യങ്ങളും മുന്നമേ അവിടുന്ന് അറിയാൻ നന്ദിയോട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. ഈ പ്രോഗ്രാം ലീഡ് ചെയ്യുന്ന സേറാൻഡി ഞങ്ങളുടെ കാര്യങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുവാണ്. ദൈവമേ, പ്രിയ മകൾക്കും പെട്ടെന്ന് കിട്ടിയ ഒരു അവസരമാണ്, എങ്കിലും തക്ക സമയത്ത് വിനിയോഗിപ്പാൻ കൊടുത്ത കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. ആവശ്യമായ ദൈവകൃപ അവിടുന്ന് കൊടുക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. എല്ലാ നിലയിലും ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഞങ്ങളെ പാട്ടുപാടി സഹായിക്കാനായി കടന്നു സഹോദരിമാർക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. ലിഡിയ ലിഷ്യയ്ക്കായിട്ട് പ്രാർത്ഥിക്കുന്ന സഹോദരിമാരെ ദൈവം അനുഗ്രഹിക്കണം. അവർക്ക് പാടുവാൻ ആവശ്യമായ ദൈവകൃപ കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അവർ ദാസിന്റെ മക്കളാണല്ലോ, ദൈവം അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അതുപോലെ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ഗസ്റ്റിനായി പ്രാർത്ഥിക്കുന്നു ഷാജിമോൻ ഐസക്കിനായി പ്രാർത്ഥിക്കുന്നു. പ്രിയദാസനും കുടുംബം ബാംഗ്ലൂർ കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ദൈവമേ, അവർ ശുശ്രൂഷകളെയും ദൈവമേ എല്ലാം ഞങ്ങൾ നേരിട്ട് കേൾക്കാൻ പോവുകയാണ്. അവരുടെ ആവശ്യം ദൈവകൃപയാൽ അവരെ നിറയ്ക്കണം. ദൈവമേ, എല്ലാ നിലയിലും ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ ദൈവം ഇടയാക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇന്റർവ്യൂ ചെയ്യാനായിട്ട് കടന്നു വന്ന അഗസ്റ്റിനങ്ങളുടെ ദൈവകരങ്ങളെ കേൾപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടുത്തെ ദാസൻ ശുശ്രൂഷ ഞങ്ങൾക്ക് വലിയൊരു കോട്ടയായിരുന്നു. പിന്നെയും ദൈവം അനുഗ്രഹിക്കണം. ദൈവമേ, ഈ പ്രോഗ്രാം എല്ലാ നിലയിലും ക്വസ്റ്റ്യനൊക്കെ ചോദിക്കാനുള്ള കൃപ ദൈവം അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ദൈവത്തെ മഹത്വപ്പെടുത്താൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ലാസ്റ്റ് ക്ലോസിംഗ് പ്രേ ചെയ്യുന്ന ലത ആന്റി ഓർത്ത് പ്രാർത്ഥിക്കുന്ന എന്റെ മോൾക്കും ആ ശുശ്രൂഷ ചെയ്യുവാനുള്ള ദൈവകൃപ അവിടുന്ന് കൊടുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാ അതിലൂടും എന്റെ കർത്താവിന്റെ നാമം മഹത്വപ്പെടുവാൻ ദൈവം ഇടയാക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ ഇവിടെ സന്നിധരായിരിക്കുന്ന ഓരോ ആന്റിമാരെയും ഓരോരുത്തരെയും ദൈവകരങ്ങളെ കേൾപ്പിക്കുവാണ്. എല്ലാവരെയും സഹായിക്കുമാറാണ്. യാതൊരു വിധமான ഒരു നെറ്റ് കംപ്ലൈന്റുകൾ ഇല്ലാതെ വണ്ണം കർത്താവ് എല്ലാം മനോഹരമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. അതുപോലെ യൂട്യൂബിലൂടെ ഈ പ്രോഗ്രാം നടക്കുവാണല്ലോ, അത് ശ്രവിക്കുന്നവർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാം ദൈവനാമ മഹത്വത്തിനായി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. അങ്ങയുടെ സന്നിധിയിലേക്ക് ഞങ്ങൾ സകലവും സമ്പൂർണ്ണമായി താഴ്ത്തി ഏൽപ്പിക്കുന്നു. അങ്ങയുടെ കൃപയാൽ നിറയ്ക്കണം കർത്താവെ. അങ്ങ് ഞങ്ങൾക്ക് വലിയവ ചെയ്യുന്നു പറയുവാനും അങ്ങ് സ്തുതിപ്പാനും ഈ പ്രോഗ്രാം മൂലം ഞങ്ങളെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. സർവവും എന്നപ്പന്റെ കാര്യങ്ങളിലേക്ക് സമർപ്പിച്ചുകൊണ്ട് കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിന്റെ വലിയേറിയ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. താങ്ക് യു ജിജിമോൾ. അടുത്തതായി നമുക്ക് ഗാനങ്ങൾ ആലപിക്കുന്നതിനായിട്ട് സിസ്റ്റേഴ്സ് ലിഡിയ ആൻഡ് ലിസിയ.
Praise be to the Lord. The first song which we are singing was going to sing was taught by Shalutin Ainan uncle when he had visited Bangalore for as a special guest. We'll be singing that song. നിനക്കസാധ്യമായൊന്നുമില്ല ഈ മരുവിൽ, നിന്റെ ദൈവം തുണയായി കൂടെയുള്ളതാലെല്ലാം സാധ്യമാം നിനക്ക്. നിനക്കസാധ്യമായൊന്നുമില്ല ഈ മരുവിൽ, നിന്റെ ദൈവം തുണയായി കൂടെയുള്ളതാലെല്ലാം സാധ്യമാം നിനക്ക്. ഭീകരമായ ചെങ്കടൽ പോലെ ഭീതിപ്പെടുത്തുന്ന വിഷമവേളുകൾ, ഭീകരമായ ചെങ്കടൽ പോലെ ഭീതിപ്പെടുത്തുന്ന വിഷമവേളുകൾ നിന്റെ മുൻപിൽ ഉയർന്നിടുമ്പോൾ ഭയപ്പെടേണ്ട, കർത്തൻ പുതുവഴി ഒരുക്കിടും. നിന്റെ മുൻപിൽ ഉയർന്നിടുമ്പോൾ ഭയപ്പെടേണ്ട, കർത്തൻ പുതുവഴി ഒരുക്കിടും. നിനക്കസാധ്യമായൊന്നുമില്ല ഈ മരുവിൽ, നിന്റെ ദൈവം തുണയായി കൂടെയുള്ളതാലെല്ലാം സാധ്യമാം നിനക്ക്. ക്ഷാമം പെരുകി ക്ഷീണിതനായി വലഞ്ഞു നീ തളർന്നിടുമ്പോൾ, ക്ഷാമം പെരുകി ക്ഷീണിതനായി വലഞ്ഞു നീ തളർന്നിടുമ്പോൾ, നിന്നെ പോറ്റി പുലർത്തിയെന്നും ഏലിയാവിൻ ദൈവം നിന്നെയും നടത്തിടും. നിന്നെ പോറ്റി പുലർത്തിയെന്നും ഏലിയാവിൻ ദൈവം നിന്നെയും നടത്തിടും. നിനക്കസാധ്യമായൊന്നുമില്ല ഈ മരുവിൽ, നിന്റെ ദൈവം തുണയായി കൂടെയുള്ളതാലെല്ലാം സാധ്യമാം നിനക്ക്. നിനക്കസാധ്യമായൊന്നുമില്ല ഈ മരുവിൽ, നിന്റെ ദൈവം തുണയായി കൂടെയുള്ളതാലെല്ലാം സാധ്യമാം നിനക്ക്. The next song which we are singing is a translated Kannada song. ಭಯವೇ ಇನ್ನು ನನ್ನಲ್ಲಿ ಸ್ಥಾನವಿಲ್ಲ, ನನ್ ಜೀವನ ತಂದೆಯ ಕೈಯಲ್ಲಿದೆ. ನಿರಾಶೆ ಇನ್ನು ನನ್ನನ್ನು ಮುಟ್ಟೋದಿಲ್ಲ, ನಿರೀಕ್ಷೆಯು ಅನುದಿನ ಹೆಚ್ಚಾಗಲಿ. ಭಯವೇ ಇನ್ನು ನನ್ನಲ್ಲಿ ಸ್ಥಾನವಿಲ್ಲ, ನನ್ ಜೀವನ ತಂದೆಯ ಕೈಯಲ್ಲಿದೆ. ನಿರೀಕ್ಷೆಯು ಅನುದಿನ ಹೆಚ್ಚಾಗಲಿ. ಯಾಹೇ ನೀನೇ ನಂದೇವ, ತಲೆಮಾರು ತಲೆಮಾರಿಗೂ. ಯಾಹೇ ನೀನೇ ನನ್ನ ಆಶ್ರಯ, ತಲೆಮಾರು ತಲೆಮಾರಿಗೂ. ನೀ ತೂಗಡಿಸುವುದಿಲ್ಲ, ನೀ ನಿದ್ರಿಸುವುದಿಲ್ಲ,
ಮರಣ ಭಯವೆಲ್ಲ ಮಾರ್ಪಡಿಸಿ ಶತ್ರು ಬಿಡಿಯೆಲ್ಲ ನೀಗಿಸಿ ಮರಣವ ಜಯಿಸಿದ ಶತ್ರುವ ಸೋಲಿಸಿ ಸರ್ವದಲ್ಲೂ ನೀನೇ ಉನ್ನತನು ಮರಣವ ಜಯಿಸಿದ ಶತ್ರುವ ಸೋಲಿಸಿ ಸರ್ವದಲ್ಲೂ ನೀನೇ ಉನ್ನತನು ಯಾಹೇ ನೀನೇ ನಂದೇವಾ ತಲೆಮಾರಿಗೂ ಯಾಹೇ ನೀನೇ ನನ್ನಾಶ್ರಯ ತಲೆಮಾರಿಗೂ ನೀ ತೂಗಡಿಸುವುದಿಲ್ಲ ನೀ ನಿದ್ರಿಸುವುದಿಲ್ಲ ಇಸ್ರಾಯೇಲಿನ್ ಪರಿಪಾಲಕನೇ ನೀ ತೂಗಡಿಸುವುದಿಲ್ಲ ನೀ ನಿದ್ರಿಸುವುದಿಲ್ಲ ಇಸ್ರಾಯೇಲಿನ್ ಪರಿಪಾಲಕನೇ ಸೋಲುಗಳೆಲ್ಲ ಮಾರ್ಪಡಿಸಿ ರೋಗವು ಕ್ಷೀಣವು ನೀಗಿಸಿ ಸೋಲುಗಳೆಲ್ಲ ಮಾರ್ಪಡಿಸಿ ರೋಗವು ಕ್ಷೀಣವು ನೀಗಿಸಿ ಜಯಿಸಿದಾತ ರೋಗಿಗೆ ವೈದ್ಯನು ಸರ್ವಶಕ್ತನು ನನ್ನ ರಕ್ಷಕನು ಜಯಿಸಿದಾತ ರೋಗಿಗೆ ವೈದ್ಯನು ಸರ್ವಶಕ್ತ ನನ್ನ ರಕ್ಷಕನು ಯಾಹೇ ನೀನೇ ನಂದೇವಾ ತಲೆಮಾರಿಗೂ ಯಾಹೇ ನೀನೇ ನನ್ನಾಶ್ರಯ ತಲೆಮಾರಿಗೂ ನೀ ತೂಗಡಿಸುವುದಿಲ್ಲ ನೀ ನಿದ್ರಿಸುವುದಿಲ್ಲ ಇಸ್ರಾಯೇಲಿನ್ ಪರಿಪಾಲಕನೇ ನೀ ತೂಗಡಿಸುವುದಿಲ್ಲ ನೀ ನಿದ್ರಿಸುವುದಿಲ್ಲ ಇಸ್ರಾಯೇಲಿನ್ ಪರಿಪಾಲಕನೇ. Thank you, Lydia and Licia. Beautiful songs. ഇസ്രായേലിൻ്റെ എനിക്ക് തമിഴ് അറിയത്തില്ല. ഇസ്രായേലിൻ്റെ പരിപാലകൻ മയങ്ങുകയില്ല, ഉറങ്ങുകയില്ല, അത്രയും മനസ്സിലായി. എനിവേ താങ്ക് യു സോ മച്ച്. ബ്യൂട്ടിഫുൾ സോങ്സ്. ഇനി അടുത്തായിട്ട് നമ്മുടെ ഇന്നത്തെ മെയിൻ പ്രോഗ്രാമിലേക്ക് നാം കടക്കുകയാണ്. ബാംഗ്ലൂരിൽ കർത്താവിൻ്റെ മഹത്വമാർന്ന ശുശ്രൂഷയിലായിരിക്കുന്ന ഇവാഞ്ചലിസ്റ്റ് ഷാജിമോൻ ഐസക് ആൻഡ് ഫാമിലിയാണ് നമ്മുടെ ഗസ്റ്റായിട്ടുള്ളത്. ഇൻ്റർവ്യൂ ചെയ്യുവാനായിട്ട് നമ്മുടെ വൺ ആൻഡ് ഓൺലി ബ്രദർ ഓഗസ്റ്റിൻ കെ മാത്യു. വെൽക്കം. താങ്ക് യു. പ്രൈസ് ദി ലോർഡ്. പ്രൈസ് ദി ലോർഡ്. ദൈവനാമത്തിന് മഹത്വം. നാം പാട്ടിൽ കേട്ടതുപോലെ ഭയത്തിന് യാതൊരു സ്ഥാനമില്ലാതെ മഹത്വം കരയേറ്റുന്നു. ഈ ശുശ്രൂഷയിൽ സംബന്ധിക്കുവാൻ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നും ആഗതരായ കർത്താവിൽ പ്രിയങ്കരായ എല്ലാ സഹോദരി സഹോദരന്മാർക്കും യേശുക്രിസ്തുവിന്റെ നിസ്തുലമായ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുന്നു. കഴിഞ്ഞ അഭിമുഖ വേദികളെല്ലാം മനോഹരമായതുപോലെ തന്നെ അവിടെയൊക്കെ നാം കേട്ട സാക്ഷ്യങ്ങൾ ജീവിത ഗന്ധികളായതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തെ അവയെല്ലാം സ്വാധീനിച്ചതുപോലെ തന്നെ ഇന്ന് സായങ്കാലവും തുടർന്ന് വരുന്ന രാത്രിയുടെ നിമിഷങ്ങളിലും കർത്താവിന്റെ ദാസന്റെ ജീവിത വഴികളിലൂടെ നാം സഞ്ചരിക്കുമ്പോൾ പതിവ് പോലെ ദൈവനാമം മഹത്വപ്പെടട്ടെ എന്ന് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ഇന്നത്തെ മുഖ്യാതിഥിയെ കുറിച്ച് ചിന്തിക്കുമ്പോൾ അതിനു മുമ്പ് അദ്ദേഹത്തിന്റെ ബാല്യവും കൗമാരവും ചിലവഴിച്ച അദ്ദേഹത്തിന്റെ നാടിനെ കുറിച്ച് ചില കാര്യങ്ങൾ ആമുഖമായി പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ദക്ഷിണേന്ത്യയിലെ തന്നെ ഏറ്റവും മനോഹരമായ ഭൂപ്രദേശങ്ങളിലൊന്നായ
സഞ്ചാരികളുടെ പറുദീസയായ ഊട്ടിയും സമീപ പ്രദേശങ്ങളും ഉൾക്കൊള്ളുന്ന നീലഗിരി. പച്ചപ്പട്ട് വിരിച്ച പുൽമേടുകൾ, മൊട്ടക്കുന്നുകൾ, അമ്പരചുംബികളായ മലനിരകൾ, കൊടുമുടികൾ, താഴേക്ക് നോക്കുമ്പോൾ ഭയം ജനിപ്പിക്കുന്ന അഗാധമായ താഴ്വരകൾ, തേയിലത്തോട്ടങ്ങൾ, യൂക്കാലി മരങ്ങൾ, അതുകൂടാതെ മറ്റ് വിവിധ തരത്തിലുള്ള കൃഷിത്തോട്ടങ്ങൾ, മരം കോച്ചുന്ന തണുപ്പ്, രാവും പകലും ജനങ്ങളെ തഴുകി ഉറക്കുകയും ഉണർത്തുകയും ചെയ്യുന്ന കോടമഞ്ഞ്, അങ്ങനെ എല്ലാം കൊണ്ടും ഒരു സഞ്ചാരിയുടെ കണ്ണിനും കരളിനും കുളിർമ പകരുന്ന ദൃശ്യഭംഗിയുടെ ദക്ഷിണേന്ത്യയിലെ ഏറ്റവും മനോഹരമായ ഭൂപ്രകൃതി നീലഗിരി. ആ നീലഗിരിയിൽ കേരളത്തിൽ നിന്നും പല മലയാളി കുടുംബങ്ങളും അവരുടെ ഉപജീവനാർത്ഥം നീലഗിരിയുടെ കുന്നുകളിൽ, താഴ്വരകളിൽ ഉപജീവനാർത്ഥം കുടിയേറിയിട്ടുണ്ട്. നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിന് സമീപമുള്ള മാക്കമൂല എന്ന ഗ്രാമത്തിൽ നിന്നും ഏകദേശം 3 പതിറ്റാണ്ടുകൾക്ക് മുമ്പ് സ്വർഗീയ വിളിക്ക് ആമേൻ പറഞ്ഞ് നശിച്ചു പോകുന്ന ആത്മാക്കളെക്കുറിച്ചുള്ള ഹൃദയഭാരവും നെഞ്ചിലേറി ഒരു ചെറുപ്പക്കാരൻ ഇന്ത്യയിലെ മഹാനഗരങ്ങളിലൊന്നായ ബാംഗ്ലൂർ മഹാനഗരത്തിലെ മടിവാളയിൽ എത്തിച്ചേർന്നു. കർത്തൃദാസൻ KI ഷാജിമോൻ എന്ന ഷാജിമോൻ ഐസക്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കർത്താവിന്റെ ദാസനെ ആ മഹാനഗരത്തിൽ കർത്താവിന്റെ നാമമഹത്വത്തിനായി കർത്താവ് ഉപയോഗിച്ചു. ഈ നാളുകളിലും തന്നെ ആ മണ്ണിൽ വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ നൽകി ഉപയോഗിച്ചു കൊണ്ടിരിക്കുന്നു. ഇന്ന് താൻ കുടുംബമായി തന്റെ ജീവിത വഴികളിലൂടെ നമ്മെയും കൂട്ടി സഞ്ചരിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഷാജിമോൻ ബ്രദറിന്റെ ചരിത്രം നാം കേൾക്കുമ്പോൾ ദൈവം ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ എങ്ങനെ ഇടപെടുന്നു, ദൈവം അദ്ദേഹത്തെ എങ്ങനെ ഉപയോഗിക്കുന്നു, അല്പമാ ഉപകരണങ്ങളെ ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ദൈവം തന്റെ വേലയുടെ മഹത്വത്തിനായിട്ട് എങ്ങനെ വിനിയോഗിക്കുന്നു എന്നുള്ള ജീവിതഗന്ധിയായ സാക്ഷി നമുക്ക് ഒരുമിച്ച് കേട്ട് വലിയവനായ ദൈവത്തെ മഹത്വപ്പെടുത്താം. ഒരിക്കൽ കൂടി അവർക്ക് സ്വാഗതം. വളരെ വിനയത്തോടെ, ഏറെ ആദരവോടെ, വളരെ സന്തോഷത്തോടെ ഈ അഭിമുഖ വേദിയിലേക്ക് ഞാൻ പ്രിയ ഷാജിമോൻ ബ്രദറിനെ, അദ്ദേഹത്തിന്റെ ധർമ്മപത്നി പ്രിയ സഹോദരി ഷീബ ഷാജിയെ വളരെ സ്നേഹാദരങ്ങളോടെ ക്ഷണിക്കുന്നു. ഗുഡ് ഈവനിങ് ബ്രദർ. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ്. ഗുഡ് ഈവനിങ് സിസ്റ്റേഴ്സ്. Good evening. നിങ്ങളെ ഇപ്രകാരം ഈ അഭിമുഖ വേദിയിൽ കാണാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. പലതവണ ദൂരത്തു നിന്ന് കണ്ടിട്ടുണ്ട്, ഇടയ്ക്ക് പരിചയപ്പെട്ടിട്ടൊക്കെ ഉണ്ട്. എങ്കിലും ഇങ്ങനെ ആണ് സ്വർഗത്തിലെ ദൈവം ഇന്നത്തെ ദിവസം പ്രസാദിച്ചത്. ഒരു വ്യക്തിയുടെ ജീവിതത്തിന്റെ ഇന്നലകൾ, ഇന്ന്, നാളെ, അങ്ങനെയുള്ള ഒരു രീതിയിലാണ് ഒരു അഭിമുഖം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഞാൻ നീലഗിരിയെ പറ്റിയാണ് പറഞ്ഞു തുടങ്ങിയത്. ഈ കുടിയേറ്റം തിരുവിതാംകൂറിൽ നിന്നും, മധ്യ തിരുവിതാംകൂറിൽ നിന്നും മലബാറിലേക്കും കർണാടകത്തിലേക്കും അതുപോലെ തന്നെ തമിഴ്നാട്ടിലേക്കൊക്കെ ഒരുപാട് കുടിയേറ്റം ഉണ്ടായിട്ടുണ്ട്. താമരശ്ശേരി ചുരം കിടന്നവർ അവർ വയനാട്ടിലേക്കും, നിലമ്പൂരിനപ്പുറത്തുള്ള നാടുകാണി ചുരം കിടന്നവർ നീലഗിരി ജില്ലയിലെ ഗൂഡല്ലൂരിലേക്കും കുടിയേറിയിട്ടുണ്ട്. അപ്പോൾ ഷാജിമോൻ ബ്രദറിന്റെ പിതാക്കന്മാർ നീലഗിരിയിലേക്ക് കുടിയേറാറുണ്ടായ കാരണവും ആ കുടിയേറ്റ ചരിത്രവും ഒന്ന് അല്പമായി ഒന്ന് പങ്കുവെക്കണമെന്ന് ഞാൻ വിനയപുരസ്സരം അഭ്യർത്ഥിക്കുക. പാൻഡത്ത് ഫോർ ദി ലിവിംഗ് വേർഡ് മിനിസ്ട്രിയെ ഓർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. കേട്ടതുപോലെ ഈ 67ാമത്തെ മീറ്റിംഗ് ഇങ്ങനെ ക്രമീകരിക്കുവാനായിട്ട് പ്രിയ സഹോദരിമാരെ കർത്താവ് ഉപയോഗിച്ച് ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്ന അനേകർ ഈ പ്ലാറ്റ്ഫോമിൽ വന്ന് അവരുടെ ജീവിത സാക്ഷ്യങ്ങൾ പറയുവാനും അത് അനേകർക്ക് പ്രയോജനമായി തീരുവാനും ഇടയായതോർത്തും ഞാൻ ദൈവത്തെ സ്തുതിക്കുകയാണ്. ഞങ്ങൾക്കും ഇങ്ങനെ കുടുംബമായി ഒരു സന്ദർഭം ഒരുക്കി തന്ന ഈ പാൻഡത്ത് ഫോർ ദി ലിവിങ് വേർഡിൻ്റെ ഭാരവാഹികളായ അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി വഹിക്കുന്ന സിസ്റ്റേഴ്സിന് ഞാൻ ഞങ്ങളുടെ നന്ദി പ്രത്യേകം അറിയിക്കുകയാണ്. സിസ്റ്റർ ഷീബ, അതുപോലെ ഷീബ ജോണി, അതുപോലെ സിസ്റ്റർ ബിൻസി ചാൾസ് ആണ് അതിൻ്റെ മുഖാന്തരമായത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ആ നിലയിൽ ആ പ്രിയപ്പെട്ടവരോടുള്ള നന്ദി അറിയിക്കുന്നു. ഈ മീറ്റിങ്ങിൽ പങ്കെടുക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം അറിയിക്കുകയാണ്. പ്രിയ ബ്രദർ ചോദിച്ച കാര്യത്തിന് എൻ്റെ പേരൻസും ഗ്രാൻഡ് പേരൻസും അവർ എറണാകുളം ഡിസ്ട്രിക്റ്റ് കുറുപ്പമ്പടി എന്ന സ്ഥലത്തായിരുന്നു. എൻ്റെ ഫാദറിൻ്റെ വീട് കുറുപ്പമ്പടിയും എൻ്റെ അമ്മയുടെ വീട് അങ്കമാലി. കുറുപ്പമ്പടിയിലായിരുന്നു അവർ താമസിച്ചുകൊണ്ടിരുന്നത്. അവിടെ നിന്നാണ്
1954 ആദ്യം അവർ വന്നത് ബത്തേരിയിലാണ്. സുൽത്താൻ ബത്തേരിയിലാണ് ആദ്യം വന്നത്. സുൽത്താൻ ബത്തേരിയിൽ ഇന്ന് പ്രൈവറ്റ് സ്റ്റാൻഡ് ഇരിക്കുന്ന സ്ഥലത്താണ് ആദ്യം വന്ന് അവർ താമസം ആരംഭിച്ചത്. പിന്നീട് അവിടെ നിന്നാണ് ചില അവിടെയുള്ള കാലാവസ്ഥയുടെയും മറ്റു പ്രതികൂലങ്ങൾ കാരണമാണ് അവിടെ നിന്ന് ഗൂഡല്ലൂരിലേക്ക് വരുവാനായിട്ട് ഇടയായത്. ഗൂഡല്ലൂരിൽ വന്നത് 56-ലാണ്. ഇന്ന് കർത്താവിൽ പ്രസിദ്ധനായിരിക്കുന്ന ജോർജ് പീറ്ററും അവരുടെ കുടുംബം അവിടെ ഉണ്ടായിരുന്നു. അവരൊരുമിച്ചാണ് ഗൂഡല്ലൂരിലേക്ക് വന്നത്. ഗൂഡല്ലൂരിലേക്ക് വന്നു. 56 ഏതാണ്ട് 6 മാസക്കാലം ഒരുമിച്ച് ഒരു വീട്ടിൽ അവർ താമസിക്കുവാനിടയായി. ജോർജ് പീറ്ററിൻ്റെ പേരൻസും ജോർജ് പീറ്റർച്ചാൻ്റെ പേരൻസും അതുപോലെ അവരുടെ കുടുംബവും ഒരുമിച്ച് താമസിച്ചു. അവിടെ അങ്ങനെയാണ് ബ്രദറൻ വിശ്വാസികൾ ആദ്യമായിട്ട് ഗൂഡല്ലൂരിൽ വരുന്നത്. അവിടെ ഏതാണ്ട് ഒരു 6 മാസക്കാലം അവർ ഈ ജോർജ് പീറ്റർ അച്ചാൻ്റെ ഫാദറും ഒരു ഇവാഞ്ചലിസ്റ്റ് ആയിരുന്നു. അവരവിടെ താമസിച്ചതിന് ശേഷം 6 മാസം കഴിഞ്ഞപ്പോൾ ഈ ജോർജ് പീറ്റർച്ചാൻ്റെ കുടുംബം ഫാമിലി തിരിച്ച് ബത്തേരിയിലേക്ക് പോയി. എൻ്റെ പേരൻസും ഗ്രാൻഡ് പേരൻസും അവിടെ തന്നെ തുടരുവാനായിട്ട് ഇടയായിത്തീർന്നു. അങ്ങനെയാണ് ഞങ്ങൾ ഗൂഡല്ലൂരിലേക്ക് പേരൻസ് വരുവാനായിട്ട് ഇടയായത്. ഓക്കെ, താങ്ക് യു ബ്രദർ. ഗൂഡല്ലൂരിലേക്കുള്ള കുടിയേറ്റത്തിന്റെ ചരിത്രം വളരെ ലളിതമായി എന്നാൽ ആധികാരികമായി പറഞ്ഞതിൽ വളരെ സന്തോഷം. എന്നാൽ ബ്രദറിന്റെ പിതാവിന്റെ പേര്, മാതാവിന്റെ പേര്, ബ്രദർ ജനിച്ച വർഷം, ബ്രദറിന്റെ സഹോദരങ്ങൾ എത്ര പേർ, അതൊക്കെ ഒന്ന് പ്രാഥമികമായി കേൾക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. എൻ്റെ ഫാദറിൻ്റെ പേര് ഐസക് എന്നും എൻ്റെ അമ്മയുടെ പേര് സാറാമ്മ എന്നുമാണ്. എൻ്റെ പേരൻസിന് ഞങ്ങൾ 7 മക്കളാണ്. 7 മക്കൾ, 6 ബ്രദേഴ്സും ഒരു സിസ്റ്ററും. അതിൽ ഞാൻ 4ാമത്തെ ആളാണ്. എൻ്റെ ജന്മതീയതി 1965 അങ്ങനെ ഞങ്ങൾ 6 മക്കളിൽ എല്ലാവരും കുടുംബസ്ഥരാണ്. വിവാഹം കഴിഞ്ഞ് കുടുംബസ്ഥരായി കർത്താവിൽ വിശ്വസിച്ച് ദൈവമക്കളായി വിവിധ സ്ഥലങ്ങളിൽ ആയിരിക്കുന്നു. എൻ്റെ മൂത്ത ബ്രദർ 42 വയസ്സുള്ള സമയത്ത് കർത്തൃസന്നിധിയിലേക്ക് ചേർക്കപ്പെടുവാനിടയായി. അതുപോലെ എൻ്റെ പിതാവും ദൈവസന്നിധിയിലാണ്. ഇന്ന് മറ്റുള്ള സഹോദരങ്ങളും എൻ്റെ അമ്മയുമുണ്ട്. ഞങ്ങൾ സന്തോഷമായിട്ട് വിവിധ സ്ഥലങ്ങളിൽ കർത്താവിനെ സ്നേഹിച്ചും ദൈവത്തെ മഹത്വപ്പെടുത്തിയും ജീവിക്കുന്നു. ഓക്കെ, താങ്ക് യു ബ്രദർ. അതുപോലെ പ്രിയ ഷീബ സിസ്റ്റർ എവിടെയാ, നാട്ടിലെവിടെയാ സ്ഥലം? അതുപോലെ മാതാപിതാക്കൾ, സഹോദരങ്ങൾ എന്നീ കാര്യങ്ങളും കേൾക്കാൻ ആഗ്രഹിക്കുന്നു. എൻ്റെ നാട് ആലപ്പുഴ ഡിസ്ട്രിക്റ്റിൽ ചെങ്ങന്നൂർ കല്ലിശ്ശേരി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. എനിക്ക് എൻ്റെ മാതാപിതാക്കളും എനിക്കൊരു സഹോദരനുമാണുള്ളത്. ഞാൻ ജനിച്ച് വളർത്തപ്പെട്ടത് കല്ലിശ്ശേരി എന്ന സ്ഥലത്താണ്. വിവാഹം വരെ അവിടെയായിരുന്നു. ഷാജി ബ്രദറിന്റെ ബാല്യ കൗമാരങ്ങൾ അതുപോലെ തന്നെ വിദ്യാഭ്യാസ കാലഘട്ടങ്ങളെല്ലാം മാക്കുമൂലയിലും ഗൂഡല്ലൂരിലും സമീപ പ്രദേശങ്ങളിലൊക്കെ ആയിരിക്കുമല്ലോ ചെലവഴിച്ചിട്ടുണ്ടാവുക. അപ്പോൾ ആ സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടം, അതുപോലെ വീട്ടിലെ ഭൗതിക സാഹചര്യങ്ങൾ, ആത്മീയ സാഹചര്യങ്ങൾ, നിറമുള്ള ചില ഓർമ്മകൾ ഒക്കെ ഒന്ന് പങ്കുവെക്കാമോ? ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ ഫാദർ കൃഷിക്കാരനായിരുന്നു. കൃഷിക്ക് വേണ്ടിയിട്ടാണ് ശരിക്കും നാട്ടിൽ നിന്ന് ഗൂഡല്ലൂരിലേക്ക് വന്നത്. ഒരു നല്ല കർഷകനായിരുന്നു എൻ്റെ ഫാദർ. അങ്ങനെ ഞങ്ങൾക്ക് കൃഷി സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അവിടെ വന്ന് ഞങ്ങൾ പേരൻസ് താമസിക്കുന്നു. ആ സമയത്താണ് ഞങ്ങളൊക്കെ ഉണ്ടാകുന്നത്. എൻ്റെ ഫാദർ വളരെ സ്ട്രിക്റ്റായിരുന്നു. ആത്മീയ കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റായിരുന്നു. ഞങ്ങളുടെ കുടുംബ പ്രാർത്ഥനയൊക്കെ ഞങ്ങൾ 7 മക്കളും അമ്മയും അപ്പച്ചനും ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് രാവിലെയൊക്കെ എഴുന്നേറ്റ് 5 മണിക്ക് കുടുംബ പ്രാർത്ഥന ആരംഭിക്കും. അപ്പോൾ 5 മണിക്ക് കുടുംബ പ്രാർത്ഥനയ്ക്ക് പായിട്ട്, അന്നൊക്കെ ഇന്നും പായ തന്നെ പായിട്ട് ഇരിക്കുന്ന സമയത്ത് ആദ്യം ഫാദർ വന്ന് പാട്ട് പാടുമ്പോൾ എല്ലാവരും ചാടി എഴുന്നേറ്റ് വരും. ഇനി ആരെങ്കിലും ഒരാൾ വരാതിരുന്നാൽ ഇന്ന് നമ്മൾ വിളിക്കുന്ന മാതിരി കുഞ്ഞല്ലേ ഉറങ്ങിക്കോട്ടെ, അല്ലെങ്കിൽ കുഞ്ഞെ വാ മോനെ എന്നൊന്നും വിളിക്കത്തില്ല. ആ ഉറങ്ങുന്ന ആൾക്ക് വന്ന് നല്ലൊരു അടിയായിരിക്കും. ആ അടി കൊണ്ട് ചാടി എഴുന്നേക്കും. അങ്ങനെയാണ് പ്രാർത്ഥനയ്ക്ക് വന്ന് ഇരിക്കുന്നത്. പിന്നെ ഒരു പ്രാവശ്യം അങ്ങനെ കിടന്നുറങ്ങിയ പിന്നെ ഒരിക്കലും ആരും ഉറങ്ങത്തില്ല. പാട്ട് കേൾക്കുമ്പോഴേ എഴുന്നേറ്റ് വന്നിരിക്കും പ്രാർത്ഥനയ്ക്ക്. അപ്പം അങ്ങനെ ഒരു അനുഭവമായിരുന്നു. ഫാദർ വളരെ സ്ട്രിക്റ്റായിരുന്നു. ആത്മീയമായിട്ടും ഞങ്ങൾക്ക് വളരെ മാതൃകാപരമായിരുന്നു. അതുപോലെ തന്നെ ഒരു പ്രാർത്ഥനാ മനുഷ്യനുമായിരുന്നു ഞങ്ങളുടെ പിതാവ്. ഞങ്ങളെ ചെറുപ്പം മുതൽ തന്നെ ആത്മീയമായിട്ട് ആ നിലയിൽ പ്രാർത്ഥിക്കുവാനും ഞങ്ങൾ ദൈവവചനം പറഞ്ഞു തരാനൊക്കെ വളരെ
ആ നിലയിൽ ഞങ്ങളെ ആത്മീയമായി വളർത്തുകയുണ്ടായി. ഞാൻ എൻ്റെ സ്കൂൾ ജീവിതം എന്ന് പറയുന്നത് ഞങ്ങളുടെ അടുത്ത് തന്നെ ഒരു മർത്തോമ സ്കൂളുണ്ട്, സെൻറ്റ് തോമസ് സ്കൂൾ. ആ സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. അതിനുശേഷം ഹൈസ്കൂൾ ഞങ്ങൾക്ക് അവിടെ നിന്നൊരു 3 കിലോമീറ്റർ ദൂരെയായിരുന്നു. അവിടെയാണ് പഠിച്ചത്. ഞാൻ പഠിച്ചതെല്ലാം നീലഗിരിയിലാണെങ്കിലും ഞങ്ങൾ കേരള സിലബസാണ് പഠിച്ചത്, കേരള പാഠാവലിയാണ് പഠിച്ചത്. അങ്ങനെയായിരുന്നു എൻ്റെ ബാല്യകാലം. ഒരുപാട് മലയാളികൾ കുടിയേറിയിട്ടുള്ള ഒരു കൊച്ചു കേരളം തന്നെയാണല്ലേ നിങ്ങളുടെ ആ ദേശം എന്ന് പറയുന്നത്? അതെ, അവിടെ ധാരാളം മലയാളികളുണ്ട്. മലയാളികൾ എന്ന് പറഞ്ഞാൽ ഗൂഡല്ലൂരിൽ ആദ്യം മലയാളികളായിരുന്നു അധിക പങ്കും ഉണ്ടായിരുന്നത്. പിന്നീട് നമുക്കറിയാമല്ലോ, ഈ സിലോണിൽ നിന്ന് കുറച്ച് കുടിയേറ്റക്കാർ വന്നതിന് ശേഷമാണ് നീലഗിരിയിൽ ഈ തമിഴ് ജനത അധികം ഉണ്ടാകുവാൻ കാരണം. അതിനു മുമ്പ് മുഴുവൻ മലയാളികളായിരുന്നു, നാട്ടിൽ നിന്ന് വന്ന ആളുകൾ തന്നെയായിരുന്നു. മാതാപിതാക്കൾ അവർ എറണാകുളത്തുള്ളപ്പോൾ തന്നെ അവർ വിശ്വാസത്തിലായിരുന്നോ, അതോ വയനാട്ടിൽ ചെന്നതിന് ശേഷമാണ്? അല്ല, അവിടെ എറണാകുളത്തുള്ളപ്പോൾ തന്നെ വിശ്വാസത്തിലായിരുന്നു. അതുപോലെ പ്രിയ ഷീബ സിസ്റ്ററിന്റെ കല്ലിശ്ശേരിയിലെ മധുരമുള്ള ബാല്യകാലം, വിദ്യാഭ്യാസ കാലഘട്ടം, അതുപോലെ വീട്ടിലെ ആത്മീയവും ഭൗതികവുമായ ജീവിത സാഹചര്യങ്ങൾ, ജീവിതത്തിൽ ഒരിക്കലും മറക്കാനാവാത്ത ചില നിറമുള്ള സ്മരണകൾ ഒക്കെ ഈ വേളയിലൊന്ന് ഓർത്തെടുത്താൽ വളരെ സന്തോഷം. ഞാൻ ഓർമ്മിച്ചതുപോലെ മാതാപിതാക്കളും സഹോദരനും അടങ്ങിയാണ് എൻ്റെ കുടുംബം. എൻ്റെ പിതാവ് ഒരു മർത്തോമ സഭാംഗമായിരുന്നു. അതിൽ നിന്ന് രക്ഷിക്കപ്പെട്ട് നമ്മുടെ ബ്രദറൻ വിശ്വാസത്തിലേക്ക് വന്ന ആളാണ്. പിതാവിൻ്റെ സഹോദരങ്ങളിൽ ഒരു സഹോദരി നമ്മുടെ ബ്രദറൻ വിശ്വാസത്തിലുണ്ട്. മറ്റ് അവർ ട്വിൻ സഹോദരികളാണ്. ഒരാൾ പെന്തക്കോസ്ത് വിശ്വാസത്തിൽ ചെറുപ്പത്തിൽ 11 വയസ്സിൽ മർത്തോമായി നിന്ന് പിതാവിൻ്റെ വാക്കുകൾ വില കൊടുക്കാതെ കർത്താവിൻ്റെ വാക്കിന് വില കൊടുത്ത് അങ്ങനെ വിശ്വാസത്തിലേക്ക് വന്ന ആളാണ് എൻ്റെ പിതാവിൻ്റെ ഒരു സഹോദരി. അതുപോലെ ബാക്കിയുള്ള സഹോദരങ്ങൾ എല്ലാം തന്നെ മർത്തോമ യാക്കോബായ വിശ്വാസത്തിൽ വിവാഹം കഴിച്ചു വിടുകയും അങ്ങനെയുള്ളവരായിരുന്നു. എന്നാൽ ഈ നാളുകളിൽ പ്രാർത്ഥനയുടെയൊക്കെ ഫലമായിട്ട് ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് അനേകർ വിശ്വാസത്തിലേക്ക് കടന്നു വരുവാനിടയായിട്ടുണ്ട്. അങ്ങനെ മാതാവിൻ്റെ കുടുംബം എന്ന് പറഞ്ഞാൽ മാതാവ് ജനിച്ച് വളർത്തപ്പെട്ടത് ബ്രദറൻ വിശ്വാസത്തിലാണ്. എൻ്റെ മാതാവിൻ്റെ അപ്പച്ചൻ, അതായത് പിതാവിൻ്റെ ഫാദർ, പത്തനംതിട്ട കുമ്പഴ എന്ന് പറയുന്ന സ്ഥലത്ത് TG തോമസ് ഉപദേശി എന്ന് പറയുന്ന, അല്ലെങ്കിൽ കുമ്പഴ തോമാച്ചൻ ഉപദേശി എന്ന് വിളിക്കപ്പെടും. ആ അപ്പച്ചൻ്റെ ഒരു കൊച്ചുമോളാണ് എൻ്റെ മാതാവ്. അങ്ങനെ എൻ്റെ പിതാവ് എൻ്റെ ചെറുപ്പത്തിൽ എനിക്ക് 1 വയസ്സുള്ളപ്പോൾ ഗൾഫിലേക്ക് കടന്നു പോവുകയും അങ്ങനെ 14-15 വർഷത്തോളം അവിടെ ആയിരിക്കുകയും ചെയ്തു. എന്നാൽ മാതാവാണ് ഞങ്ങളെ അറിയാമല്ലോ, നേരത്തെയൊക്കെ എൻ്റെ ഒക്കെ ആ ചെറുപ്രായത്തിൽ അന്നൊന്നും ഒരുമിച്ചൊന്നും ഗൾഫിലൊന്നും താമസിക്കാനുള്ള എല്ലാവർക്കും സൗകര്യങ്ങളൊന്നുമില്ല. അതുകൊണ്ട് എൻ്റെ മാതാവാണ് എന്നെ എൻ്റെ സഹോദരനെ, മൂത്ത സഹോദരനാണ് എനിക്കുള്ളൂ, എൻ്റെ സഹോദരനെ വളർത്തുകയും പഠന കാര്യത്തിലും അതുപോലെ ആത്മീയ കാര്യത്തിലും മറ്റ് ഭൗമിക കാര്യങ്ങളെക്കാട്ടി ഉപരിയായി ഞങ്ങളെ ആത്മീയമായിട്ട് കൂടുതൽ ദൈവസന്നിധിയിലേക്ക് അടുപ്പിച്ചതും എൻ്റെ മാതാവ് മുഖാന്തരമാണ്. അങ്ങനെ ചെറുപ്രായത്തിൽ തന്നെ കർത്താവിനെ അറിയുവാൻ ഇടയായി. അങ്ങനെ ആ നിലയിൽ വിദ്യാഭ്യാസ കാര്യങ്ങളിലും അതുപോലെ ഭൗമിക ജീവിതത്തിൽ എങ്ങനെയായിരിക്കണം ഒരു വിശ്വാസി എന്നുള്ള നിലയിൽ ഞങ്ങളെ സ്ട്രിക്റ്റായിട്ട് തന്നെ എൻ്റെ മമ്മി ഞങ്ങളെ വളർത്തിയിട്ടുണ്ട്. അതായത് ഒരു ഉദാഹരണം പറഞ്ഞാൽ, ചെറുപ്പത്തിലെ ഒരു കള്ളം പോലും പറയാനായിട്ട് അനുവദിക്കത്തില്ല. അങ്ങനെ ചെറിയ നോടങ്ങൾ, നമ്മൾ കുഞ്ഞുങ്ങളായിരിക്കുമ്പോൾ ചെറിയ ഇതൊക്കെ പറയുമല്ലോ, അപ്പോൾ അതുപോലും ചെയ്യാനായിട്ട് അനുവദിക്കില്ല. അതിൽ വളരെ സ്ട്രിക്റ്റായിട്ട് ഞങ്ങളെ എൻ്റെ മാതാവ് വളർത്തി. പിതാവാണെങ്കിലും ആത്മീയ കാര്യത്തിൽ പ്രാർത്ഥനയും അതുപോലെ മറ്റുള്ളവരെ ശുശ്രൂഷിക്കുന്നതിലും സഹായിക്കുന്നതിലും ഒക്കെ മുൻപന്തി നിൽക്കുന്ന ആളായിരുന്നു. എന്നാൽ സഭാ ശുശ്രൂഷകളൊന്നും ചെയ്തില്ലെങ്കിലും പിൻബലമായിട്ട് നിന്ന ഒരാളാണ് എൻ്റെ പിതാവ്. ദൈവത്തിന് സ്തോത്രം. വ്യക്തി ജീവിതത്തിന്റെയും ആത്മീയ ജീവിതത്തിന്റെയും യഥാർത്ഥത്തിലുള്ള സർവകലാശാല എന്നുള്ളത് കുടുംബമാണെന്നുള്ള സാക്ഷ്യം നമ്മൾ വീണ്ടും കർത്താവിന്റെ ദാസനിലൂടെയും പ്രിയ ദാസിയിലൂടെയും നമ്മൾ കേട്ടു. ഈ സാക്ഷ്യങ്ങൾ ഇതിനു മുമ്പ് സാക്ഷ്യം പറഞ്ഞിട്ടുള്ള പലരും അവരുടെ മാതാപിതാക്കളെ ഓർത്ത് വളരെ അഭിമാനത്തോടുകൂടെ പറഞ്ഞിട്ടുണ്ട്. നമ്മുടെ മക്കൾ നാളെ നമ്മെ ഓർത്ത് ഈ അഭിമാനത്തോടുകൂടെ സാക്ഷ്യം പറയുവാൻ ദൈവം ഈ ശുശ്രൂഷ കേട്ടുകൊണ്ടിരിക്കുന്ന മാതാപിതാക്കളായ നമ്മൾക്ക് ദൈവം അവസരം നൽകട്ടെ.
പ്രിയ ഷാജിമോൻ ബ്രദർ പറഞ്ഞു, വളരെ സ്ട്രിക്റ്റായ ഒരു ആത്മീയ കാര്യങ്ങളിൽ ഒരു വിട്ടുവീഴ്ചയുമില്ലാത്ത ഒരു പിതാവിന്റെ മകനായിട്ടാണ് ചെറുപ്പം മുതൽ വളർന്നതെന്ന്. അപ്പോൾ ചെറുപ്പം മുതൽ തന്നെ വേദപുസ്തക വായന, അതുപോലെ ആത്മീയ സത്യങ്ങളുടെ ഗ്രഹിക്കാനുള്ള കഴിവ്, ഇതെല്ലാം വർദ്ധിച്ചു വന്നു. എങ്കിലും പാപബോധത്തോടുകൂടി യേശുവിനെ കർത്താവായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുക എന്നുള്ള ഏറ്റവും ഉന്നതമായ തീരുമാനത്തിലേക്ക് ഷാജി ബ്രദർ എപ്പോഴാണ് എത്തിയത്, എങ്ങനെയാണ് എത്തിയത് എന്നൊക്കെ കേൾക്കാൻ ഞങ്ങൾക്ക് വളരെ താല്പര്യമുണ്ട്. എൻ്റെ പേരൻസൊക്കെ ഗൂഡല്ലൂരിൽ വന്നതിന് ശേഷം 2 വർഷം കഴിഞ്ഞപ്പോഴാണ് 1958, അതായത് 1958, ഇന്ന് കർത്താവിൽ നിദ്ര പ്രാപിച്ച പ്രിയ A.T. മാത്യു, പുള്ളി ഒരു സുപ്രസിദ്ധനായ ഒരു ദൈവദാസനാണ്. അദ്ദേഹം ഗൂഡല്ലൂർ വരികയും അവിടെ ദൈവവേല ആ നിലയിൽ സുവിശേഷകനായി ദൈവവേല ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ദേവദാസൻ വന്നതിന് ശേഷം അവിടെ സഭയുടെ എല്ലാവിധമായ മീറ്റിങ്ങുകളും ഉണ്ടായിരുന്നു, ബാലസംഘം ഉണ്ടായിരുന്നു, സൺഡേ സ്കൂള്, യൂത്ത് എൻ്റെ മിനിസ്ട്രി ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും ഞങ്ങൾ പങ്കെടുക്കണമെന്നുള്ളത് ഞങ്ങളുടെ പേരൻസിന് വളരെ നിർബന്ധമായിരുന്നു. അപ്പോൾ സൺഡേ സ്കൂളിൽ വെച്ചാണ് A.T. മാത്യുച്ചായൻ പിന്നെ രക്ഷയെക്കുറിച്ച് ക്ലാസ് എടുത്തപ്പോൾ ആ വിഷയത്തെ മനസ്സിലാക്കി 1977 ജാനുവരി 1, അതൊരു സാറ്റർഡേ ഈവനിങ് ആയിരുന്നു. ഞങ്ങൾക്ക് സാറ്റർഡേ ഈവനിങ് വേറൊരു സൺഡേ സ്കൂളിനുണ്ട്. ആ സൺഡേ സ്കൂളിൽ വെച്ചാണ് ഞാൻ കർത്താവിനെ എൻ്റെ സ്വന്തം രക്ഷിതാവും കർത്താവുമായി സ്വീകരിച്ച് രക്ഷിക്കപ്പെടുവാനിടയായത്. അതായത് 12ാമത്തെ വയസ്സിലല്ലേ? 12ാമത്തെ വയസ്സ്. സിസ്റ്റർ, ഞാൻ ഇനി ഷീബ സിസ്റ്ററോട് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ഇതേ ചോദ്യം തന്നെയാണ്. മനുഷ്യജീവിതത്തിൽ നമ്മൾ നിർണായകമായ പല തീരുമാനങ്ങൾ എടുക്കുന്നുണ്ടെങ്കിലും ദൈവമകളായി തീരുക എന്നുള്ള തീരുമാനമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത്. ആ തീരുമാനം എങ്ങനെയാണ് പ്രിയ സഹോദരി സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ടത്? കുറച്ചു മുമ്പ് കേട്ട് മാതാവിൽ നിന്ന് നല്ല ആത്മീയ അഭ്യസനം ലഭിച്ചിരുന്നു. പക്ഷെ അതൊന്നും രക്ഷയ്ക്ക് പര്യാപ്തമാവുന്നില്ല. രക്ഷിക്കപ്പെടണമെങ്കിൽ യഥാർത്ഥ ഭാവബോധം ഉണ്ടായി യേശുക്രിസ്തുവുമായി വ്യക്തിപരമായിരിക്കുന്ന ബന്ധം ഒരാൾ സ്ഥാപിച്ചേ തീരും. അപ്രകാരമുള്ള ഒരു വീണ്ടും ജനനത്തിന്റെ അനുഭവം പ്രിയ ശിവ സഹോദരിക്ക് എത്ര വയസ്സിലാണ് സംഭവിച്ചത്, എങ്ങനെയാണ് എന്നൊക്കെ കേൾക്കാൻ വളരെ താല്പര്യം ഞങ്ങൾക്കുണ്ട്. ഞാൻ അവിടെ കലിശ്ശേരില് ഒരു 1984 ഒരു ക്യാമ്പ് നടക്കുവാനിടയായി. അപ്പോൾ ഞങ്ങൾ കലിശ്ശേരിക്കാരെ മമ്മി എന്ന് വിളിക്കുന്ന കുഞ്ഞമ്മ വർഗീസ്, ആ അമ്മച്ചിയാണ് എന്നെ രക്ഷയിലേക്ക് നയിക്കാനുള്ള സുവിശേഷം കേൾക്കുവാനിടയായി. അങ്ങനെയാണ് എനിക്ക് കർത്താവിനെ സ്വന്തം രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിപ്പാനിടയായത്. നെറ്റ് ഇഷ്യൂസ് ഉണ്ടെന്ന് തോന്നുന്നു. കേൾക്കാം. പറഞ്ഞോളൂ സിസ്റ്റർ, പറഞ്ഞോളൂ. ഒത്തിരി ഒരു നെറ്റിന്റെ പ്രോബ്ലം പോലെ തോന്നി. ഞാൻ 1984 കല്ലിശ്ശേരിലെ ഒരു ക്യാമ്പ് നടക്കുവാനിടയായി. ആ ക്യാമ്പിൽ വെച്ചാണ് ഞാൻ രക്ഷകനെ കണ്ടുമുട്ടുവാനിടയായത്. ഞങ്ങൾ കല്ലിശ്ശേരിക്കാരുടെ എല്ലാവരുടെയും മമ്മി എന്ന് വിളിക്കുന്ന കുഞ്ഞമ്മ വർഗീസ് എന്ന അമ്മച്ചി മുഖാന്തരമാണ് അതെ മമ്മി മുഖാന്തരമാണ് എനിക്ക് കർത്താവിനെ രക്ഷവും കർത്താവുമായിട്ട് സ്വീകരിപ്പാനിടയായത്. അപ്പൊ അതിനുശേഷം ആ സ്ഥലസഭയിലാണോ കർത്താവിനെ ആരാധിക്കാൻ തുടങ്ങിയത്? ഞങ്ങൾക്ക് അവിടെ ഒരു ക്യാമ്പായിരുന്നു, എല്ലാവരും കൂടെയുള്ള ഒരു ക്യാമ്പിൽ വെച്ചാണ് അങ്ങനെ കർത്താവിനെ രക്ഷ. എൻ്റെ സ്ഥലസഭ എന്ന് പറയുന്നത് കല്ലിശ്ശേരി ഈസ്റ്റ് ബ്രദറൻ അസംബ്ലിയാണ്. ഓക്കെ ഓക്കെ. ഷാജി മെമ്പർ 1992-95 കാലഘട്ടങ്ങളിൽ പത്തനംതിട്ട ബ്രദറൻ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2ാം ബാച്ച് വിദ്യാർത്ഥിയാണെന്ന് എനിക്കറിയാം. ആ ബൈബിൾ കോളേജിലേക്ക് വരാനുണ്ടായ തീരുമാനം എങ്ങനെയാണ് ജീവിതത്തിൽ എടുത്തത്? പത്തനംതിട്ട ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ട് ബ്രദറിന്റെ ആത്മീയ ജീവിതത്തെ എങ്ങനെയൊക്കെ സ്വാധീനിച്ചിട്ടുണ്ട് എന്നൊക്കെ കേൾക്കാൻ താല്പര്യമുണ്ട്. ഞാൻ പത്തനംതിട്ട പഠിക്കുന്നതിന് മുമ്പ് സ്റ്റുവാർട്ട് ബൈബിൾ കോളേജിൽ ചെന്നൈയിൽ പഠിച്ചിരുന്നു.
അതിന് കാരണം എന്ന് പറയുന്നത് ഞാൻ പിന്നെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞതിന് ശേഷം, അത് ഞാൻ പിന്നീട് പറയാം, വേർതിരിഞ്ഞതിന് ശേഷം എനിക്ക് ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ പ്രവർത്തിക്കുവാനായിട്ട് ഒരു സാഹചര്യം ഉണ്ടായി. ഞാൻ 3 വർഷക്കാലം ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ പ്രവർത്തിച്ചു. ഇന്ത്യയുടെ വിവിധ സ്ഥലങ്ങളിൽ പോകുവാനും പ്രവർത്തിക്കുവാനും എനിക്ക് സാധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഡൂലോസ് ഷിപ്പിൽ ഒരു 3 മാസം പ്രവർത്തിക്കുവാൻ എനിക്ക് ഇടയായിട്ടുണ്ട്. അങ്ങനെ OM-ൽ ഞാൻ ആയിരിക്കുന്ന സമയത്താണ് എനിക്ക് സിസ്റ്റമാറ്റിക്കായിട്ട് ബൈബിൾ പഠിക്കണമെന്നുള്ള ആഗ്രഹം ഉണ്ടായത്. അങ്ങനെ ഞാൻ OM കുവൈറ്റ് പിന്നെ സ്റ്റുവാർട്ട് ബൈബിൾ കോളേജിൽ അപ്ലൈ ചെയ്ത് 91 ടൈമിൽ അവിടെ സ്റ്റുവാർട്ട് ബൈബിൾ കോളേജിൽ പഠിക്കുവാനിടയായി. അത് 2 വർഷത്തെ കോഴ്സായിരുന്നു. അതുകൊണ്ട് തുടർന്ന് പഠിക്കണമെന്നുള്ള വലിയ താല്പര്യം കൊണ്ടാണ് പിന്നെ ഞാൻ BBIയിൽ ചേരുവാനായിട്ട് ഇടയായത്. BBIയിൽ സെക്കൻഡ് ബാച്ച് ബ്രദർ പറഞ്ഞ പോലെ 92 to 95 ഞങ്ങൾ പഠിക്കുവാനിടയായി. വളരെ ഞങ്ങളുടെ ആദ്യത്തെ ബാച്ചിൽ ഞങ്ങൾ 16 പേരായിരുന്നു സ്റ്റുഡൻസ് ആയിട്ടുണ്ടായിരുന്നത്. 16 പേരും തന്നെ ഞങ്ങൾ വളരെ ഹൃദ്യതയോടുകൂടെ വളരെ സന്തോഷത്തോടെ ഒരുമിച്ച് ഒരു ഫാമിലിയെ പോലെ പഠിക്കുവാനിടയായി. ഞങ്ങളവിടെ പഠിച്ച സമയത്ത് ഞങ്ങളുടെ അധ്യാപകർ ഞങ്ങളെ വളരെയധികം ഞങ്ങൾ വിദ്യാർത്ഥികൾ അധ്യാപകരെന്ന് പറഞ്ഞാൽ ആ നിലയിലുള്ള ഒരു ബന്ധത്തേക്കാൾ കവിഞ്ഞ് ഒരു സ്വന്തം സഹോദരങ്ങൾ അല്ലെങ്കിൽ മാതാപിതാക്കൾ പിതാക്കന്മാർ അവിടെ പഠിപ്പിക്കുന്ന അധ്യാപകർ ചിലർ പിതാക്കന്മാരെ പോലെയും സഹോദരന്മാരെ പോലെയും ഞങ്ങളെ കാണുകയും ആ നിലയിൽ ഞങ്ങൾക്ക് വളരെ പ്രോത്സാഹനങ്ങൾ തരികയും ചെയ്തു. അവിടെ ഞങ്ങൾ പഠിച്ചതിൽ ഒരു വാക്ക് പറയുവാൻ ആഗ്രഹിക്കുന്നത്, ഞങ്ങൾ പഠിച്ച അത് 16 പേരിൽ 15 പേരും തന്നെ ആ ബാച്ചിൽ 16 പേരും തന്നെ സുവിശേഷ വേലക്കാരാണ് ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ. ആ 2ാമത്തെ ബാച്ചിൽ മാത്രമേ അങ്ങനെ ഒരു കാര്യം ഉണ്ടായിട്ടുള്ളൂ. 16 പേരും ആസാം തുടങ്ങി കന്യാകുമാരി വരെയുള്ള സ്ഥലങ്ങളിൽ പ്രവർത്തിച്ച് പലരുടെയും പ്രവർത്തന മുഖാന്തരം പല സഭകളുണ്ടാകുവാനായിട്ട് ദൈവം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയായിരുന്നു BBIയിലെ പഠിത്തം. അത് അവിടെ പഠിച്ചതിന് ശേഷമാണ് ഞാൻ വേലയ്ക്ക് വേണ്ടി പൂർണ്ണമായിട്ടും മുമ്പോട്ട് വരുന്നത്. അവിടെയുള്ള പഠിച്ച സമയത്ത് OM സാമുവൽ സാറ്, വർഗീസ് കുര്യൻ സാറ്, KC ജോൺസൺ മുതലായ ദേവദാസന്മാരൊക്കെ വളരെ പ്രചോദനം നൽകുന്ന ദേവദാസന്മാരായിരുന്നു. എല്ലാവരും തന്നെ, ഞാൻ ആരെയും മാറ്റി നിർത്തുന്നില്ല, എല്ലാവരും തന്നെ വളരെ ഞങ്ങളെയധികം പ്രോത്സാഹിപ്പിക്കുകയും ആ നിലയിൽ ഞങ്ങൾക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ, ഞങ്ങളുടെ പിന്നെ പ്രാക്ടിക്കൽ ലൈഫ് അതൊക്കെ വളരെ ഞങ്ങളെ പഠിപ്പിക്കുകയും ആ നിലയിൽ ഞങ്ങൾക്കത് പ്രയോജനമായി തീരുവാനിടയായി തീർന്നിട്ടുണ്ട്. സ്തോത്രം. പത്തനംതിട്ട ബ്രദർ ബൈബിൾ ഇൻസ്റ്റിറ്റ്യൂട്ടിലെ 2ാമത്തെ ബാച്ചിനെ ഓർത്ത് ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. എല്ലാ വിദ്യാർത്ഥികളും ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിൽ കർത്താവിന് വേണ്ടി ഇന്ത്യയുടെ എല്ലാ ദിക്കുകളിലുമുണ്ട്. നോർത്ത് ഈസ്റ്റിലുണ്ട്, അതുപോലെ തന്നെ രാജസ്ഥാനിലുണ്ട്, ഗുജറാത്തിലുണ്ട്, അതുപോലെ തന്നെ മധ്യപ്രദേശിലുണ്ട്. ഇന്ത്യയുടെ എല്ലാ 28 സംസ്ഥാനങ്ങളിലും നിറഞ്ഞു നിൽക്കുന്ന ദൈവദാസന്മാരെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുന്നു. അവർ കർത്താവിന് വേണ്ടി ആത്മാക്കളെ നേടിക്കൊണ്ടിരിക്കുന്നു. വൻകാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്ത നിങ്ങളുടെ ബാച്ചിനെ ഓർത്ത്, നിങ്ങളുടെ സഹപ്രവർത്തകരെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. അവരെ ഓർത്ത് കർത്താവിൽ സന്തോഷിക്കുന്നു. ഇപ്പോൾ ഷാജി ബ്രദർ ആത്മീയ ജീവിതത്തെ സ്വാധീനിച്ച 1-2 പേര് ഒക്കെ പറഞ്ഞു, വിശേഷം AT മാത്യുച്ചായന്റെ പേരൊക്കെ പറഞ്ഞു. അതുപോലെ ഷാജി ബ്രദറിന്റെ ആത്മീയ ജീവിതത്തെ സ്വാധീനിച്ച സഹോദരൻ എന്നും നന്ദിയോടുകൂടെ സ്മരിക്കുന്ന, ഒരിക്കൽ പോലും മറക്കാൻ പാടില്ലാത്ത ചില മുഖങ്ങൾ ജീവിതത്തിൽ തെളിഞ്ഞു വരും. ആ ചില മുഖങ്ങളുടെ പേരുകളൊന്ന് പരിചയപ്പെടുത്താമോ? അവരെങ്ങനെയൊക്കെയാണ് ബ്രദറിന്റെ ജീവിതത്തെ ഏതെല്ലാം നിലയിലാണ് പ്രത്യേകമായി സ്വാധീനിച്ചിട്ടുള്ളത് എന്ന് ഒന്ന് ഓർക്കാമോ? ഞാൻ പിന്നെ 7ാം ക്ലാസ്സിൽ പഠിക്കുന്ന സമയത്ത് ഈ R കൃഷ്ണൻകുട്ടിച്ചായൻ ഞങ്ങളുടെ സ്ഥലത്തൊക്കെ വന്ന് പ്രസംഗിക്കുമായിരുന്നു. R കൃഷ്ണൻകുട്ടിച്ചായൻ്റെ പ്രസംഗം എന്നെ വളരെയധികം സ്വാധീനിച്ചിട്ടുണ്ട്. ആ സമയത്തൊക്കെ എനിക്ക് അങ്ങനെ സുവിശേഷകനാകണമെന്നോ അല്ലെങ്കിൽ പ്രസംഗിക്കാൻ പോകണമെന്നോ അങ്ങനെ ഒരു ചിന്തയില്ലെങ്കിലും ഈ പ്രസംഗം എന്നെ വളരെയധികം സ്വാധീനിക്കുകയും കൃഷ്ണൻകുട്ടിച്ചായൻ്റെ പ്രസംഗങ്ങൾ കേൾക്കുകയൊക്കെ ചെയ്യും. പിന്നെ കുറച്ച് സമയം അച്ചായൻ വീട്ടിൽ പല സന്ദർഭങ്ങളും വരികയും അച്ചായനോട് ഒരുമിച്ച് ഞങ്ങൾക്ക് കൂട്ടായ്മ അനുഭവിക്കാനൊക്കെ ഇടയായിട്ടുണ്ട്. ഒരാൾ കൃഷ്ണൻകുട്ടിച്ചായനാണ്. പിന്നെ എന്നെ പഠിപ്പിച്ച അധ്യാപകന്മാർ പലരും ഞാൻ പറഞ്ഞല്ലോ, ജസ്റ്റിസ് സാമുവൽ അങ്കിളാണ് സ്റ്റുവാർട്ട് ബൈബിൾ കോളേജിലെ പ്രിൻസിപ്പാളായിരുന്നു. ഞാൻ എൻ്റെ ജീവിതത്തിൽ ഇപ്പോഴും സ്മരിക്കുന്ന ഒരു കാര്യം, പഞ്ച്വാലിറ്റി ഇത്രമാത്രം പാലിക്കുന്ന വേറൊരു ആളെ ഞാൻ അത്രയും കണ്ടിട്ടില്ല. ജസ്റ്റിസ് സാമുവൽ അങ്കിള് ഭയങ്കര പഞ്ച്വലാണ്, എല്ലാ കാര്യങ്ങൾക്കും പഞ്ച്വലാണ്. ഞാനത് വളരെയധികം ശ്രദ്ധിക്കുകയും എനിക്കത് ഒരളവോളം മാതൃകയാക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്.
പിന്നെ അതുപോലെ OM ഷാമുൽ സാറ് ഡോക്ടറിനലായിട്ട് വളരെ സ്ട്രിക്റ്റായിട്ട് ഡോക്ടറിൻ പാലിക്കുന്ന ഒരാളാണ്. അങ്ങനെ OM ഷാമുൽ സാറ് മറ്റുള്ള ദൈവദാസന്മാരൊക്കെ എന്നെ വളരെയധികം ഞാൻ BBAയിൽ പഠിച്ചതാണെങ്കിലും ഇവിടെ വന്നതിന് ശേഷവും ഞാൻ ഇംഗ്ലീഷ് ശുശ്രൂഷയിൽ അത്രയും വേണ്ട രീതിയിൽ പ്രാധാന്യം കൊടുത്തിരുന്നില്ല. ഇവിടെയും കന്നഡ, മലയാളം എന്നുള്ള വിഷയത്തിലൊക്കെയാണ്. പക്ഷേ ഇന്ന് കർത്താവിൽ നിദ്ര പ്രാപിച്ച പ്രിയ ഷാലുറ്റി നൈനൻ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും എനിക്ക് ഇംഗ്ലീഷിൽ ശുശ്രൂഷയ്ക്കുള്ള അവസരങ്ങൾ തരികയും ആ നിലയിൽ എന്നെ വളരെയധികം പ്രോത്സാഹിപ്പിക്കുകയും എനിക്കൊരിക്കലും മറക്കാൻ കഴിയാത്ത ഒരു വ്യക്തിത്വമാണ് പ്രിയ ഷാലുറ്റി നൈനൻ. നിങ്ങളെ നടത്തിയവരെ ഓർത്തുകൊള്ളുവിനെന്ന വാക്കുകളുടെ സ്മരണയാണ് നിറഞ്ഞ കണ്ണുകളോടെ, ഇടറിയ അധരങ്ങളോടെ നാം കേട്ടത്. ദേവദാസന്മാരുടെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിയ ദേവദാസന്മാരുടെ ജീവിതത്തിന്റെ ഓർമ്മകൾ അത് പങ്കുവെക്കുന്നത് വളരെ ഹൃദ്യമായ കാര്യമാണ്. അത് അങ്ങനെ കേൾപ്പാനിടയായതിൽ ഞങ്ങൾ ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഷാജി ബ്രദർ ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുമ്പ് തന്നെ കർത്തൃവേലയ്ക്ക് വേർതിരിഞ്ഞു എന്ന് പറഞ്ഞല്ലോ. അപ്പോൾ കർത്തൃവേലയ്ക്കുള്ള ദൈവവിളി എന്നാണ് ഉണ്ടായത്? അങ്ങനെ ദൈവം എന്നെ നമ്മുടെ അത് പിന്നെ ആ ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാൻ, നെറ്റിന്റെ എന്തോ ഇഷ്യൂ ഉണ്ടായിരുന്നു. അതെ, കർത്തൃവേലയ്ക്കായിട്ടുള്ള വിളിയെക്കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പം ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുമ്പ് തന്നെ ദൈവവേലയ്ക്കായിട്ടുള്ള വിളി ലഭിച്ചിരുന്നു എന്നൊരു വാക്ക് ബ്രദർ ഇടയ്ക്ക് പറഞ്ഞിരുന്നുണ്ട്. അപ്പോൾ ആ ദൈവവേലയ്ക്കുള്ള വിളി എങ്ങനെയാ തിരിച്ചറിഞ്ഞത്? ഒരു തീരുമാനമെടുക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുണ്ടായിരുന്നോ? എങ്ങനെയാണ് കർത്താവ് എന്നെ തന്റെ വേലയ്ക്കാണ് വിളിച്ചിട്ടുള്ളത് എന്നുള്ള ഉറപ്പിലേക്ക് സഹോദരൻ എത്തിയത്? എൻ്റെ ചെറുപ്രായം മുതൽ ഞാൻ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് ഒരു പ്രാർത്ഥനാ മനുഷ്യനും അതുപോലെ ആത്മീയ കാര്യങ്ങളിൽ വളരെ സ്ട്രിക്റ്റുമായിട്ടുള്ള ഒരാളായിരുന്നു. അപ്പോൾ ചെറുപ്രായം മുതൽ എനിക്ക് ആത്മീയ കാര്യങ്ങളിൽ വളരെ താല്പര്യമുണ്ടായിരുന്നു. ഞങ്ങളുടെ സഭയിൽ പിന്നെ എല്ലാ ഞായറാഴ്ച ആരാധന കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പിതാക്കന്മാരും ഏറ്റുമാത്തിച്ചാനും ഒരുമിച്ച് പരസ്യയോഗത്തിന് പല സ്ഥലങ്ങളിലും പോകുമായിരുന്നു. ആ കൂടെയൊക്കെ ഞാനും പോകും. എനിക്കത് വളരെ ഇഷ്ടമായിരുന്നു. പക്ഷേ അങ്ങനെയുള്ള സമയത്തും എനിക്കൊരു പൂർണ്ണസമയ സുവിശേഷകനായിട്ട് പോകണമെന്നൊന്നും ചിന്തയില്ലായിരുന്നു. എന്നാൽ എനിക്ക് സുവിശേഷ വേലയോട് വളരെയധികം താല്പര്യമുണ്ടായിരുന്നു. ഞാൻ എൻ്റെ സ്കൂൾ വിദ്യാഭ്യാസത്തിന് ശേഷം ബാംഗ്ലൂരിൽ എൻ്റെ സിസ്റ്ററും എൻ്റെ ബ്രദർലോയും ഇവിടെ ബാംഗ്ലൂരിൽ. പ്രധാനപ്പെട്ട ഒരു ചോദ്യത്തിലേക്ക് ഞാൻ വരികയാണ്. എന്നാണ് നിങ്ങളുടെ വിവാഹം നടന്നത്? രണ്ട് മക്കൾ ഇപ്പോൾ പാട്ടുപാടി കണ്ടു. അവരെ കുറിച്ചൊക്കെ ഒന്ന് കേൾക്കാൻ ആഗ്രഹമുണ്ട്. അവരെന്ത് ചെയ്യുന്നു? ഓക്കെ. അപ്പം ഞാൻ പിന്നെ ബാംഗ്ലൂരിൽ അങ്ങനെ എൻ്റെ പഠനത്തിന് ശേഷം ബാംഗ്ലൂരിൽ വരികയും അവിടെ ഒരു ജോലി എനിക്ക് ലഭിക്കുവാനിടയായി. അങ്ങനെ സിസ്റ്ററിനോട് ഒരുമിച്ച് താമസിക്കുമ്പോൾ ഞാൻ ബദനി ബ്രദർ അസംബ്ലിയിലായിരുന്നു പോയിക്കൊണ്ടിരുന്നത്. അപ്പോൾ അവിടെ വെച്ചാണ് ഞാൻ ബദനി അസംബ്ലിയിലും സുവിശേഷ വേലയിലൊക്കെ പരസ്യയോഗത്തിലൊക്കെ ഞങ്ങൾ പോവുകയും സഹകരിക്കുകയും ചെയ്യുന്നു. പക്ഷേ അവിടെ വെച്ചാണ് 1987 എനിക്ക് സുവിശേഷ വേലയ്ക്കായിട്ടുള്ള കോളുണ്ടായത്. അങ്ങനെ വ്യക്തിപരമായിട്ട് ദൈവത്തിൻ്റെ ആത്മാവ് എന്നോട് സംസാരിക്കുകയും ഞാൻ ദൈവകരങ്ങളിൽ എന്നെ സമർപ്പിക്കുകയും ചെയ്തു. ആ ജോബ് ക്വയറ്റ് ചെയ്തതിന് ശേഷം അതിനുശേഷമാണ് ഞാൻ ഓപ്പറേഷൻ മൊബിലൈസേഷനിൽ പോകുവാനായിട്ട് ഇടയായത്. അതിനുശേഷമാണ് പിന്നെ ഞാൻ ബൈബിൾ കോളേജിൽ പഠിച്ചതും BBAയിൽ പഠിച്ചതിന് ശേഷം കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ് പഠിച്ചതിന് ശേഷം ഞാൻ എൻ്റെ സ്വന്തം സ്ഥലത്ത് തിരിച്ചു വന്നു. സ്വന്തം സ്ഥലം സഭയിൽ വന്ന് സഭയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്നു. സഭയോടുകൂടെ പ്രവർത്തിച്ചുകൊണ്ടിരുന്ന സമയത്താണ് 96 ഞങ്ങൾ വിവാഹിതരാകുന്നത്. 96 സെപ്റ്റംബർ 16 ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞു. കുടുംബമായിട്ട് ഞങ്ങൾ കർത്താവിനെ അതിനുശേഷം സേവിച്ചു വരികയാണ്. മക്കളുടെ കാര്യം, 2 മക്കൾ. മൂത്ത മോൾ ലിഡിയ, അവൾ ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മോൾ ഡിഗ്രി കഴിഞ്ഞ് മാസ്റ്റേഴ്സിന് പോകാനായിട്ട് തയ്യാറെടുക്കുന്നു.
ഞാനിനി ഷീബ സിസ്റ്ററോട് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. വ്യക്തമായി കേൾക്കുന്നുണ്ടല്ലോ അല്ലേ? ഉണ്ട് ഉണ്ട്. എല്ലാ ദൈവമക്കളും പൊതുവെ പറയുന്ന ഒരു കാര്യമാണ്, ഒരു മനുഷ്യനെ കൊണ്ട് ഈ ഭൂമിയിൽ ദൈവം ചെയ്യിക്കുന്ന ഏറ്റവും വലിയ ജോലി അത് കളക്ടർ ആവുകയോ പ്രസിഡന്റ് ആവുകയോ ഒന്നുമല്ല, ദൈവദാസനായി കർത്താവിന്റെ വേല ചെയ്യുക എന്നുള്ളതാണ്. എല്ലാ വിശ്വാസികളും ഒരുപോലെ പറയും. പക്ഷേ 100% സത്യമായ പ്രസ്താവനയാണത്. പക്ഷേ നമ്മുടെ സമൂഹത്തില് ഒരു സുവിശേഷകനെ വിവാഹം കഴിക്കാൻ 90% പെൺകുട്ടികളും തങ്ങളുടെ മകളെ ഒരു സുവിശേഷകന് വിവാഹം കഴിച്ചു കൊടുക്കാൻ 90% മാതാപിതാക്കളും ഇഷ്ടപ്പെടാറില്ല. അതിനവർ കാര്യം പറയുന്നത്, മർത്തോമ സഭയിലെ പോലെ മറ്റേതെങ്കിലും സഭയിലെ പോലെ ഫിക്സഡ് സാലറിയോ അങ്ങനെയുള്ള സംവിധാനങ്ങളോ ഒന്നുമില്ല. സാമ്പത്തികമായ ഞെരുക്കങ്ങൾ, ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട്. ഈ കഷ്ടങ്ങളിലേക്ക് ഞാൻ എന്തിനാ പോകുന്നത്, എൻ്റെ മകളെ എന്തിനാണ് പറഞ്ഞയക്കുന്നത്, അങ്ങനെയുള്ള ചോദ്യങ്ങൾ ഉള്ളത് കൊണ്ട് ഒരു വശത്ത് ഇതാണ് ഏറ്റവും ശ്രേഷ്ഠമായ വേലയെന്ന് പറയുകയും മറുവശത്ത് സുവിശേഷകന്മാർക്ക് മക്കളെ കെട്ടിച്ചു വിടാൻ വേണ്ടി മാതാപിതാക്കൾ മടിക്കുന്നു, പെൺകുട്ടികൾ മടിക്കുന്നു. ഇപ്രകാരമുള്ള ഒരു പ്രതിസന്ധി സിസ്റ്ററിന്റെ കാലഘട്ടത്തിലും കേരളത്തിലുണ്ട്. അത് ഇന്നും ശക്തമായിട്ടുണ്ട് താനും. ആ കാലഘട്ടത്തിൽ പ്രിയ സഹോദരി എന്തുകൊണ്ടാണ് ഒരു സുവിശേഷകൻ എൻ്റെ ജീവിത പങ്കാളിയായി വന്നാൽ മതി എന്നുള്ള നിർണായകമായ തീരുമാനമെടുത്തത്? അതൊരു നല്ല ചോദ്യമാണ്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, എൻ്റെ പിതാവ് വിദേശത്തായിരുന്നു. പിന്നെ എനിക്കൊരു സഹോദരനേ ഉള്ളൂ. ഞങ്ങൾ രണ്ടുപേരും മക്കളേ ഉള്ളൂ. ആ നിലയിലാണ് ഞാൻ ജീവിച്ച് വളർന്നത്. പിന്നെ ഈ ക്വസ്റ്റ്യൻ്റെ ആൻസറിന് എൻ്റെ മാതാവിനെ പറ്റി പറയണം. അപ്പോഴേ അതിൻ്റെ ആൻസർ പൂർണ്ണമാവുള്ളൂ. എൻ്റെ മാതാവെന്ന് പറയുന്നത്, ഞാൻ നേരത്തെ ഓർപ്പിച്ചല്ലോ, ഒരു ക്രിസ്തീയ കുടുംബത്തിൽ വളർത്തപ്പെടുക, സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിലയിൽ, ആ നിലയിൽ ദൈവവേലയും ദൈവ മക്കളെയും തൻ്റെ ചെറുപ്രായത്തിൽ ശുശ്രൂഷിക്കാനുള്ള ഭാഗ്യം എൻ്റെ മമ്മിക്ക് ലഭിക്കുകയുണ്ടായി. എന്ന് വെച്ചാൽ എൻ്റെ മമ്മിയുടെ അപ്പച്ചൻ ഒരു സുവിശേഷകനായിരുന്നു. അപ്പം മമ്മിയും ഒക്കെ ഒരുമിച്ച് കുടുംബത്തിൽ ജീവിച്ചത് കൊണ്ട് ആ അപ്പച്ചൻ്റെ ആ പ്രവർത്തനവും സുവിശേഷകരെ എൻ്റെ അമ്മച്ചി, അതായത് എൻ്റെ മമ്മിയുടെ മാതാവ് ശുശ്രൂഷിക്കുന്നതൊക്കെ കണ്ടു വളർന്ന് ആ നിലയിൽ വളർത്തപ്പെട്ട ഒരു മാതാവാണ്. പിന്നീട് വിവാഹം കഴിഞ്ഞ് ഞങ്ങളുടെ പപ്പയുടെ ഭവനത്തിലേക്ക് വന്നതിന് ശേഷവും എൻ്റെ പപ്പ വിദേശത്തായിരുന്നു. പിന്നെ വീട്ടിലെ കാര്യങ്ങളൊക്കെ ക്രമീകരിച്ചതിന് ശേഷം ഞാൻ വളരെയധികം സുവിശേഷ വേലയിൽ വ്യാപൃതയായിരുന്നു. ആ കാലത്ത് അവിടെ കുറച്ച് സഹോദരിമാർ ചേർന്ന് ഹോസ്പിറ്റൽ മിനിസ്ട്രി, അതുപോലെ ഭവന സന്ദർശനം, അവർ കൂടിയിരുന്ന് അനേക വിഷയങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. എൻ്റെ മാതാവായിരുന്നു അതിലെ ഏറ്റവും ചെറുപ്പം ഉള്ള ആൾ. ഇന്ന് തന്നോടുകൂടെ പ്രാർത്ഥിച്ചിരുന്ന ആരും തന്നെ ഇന്ന് ഈ ഭൂമിയിലായിരിക്കുന്നില്ല. എല്ലാവരും കർത്തൃസന്നിധിയിൽ ചേർക്കപ്പെട്ടു. കഴിഞ്ഞ വർഷത്തിൽ ഞങ്ങളുടെ മമ്മി ഉറ്റ സ്നേഹിതയായിരുന്നു അമ്മണി മാമ ആണ് ലാസ്റ്റ് മമ്മിക്ക് മുമ്പേ ചേർക്കപ്പെട്ടത്. അങ്ങനെ ആ നിലയിലുള്ള പ്രവർത്തനങ്ങളും ശുശ്രൂഷകളും ഒക്കെ ആയിട്ട് പ്രാർത്ഥനയും കുഞ്ഞുങ്ങളുടെ ജീവിതത്തിൽ ദൈവഹിത പ്രകാരമുള്ള കാര്യങ്ങൾ സംഭവിക്കണം എന്നുള്ള നിലയിൽ പ്രാർത്ഥിക്കുകയും ഞങ്ങൾക്ക് വേണ്ടി നാളിൽ തുടങ്ങി, ഞങ്ങൾക്കത് അത്ര അറിവില്ലല്ലോ, കുഞ്ഞുനാളിൽ തുടങ്ങി പ്രാർത്ഥിക്കുകയും ചെയ്ത മുഖാന്തരം കുറച്ച് പ്രായമായപ്പോൾ കാര്യങ്ങളെ പറഞ്ഞ് മനസ്സിലാക്കുവാനിടയായി. നമ്മൾ ഏത് വിവാഹം വന്നാലും നമ്മളത് നമ്മളായിട്ടത് മാറ്റിക്കളയാൻ പാടില്ല. ദൈവമായിട്ടത് മാറ്റിയാലേ ആ ദൈവഹിതപ്രകാരം ആകുകയുള്ളൂ. അല്ല നമ്മളൊരു ഡിമാൻഡ് അതിൽ മുമ്പിൽ വെക്കാൻ പാടില്ല എന്നുള്ളത് നേരത്തെ തന്നെ എനിക്ക് പല പ്രാവശ്യം പറഞ്ഞ് മനസ്സിലാക്കിയിട്ടുണ്ട്. മാത്രമല്ല പല ക്യാമ്പുകളും മീറ്റിങ്ങുകളൊക്കെ നമ്മൾ സംബന്ധിക്കുമ്പോൾ ദൈവഹിതപ്രകാരമുള്ള ഒരു വിവാഹ ജീവിതത്തെക്കുറിച്ച് കേൾക്കുവാൻ, അതിനെപ്പറ്റി ചെറുപ്പം എന്ന് പറഞ്ഞാൽ എന്നെ 21ാമത്തെ വയസ്സിലാണ് എൻ്റെ വിവാഹം നടന്നത്. അതുവരെയും പ്രാർത്ഥിപ്പാനും ഒക്കെ ഇടയായിട്ടുണ്ട്. അങ്ങനെ ചാച്ചനുമായിട്ടുള്ള ഈ വിവാഹത്തിൻ്റെ ആലോചന വന്നപ്പോൾ എൻ്റെ മമ്മിയുടെ സിസ്റ്ററാണ്, പത്തനംതിട്ട ആണ് ചാച്ചൻ പഠിച്ചത്. അപ്പോൾ പത്തനംതിട്ടയാണ് എൻ്റെ മമ്മിയുടെ സിസ്റ്ററും എൻ്റെ മമ്മിയുടെ മാതാവും ഒക്കെ ഉള്ളത്. അവർക്കെല്ലാം അറിയാം ചാച്ചനെ. അങ്ങനെ ആ ഒരു മുഖാന്തരമാണ് ഈ വിവാഹാലോചന കടന്നു വന്നത്. പിന്നീട് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എനിക്കിങ്ങനെ സുവിശേഷ വേലക്കാരനെ മാത്രം അങ്ങനെയൊന്നും ഞാൻ ആഗ്രഹിക്കുകയോ പ്രാർത്ഥിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല. പക്ഷേ സുവിശേഷ വേലയിൽ ഏതെങ്കിലും നിലയിൽ പങ്കാളിയാകണമെന്ന് വളരെ ആഗ്രഹവും അത് പ്രാർത്ഥിക്കുകയും ചെയ്യുമായിരുന്നു. അത് കൂടുതലും ജോലിയൊക്കെ ചെയ്ത് സാമ്പത്തികമായിട്ടൊക്കെ ഇങ്ങനെ ഹെൽപ്പ് ചെയ്യണം, അങ്ങനെയൊക്കെയാണല്ലോ നമുക്ക് അന്നൊക്കെ ഒരു ചിന്ത. അങ്ങനെ പൂർണ്ണ സുവിശേഷകന് അന്നൊന്നും അത്ര ഉള്ളൊരു ഇതൊന്നും
ഉണ്ടായിട്ടില്ല. എന്ന് വെച്ചാൽ ഞാൻ പഠിക്കുന്ന സമയത്ത് ഡിഗ്രി ഫൈനൽ ഇയർ പഠിക്കുന്ന സമയത്താണ് ചാച്ചനുമായിട്ടുള്ള വിവാഹാലോചന കടന്നു വരുന്നത്. മാത്രമല്ല എൻ്റെ മാതാപിതാക്കളോ ഞങ്ങളുടെ കുടുംബമോ അങ്ങനെ എന്നെ വിവാഹം കഴിച്ചു വിടാനുള്ള അങ്ങനെയുള്ളൊരു തയ്യാറെടുപ്പൊന്നും അധികമൊന്നും നടത്തിയിട്ടൊന്നും ഇല്ലാത്തൊരു സമയമാണ്. ഇങ്ങനെ ഒരു ആലോചന വന്നപ്പോൾ എൻ്റെ മാതാവിൽ നിന്നുള്ള പ്രചോദനം കൊണ്ടും ഞാൻ പ്രാർത്ഥിക്കുന്നത് കൊണ്ടും പിന്നീട് വേറൊരു കാര്യമുള്ളത്, ചെങ്ങന്നൂരിൽ നിന്നും ഏകദേശം 10-15 മണിക്കൂർ അന്നത്തെ കാലത്ത് യാത്ര ചെയ്തും ചുരമൊക്കെ കയറി വേണം അവിടെ പോകാനായിട്ട്. കലിശ്ശേരിയിലുള്ളവർക്കൊക്കെ ഭയങ്കരമായ ഒരു എൻ്റെ പിതാവിൻ്റെ സഹോദരങ്ങൾക്കൊക്കെ വളരെ അതിന് ഒരു എതിർപ്പ് പറഞ്ഞാൽ ഇത്രയും ദൂരമാണോ എന്നുവെച്ചാൽ ഒരു കാട് സൈഡൊക്കെ ആണല്ലോ അവിടെ. അപ്പം ഞങ്ങളെന്ന് പറയുമ്പോൾ ചെറിയതാണെങ്കിലും ചെറിയ ടൗണിലാണെങ്കിലും വളർന്ന് വന്നവരാണ്. അപ്പോൾ അവർക്കൊക്കെ ഇത് കണ്ടാൽ എൻ്റെ മാതാവിൻ്റെ പ്രാർത്ഥനയും തൻ്റെ പിൻബലവും എന്നോട് ചോദിച്ചു, നിനക്കിത് പൂർണ്ണമായ താല്പര്യമാണോ, ഞങ്ങളാരും കമ്പൽ ചെയ്യത്തില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു, മമ്മിയല്ലേ പറഞ്ഞിട്ടുള്ളത് ദേവഹിത പ്രകാരമുള്ളതൊന്നും നമ്മളായിട്ടത് ഇത് ചെയ്യാൻ പാടില്ല എന്നുള്ളത്. അങ്ങനെ പ്രാർത്ഥിച്ച് ആദ്യം ഒന്ന് കാണാൻ വന്നു. പിന്നെ 3 മാസം അവരിൽ നിന്നൊരു യാതൊരു ഇത് ഉണ്ടായില്ല. അപ്പോൾ എൻ്റെ മമ്മി പറഞ്ഞു, 3 മാസം ആയില്ലേ, ഇനിയിപ്പം വേണ്ടായിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെയും ചാച്ചൻ്റെ പിതാവും സഹോദരിയും കടന്നു വന്ന് കാണുകയും അങ്ങനെ വിവാഹ കാര്യങ്ങളൊക്കെ പെട്ടെന്ന് തീരുമാനിക്കുകയും ചെയ്തത്. അപ്പോൾ അങ്ങനെ എൻ്റെ മാതാവിൻ്റെ ഒരു ഇൻഫ്ലുവൻസ്, പിതാവ് ആ കാര്യത്തിൽ സപ്പോർട്ടീവായിരുന്നു, അതിനെതിരൊന്നും പറഞ്ഞില്ല. അങ്ങനെ മാതാവിനോട് ചേർന്ന് പ്രാർത്ഥിച്ചവരുടെ ഒക്കെ ഒരു സ്വാധീനത ഒക്കെയാണ് എനിക്കിങ്ങനെ ഈ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനിടയായത്. മാത്രമല്ല ഞാൻ ചെറുപ്പം മുതൽ വളരെ ഒരു വലിയ ബുദ്ധിമുട്ടുകളോ പ്രയാസങ്ങളോ ഒന്നും കൂടാതാണ് ഞങ്ങൾ വളർന്നു വന്നത്. എന്നാൽ എനിക്ക് 14-ാമത്തെ വയസ്സായപ്പോൾ എൻ്റെ പപ്പായ്ക്ക് പെട്ടെന്ന് അവിടെ നിന്ന് തിരികെ പോരേണ്ടി വന്നു. അങ്ങനെ ആ ഒരു ജീവിതത്തിലൊക്കെ കടന്നു പോയപ്പോൾ കഷ്ടതയുടെയും പ്രയാസത്തിൻ്റെയും ഒക്കെ ജീവിതത്തിൽ എൻ്റെ മാതാവിനോട് ചേർന്ന് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയും അങ്ങനെ ആ നിലയിൽ മനുഷ്യമുഖത്തേക്ക് നോക്കാതെ ജീവിക്കുവാനൊക്കെ നേരത്തെ തന്നെ കർത്താവ് എന്നെ ട്രെയിൻ ചെയ്യിച്ചിട്ടുണ്ടായിരുന്നു ആ നിലയിൽ. അങ്ങനെ വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുവാനിടയായി. ദൈവത്തിന് സ്തോത്രം. കഴിഞ്ഞ 29 വർഷത്തെ ദൈവീക കരുതലിൻ്റെ അനുഗ്രഹീതമായ ദാമ്പത്യ ജീവിതത്തിൻ്റെ ജീവൻ തുളുമ്പുന്ന സാക്ഷ്യ വാചകങ്ങളാണ് പ്രിയ സഹോദരി പങ്കുവെച്ചത്. ഞാൻ ഈ ചോദ്യം ചോദിച്ചത് മനഃപൂർവ്വമാണ്. കാരണം നമ്മുടെ ഒരു സമൂഹത്തിൻ്റെ ഒരു തെറ്റായ ഒരു ചിന്താഗതിയെ ഒന്ന് തുറന്നു കാട്ടണം എന്നൊരു ചിന്ത എൻ്റെ ഹൃദയത്തിലുണ്ടായി. അതൊരു ദേവദാസന്റെ ഭാര്യയുമായി സംസാരിക്കുമ്പോൾ തന്നെയാണ് ആ ചോദ്യം ഏറ്റവും യുക്തമായി ചോദിക്കാൻ കഴിയുക എന്നുള്ളൊരു തിരിച്ചറിവുണ്ട്. പലപ്പോഴും പല വിവാഹാലോചനകൾ ഇപ്പം മർത്തോമക്കാരുടെയും അതുപോലെ CSIക്കാരുടെയൊക്കെ നോക്കുമ്പോൾ അച്ഛന് മുൻഗണന എന്ന് ബ്രാക്കറ്റിൽ കൊടുക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. നമ്മുടെ ഇടയിൽ പലപ്പോഴും സുവിശേഷകനാണെന്നുള്ളത് അയോഗ്യതയായി കാണുന്ന ഒരു സമൂഹത്തിലാണ് വളരുന്നത്. അതുകൊണ്ട് ഇപ്രകാരമുള്ള ഇന്റർവ്യൂകളിലൊക്കെയാണ് ചില അപ്രിയ സത്യങ്ങൾ നമുക്ക് വിളിച്ചു പറയാൻ പറ്റുക. അതുകൊണ്ട് ആരും ലോകത്തിലെ ഏറ്റവും വലിയൊരു ശുശ്രൂഷയുടെ പങ്കാളിയായി തീരുക എന്നുള്ളത് ഭാഗ്യമല്ലേ സിസ്റ്ററെ, ശരിക്കും പറഞ്ഞാൽ? അതെ. ഇനി ഷാജി ബ്രദറിലേക്ക് ഞാൻ മടങ്ങി വരട്ടെ. ബാംഗ്ലൂർ പോലുള്ള ഒരു മഹാനഗരത്തിലാണ് കഴിഞ്ഞ 30 വർഷമായിട്ട് കർത്താവിന്റെ ദാസൻ വേല ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്താണ് ബാംഗ്ലൂർ പോലുള്ള ബഹുഭാഷാ സംഗമ ഭൂമിയായ ഇന്ത്യയിലെ എല്ലാ സംസ്ഥാനങ്ങളും ഒരു സ്ഥലത്ത് സമ്മേളിക്കുന്ന സ്ഥലമെന്ന് വിശേഷിക്കപ്പെടാൻ പറ്റുന്ന പ്രധാന നഗരങ്ങളിലൊന്നായ ബാംഗ്ലൂർ തെരഞ്ഞെടുത്തത്? എന്തെങ്കിലും പ്രത്യേകിച്ച് ഒരു മാസിഡോണിയൻ കോള് ബാംഗ്ലൂരിനെ സംബന്ധിച്ച് കിട്ടിയായിരുന്നോ? ഏതു വർഷമാണ് അങ്ങനെ ഒരു തീരുമാനം എടുത്തത് എന്നൊക്കെ അറിയാൻ താല്പര്യമുണ്ട്. ഞാൻ സ്റ്റുവാർട്ട് ബൈബിൾ കോളേജിൽ പഠിച്ചതിന് ശേഷം തിരിച്ച് ഞാൻ ഇവിടെ ബഥനി അസംബ്ലിയിൽ വരികയും ബഥനി അസംബ്ലിയിൽ അന്ന് സുവിശേഷകനായിരുന്ന ഡോക്ടർ B. അശോകൻ, അദ്ദേഹത്തോടു കൂടെ ബാംഗ്ലൂരിൻ്റെ പല സ്ഥലങ്ങളിലും പ്രവർത്തനത്തിനായിട്ട് പോകുവാനിടയായിട്ടുണ്ട്. അന്ന് ACL പഠിക്കുന്ന ഏഷ്യൻ ക്രിസ്ത്യൻ അക്കാഡമിയിൽ പഠിക്കുന്ന ചില സ്റ്റുഡൻസും വരുമായിരുന്നു. അപ്പോൾ ഞങ്ങളൊരു ടീമായിട്ട് തന്നെ ബാംഗ്ലൂരിൻ്റെ പല സ്ഥലങ്ങളിലും പ്രവർത്തനം ഉണ്ടായിരുന്നു. അതിനുശേഷമാണ് ഞാൻ BBAയിൽ പോകുന്നതും. പിന്നെ BBAയിൽ പോയതിന് ശേഷം BBAയിലെ പഠിത്തം കഴിഞ്ഞ് ഞാൻ എൻ്റെ സ്വന്തം സ്ഥലം സഭയിൽ പോയി അവിടെ സഭയോടുകൂടെ സഭയിലുള്ള പ്രവർത്തനങ്ങളിൽ പങ്കെടുത്ത് വരവെയാണ് എനിക്ക് അവിടെ നിന്ന് വീണ്ടും ബാംഗ്ലൂരിലേക്ക് വരണമെന്നുള്ള ആ ചിന്ത ഉണ്ടായത്. അങ്ങനെ ഞാൻ പ്രാർത്ഥിക്കുകയും ആ വിവരം ഞാൻ ആദ്യം എൻ്റെ വീട്ടിൽ പറഞ്ഞു, അതിനുശേഷം സഭയിൽ പറഞ്ഞു. അങ്ങനെ സഭ ആയിട്ട് എന്നെ പ്രാർത്ഥിച്ച്
ബാംഗ്ലൂരിലേക്ക് അയക്കുകയായിരുന്നു. അന്ന് പ്രവർത്തിച്ചതിൻ്റെ പശ്ചാത്തലത്തിലാണ് ബാംഗ്ലൂരിലേക്ക് വരുവാനായിട്ട് ദൈവം മുഖാന്തരം ഒരുക്കിയത്. പക്ഷേ അന്ന് ഞാൻ ഈ ബാംഗ്ലൂർ എന്ന് പറയുന്നത് ഇന്ന് വലിയൊരു പട്ടണമാണെങ്കിൽ അന്ന് ബാംഗ്ലൂരിനെ കുറിച്ച് അത്ര വലിയൊരു അങ്ങനെ ഒരു വലിയ പട്ടണം എന്നുള്ള ചിന്തയൊന്നും അന്നില്ലായിരുന്നു. എനിക്ക് ബാംഗ്ലൂരിനെ കുറിച്ച് അത്രയും അറിവുമില്ലായിരുന്നു അന്ന് ഞാൻ വരുമ്പോൾ. പിന്നീടാണ് ബാംഗ്ലൂർ ഇത്രയും വലിയൊരു പട്ടണം ആകാനും അതുപോലെ അറിയാനൊക്കെ ഇടയായിത്തീർന്നത്. അങ്ങനെയാണ് ഞാൻ ബാംഗ്ലൂരിലേക്ക് കർത്തൃവേലയ്ക്ക് വേണ്ടി വരുവാൻ മുഖാന്തരമായിത്തീർന്നത്. ഏകദേശം 3 പതിറ്റാണ്ടോളമായി കർത്താവദാസൻ ബാംഗ്ലൂർ. ആദ്യം ഷാജിബറുടെ പേരൊക്കെ കേൾക്കുമ്പോൾ കെ എ ഷാജിമോൻ കൊറമംഗല എന്നായിരുന്നു കേട്ടിട്ടുണ്ട്. പിന്നീട് കെ എ ഷാജിമോൻ മടിവാള എന്ന് കേട്ടിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയാണ് വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ നാളുകളിൽ ഈ സ്ഥലങ്ങളിലെല്ലാം വളരെ വിശാലമായി ഒരു ഉത്തരം പറയാനുള്ളൊരു ചോദ്യമാണ് ഞാൻ ചോദിക്കുന്നത്. കഴിഞ്ഞ 3 പതിറ്റാണ്ട് കർത്താവിന്റെ നാമമഹത്വത്തിന് വ്യത്യസ്ത നിലയിൽ എന്തെല്ലാം ശുശ്രൂഷകൾ ചെയ്യുവാനായി കർത്താവിന്റെ ദാസനെ ദൈവം ഉപയോഗിച്ചു എന്നുള്ളത് ദൈവനാമമഹത്വത്തിനായിട്ട് കേൾക്കാൻ ഞങ്ങൾക്ക് വളരെ ആഗ്രഹമുണ്ട്. ഞങ്ങൾ ഈ ചർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രിക്കായിട്ട് ഇവിടെ വരുന്നത് ഫാമിലി ആയിട്ടാണ് വരുന്നത്. അന്ന് മൂത്ത മോൾക്ക് 6 മാസം പ്രായം. അന്ന് വണ്ടിയും വാഹനമൊന്നുമില്ല, ഞങ്ങൾക്ക് അധികം പരിചയമൊന്നുമില്ല. എന്നാൽ എനിക്ക് നമ്മുടെ വിശ്വാസികളോ സ്ഥലസഭയോ ഇല്ലാത്തൊരു സ്ഥലത്ത് പോയി പ്രവർത്തിക്കണം എന്നുള്ളതാണ് എന്നെ ഭരിച്ചതായ കാര്യം. അങ്ങനെയാണ് കോരമംഗല എന്ന സ്ഥലം തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായത്. അപ്പോൾ ഞങ്ങൾ വരുന്ന സമയത്ത് ഏതാണ്ട് അസംബ്ലികളെല്ലാം ബദനി അസംബ്ലി, ബദേസ്ത അസംബ്ലി, ബദേൽ അസംബ്ലി ഇതെല്ലാം കിഴക്കൻ ഭാഗത്തേക്കാണ്. ഈ തെക്കൻ ഭാഗത്തേക്ക് അസംബ്ലികളൊന്നുമില്ല. അങ്ങനെയാണ് ഞാൻ കോരമംഗല ഞങ്ങൾ തിരഞ്ഞെടുക്കുവാനായിട്ട് ഇടയായത്. കോരമംഗലയിൽ ഞങ്ങൾ പ്രവർത്തനത്തിന് വേണ്ടി വന്നു. ഞങ്ങൾ എല്ലാ ദിവസവും വൈകുന്നേരം ഉച്ച കഴിഞ്ഞുള്ള സമയം വീടുകൾ സന്ദർശിക്കുകയും അതുപോലെ സുവിശേഷം പറയുകയും ചെയ്തു. അങ്ങനെ സുവിശേഷം പറഞ്ഞതിൻ്റെ വെളിച്ചത്തിൽ ചില സഹോദരിമാരാണ് ആദ്യം രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വരുന്നത്. അവർ രക്ഷിക്കപ്പെട്ടു. അന്ന് മർത്തോമക്കാരിയായിരുന്ന ഒരു ആൻറ്റി നേഴ്സായിരുന്നു. അവർ റിട്ടയർഡായി കോരമംഗല ഇരിക്കുമ്പോൾ ഞങ്ങൾ ആ വീട്ടിൽ ചെന്ന് അവരോട് സുവിശേഷം പറയുവാനിടയായി. അങ്ങനെ ആ ആൻറ്റിയാണ് ആദ്യം രക്ഷിക്കപ്പെടുന്നത്. ആ ആൻറ്റി രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ ആൻറ്റി പറഞ്ഞു, നമുക്ക് ബൈബിൾ കൂടുതൽ പഠിക്കണം. അങ്ങനെ ബൈബിൾ പഠിക്കണമെന്നുള്ള ആഗ്രഹം പറയും. അവരുടെ വീട്ടിൽ എല്ലാ വ്യാഴാഴ്ചയും ഒരു ബൈബിൾ ക്ലാസ് ആരംഭിക്കുകയും ചെയ്തു. അങ്ങനെ ചിലരൊക്കെ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു. 97 ഞങ്ങൾ പ്രവർത്തനം ആരംഭിച്ചു, ചർച്ച് പ്ലാന്റിംഗ് മിനിസ്ട്രി ആരംഭിച്ചു. അങ്ങനെ 98 ജൂലൈ 5 പുതിയ നിയമ മാതൃകയിലുള്ള കൂടിവരവ് ആരംഭിക്കുവാനിടയായി. അപ്പം 5th സൺഡേ ആണ്, 4th ഈവനിങ്ങിലാണ് ഒരു സ്നാന ശുശ്രൂഷ നടന്ന് 3 സഹോദരിമാർ സ്നാനപ്പെട്ട് അങ്ങനെ ഞായറാഴ്ച പിറ്റേ ദിവസം ജൂലൈ 5 കൂടിവരവ് ആരംഭിച്ചു. അന്ന് ഈ ആൻറ്റിയുടെ വീട്ടിൽ തന്നെയാണ്, ഒരു സൗകര്യമുള്ളൊരു വീടാണ്, ആൻറ്റിയുടെ വീട്ടിൽ തന്നെയാണ് കൂടിവരവ് ആരംഭിച്ചത്. അങ്ങനെ അവിടെ പിന്നെയും പ്രവർത്തനം ചെയ്തു. അപ്പം നമ്മുടെ നാട്ടിൽ നിന്നൊക്കെ പഠിക്കാനായിട്ട് വരുന്ന കുട്ടികളൊക്കെ അവിടെ പലരും ആരാധനയ്ക്ക് വരികയും അങ്ങനെ സഭ വളരുകയും ചെയ്തുകൊണ്ടിരുന്ന സമയത്ത് അവർക്ക് വീടിന് വേണ്ടി കുറച്ച് പണിയുണ്ട്, അതുകൊണ്ട് അവിടെ നിന്ന് മാറണമെന്ന് അവരാവശ്യപ്പെട്ടു. മാറിയാൽ നന്നായിരിക്കുമെന്ന്. അങ്ങനെയാണ് പിന്നെ ഞങ്ങൾ താമസിക്കുന്ന സ്ഥലത്തേക്ക് ആരാധന മാറ്റി. ഞങ്ങൾ 2nd ഫ്ലോറിലായിരുന്നു താമസിക്കുന്നത്. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ടിരിക്കുമ്പം വിശ്വാസികൾ കൂടുതൽ വരുന്നുണ്ട്. ഇരിക്കാനൊക്കെ സ്ഥലമില്ലാത്ത ഒരവസ്ഥയാണ്. ഞായറാഴ്ച ചില ദിവസമൊക്കെ, ഞായറാഴ്ചയും ശനിയാഴ്ചയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചു നാളെ ഗസ്റ്റാരും വരരുത്. കാരണം 2nd ഫ്ലോറിലായതുകൊണ്ട് ഇരിക്കാൻ ഉള്ള സൗകര്യം ഇല്ലാത്തതുകൊണ്ട് അങ്ങനെയുള്ള ഒരവസ്ഥയായിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് പിന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയും ഒരു സ്ഥലം മേടിക്കാനായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തതിൻ്റെ വെളിച്ചത്തിൽ ഇവിടെ മടിവാള എന്ന് പറയുന്ന സ്ഥലത്ത് സ്ഥലം മേടിക്കുവാനിടയായത്. അതുകൊണ്ടാണ് കോരമംഗലയിൽ നിന്ന് മടിവാളയ്ക്ക് മാറുവാനിടയായത്. മടിവാളയിൽ 99 സ്ഥലം മേടിച്ചു. 2021 കൂടെ സഭാ ഹാളിൻ്റെ പണി പൂർത്തീകരിച്ച് സഭ ഇവിടെ കൂടി വരുവാനായിട്ട് ഇടയായിത്തീർന്നു. ഇവിടെ ഞങ്ങളോടുകൂടെ ആരാധനയ്ക്കൊക്കെ വന്ന ചില സഹോദരിമാരൊക്കെ ഇതിൽ പങ്കെടുക്കുന്നുണ്ട്. പ്രാരംഭ നാളുകളിൽ ഉണ്ടായിരുന്ന ഒരു ഞങ്ങളുടെ വളരെ ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരു സഹോദരിയാണ് ആനി സിസ്റ്റർ. ആനി സിസ്റ്റർ ഞങ്ങൾ ഒരുമിച്ച് കുറച്ച് നാൾ ഇവിടെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇവിടെ പലരും പ്രവർത്തനത്തിന് വേണ്ടി ഇവിടെ പഠിക്കാനായിട്ടും മറ്റും വന്ന് അനേകർ വന്നിട്ടുണ്ട്. അങ്ങനെയാണ് ഈ കോരമംഗലയിൽ നിന്ന് മടിവാളയിലേക്ക് മാറുവാനായിട്ട് ഇടയായിത്തീർന്നത്. അതുകൂടാതെ കന്നഡക്കാരുടെ ഇടയിൽ എന്തെങ്കിലും പ്രത്യേകമായ പ്രവർത്തനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ടോ? കന്നഡക്കാരുടെ ഇടയിൽ പ്രവർത്തിക്കാൻ ആരംഭിച്ചത് 2004 ആ സമയത്തേക്ക് ഞാൻ ഭാഷ പഠിച്ചു. ഭാഷ പഠിച്ചതിന് ശേഷം
കന്നഡ, അപ്പം ആദ്യത്തെ അസംബ്ലി മലയാളം ഇംഗ്ലീഷ് മലയാളം അസംബ്ലി ആയിരുന്നു, മലയാളം ഇംഗ്ലീഷ് അസംബ്ലി ആയിരുന്നു. പിന്നീട് കന്നഡ ഇവിടുത്തുകാരുടെ ഇടയിൽ പ്രവർത്തിക്കണമെന്ന് ആഗ്രഹിച്ച് അങ്ങനെ ഭാഷ പഠിക്കുകയും 2004 മുതൽ ഇവിടെ പരിസരങ്ങളിൽ പ്രവർത്തിക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇവിടെ അടുത്തുള്ള ഒരു വില്ലേജ് ബേഗൂർ എന്ന് പറയുന്ന സ്ഥലത്ത് അവിടെ ഞങ്ങളൊരു സൺഡേ സ്കൂൾ ആരംഭിച്ചു. അതിനുശേഷം അവിടെ നിന്ന് ചിലരൊക്കെ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്നു. അങ്ങനെയാണ് ബേഗൂരിലും ഒരു കന്നഡ സഭയുണ്ട്, ഇവിടുത്തെ ഭാഷയിൽ ഒരു സഭ ബേഗൂരിലുണ്ട്. അത് ഞാനിവിടെ കന്നഡ ബൈബിൾ സ്കൂളിൽ പഠിപ്പിക്കുന്നുണ്ടായിരുന്നു. അവിടെ പഠിപ്പിച്ച ഒരു സഹോദരൻ പ്രകാശ് എന്ന് പറഞ്ഞ ഒരു സഹോദരനാണ് ഇപ്പോൾ അവിടെ ശുശ്രൂഷ ചെയ്തു വരുന്നത്. ദേവദാസന്റെ കൂടെ പല സുവിശേഷകന്മാരും വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞവർ പലരും ആദ്യത്തെ കുറച്ച് കാലങ്ങൾ ചെലവഴിച്ചിട്ടുള്ളതായി ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് ചില പള്ളിക്കുത്തിലുള്ള ടിജുമോൻ അതുപോലുള്ള പല ദേവദാസന്മാർ അവരുടെ വേലയുടെ ആരംഭ നാളുകളിൽ സഹോദരനോടൊപ്പം ചെലവഴിച്ചിട്ടുണ്ടെന്ന് കേട്ടിട്ടുണ്ട്. അങ്ങനെ പലരും സുവിശേഷകന്മാർ അവരുടെ ആദ്യ നാളുകൾ ബ്രദറിന്റെ കൂടെ ചെലവഴിച്ചിട്ടുള്ള ചിലരെയൊക്കെ ഒന്ന് ഓർക്കാമോ? ഇവിടെ പ്രവർത്തനത്തിന് എന്ന് പറഞ്ഞു പ്രവർത്തനത്തിന് വേണ്ടി വന്ന ഒരാളാണ് ടിജുമോൻ ചാക്കോ. കുറച്ച് നാൾ ഞങ്ങളോട് കൂടെ താമസിച്ച് ഇവിടെ പ്രവർത്തിച്ചു കൊണ്ടിരുന്നു. അതിനുശേഷമാണ് തൻ്റെ സ്വന്തം സ്ഥലമായ പള്ളിക്കുത്തിലേക്ക് താൻ പോകുവാനായിട്ടിടയായത്. അതുപോലെ വേറെ ഞങ്ങളോട് കൂടെ പ്രവർത്തിക്കാനായിട്ട് വന്ന മറ്റു പല സഹോദരന്മാരുണ്ട്. ഒരു ബിജു ഉണ്ട്, അതുപോലെ ഒരു ജോണുണ്ട്. ഇവരൊക്കെ ഇവിടെ വരികയും അവരെ ആ നിലയിൽ സുവിശേഷ വേലയിൽ പല സ്ഥലങ്ങളിൽ കൊണ്ടുപോവുകയും അവരോട് ആ നിലയിൽ സുവിശേഷ വേലയ്ക്ക് വേണ്ടി അവർക്ക് പ്രചോദനം നൽകുവാനും ഒക്കെ എനിക്ക് ഇടയായിത്തീർന്നിട്ടുണ്ട്. ഈ ബാംഗ്ലൂരിൽ വിദ്യാഭ്യാസത്തിന് വേണ്ടി വരുന്ന വിദ്യാർത്ഥികളുടെ ഇടയിൽ എന്തെങ്കിലും പ്രത്യേകമായ പ്രവർത്തനങ്ങൾ നടത്താനുള്ള സാഹചര്യങ്ങളൊക്കെ കിട്ടിയിട്ടുണ്ടോ? ഉണ്ട്. എനിക്ക് പ്രത്യേകിച്ച് പറഞ്ഞാൽ ഇവിടെ ഓക്സ്ഫോർഡ് കോളേജ് എന്ന് പറയുന്ന ഒരു കോളേജുണ്ട്. ആ കോളേജിൽ പഠിക്കാനായിട്ട് വരുന്ന BSc നഴ്സിംഗ് പഠിക്കാൻ വരുന്ന സിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു. അവർക്ക് അവരെ പുറത്ത് വിടില്ല, ആരാധനയ്ക്കൊന്നും അവരെ പുറത്ത് വിടില്ല. അപ്പം ഞങ്ങൾ അവിടെയുള്ള പല കോളേജുകളിൽ കോണ്ടാക്ട് ചെയ്ത് പഠിക്കാനായിട്ട് വരുന്ന സഹോദരിമാർ എല്ലാവരും കൂടെ ഈ ഓക്സ്ഫോർഡ് കോളേജിൽ ഒരു ആരാധന തുടങ്ങി. അവിടെ അങ്ങനെ ആരാധന തുടങ്ങി. ആ സഹോദരിമാർ അതിൽ സംബന്ധിക്കുകയും ചെയ്യും. അങ്ങനെ അനേക സഹോദരിമാർ അവിടെ അതിൽ പങ്കെടുക്കുവാനായിട്ട് അവിടെ ഒരു വർഷിപ്പ് ഉണ്ടായിരുന്നു. ഏതാണ്ട് ഒരു 4-5 വർഷത്തോളം അത് കണ്ടിന്യൂ ചെയ്യുവാനായിട്ട് ഇടയായി. പല കോളേജുകളിൽ പഠിക്കുന്ന സിസ്റ്റേഴ്സായിട്ടുള്ളവർ, ഞങ്ങളിവിടെ നിന്ന് 3-4 സഹോദരന്മാർ പോകും. പിന്നെ അവിടെയുള്ള സിസ്റ്റേഴ്സ് എല്ലാവരും ചേർന്ന് അങ്ങനെ ആരാധിക്കുമായിരുന്നു. അതുപോലെ തന്നെ ഇവിടെ പഠിക്കാനായിട്ട് ഒരുപാട് പഠനത്തോടും ജോലിയോടുള്ള ബന്ധത്തിൽ ഒരുപാട് യുവതിയുവാക്കന്മാർ വന്നിട്ടുണ്ട്. അവരെയൊക്കെ ആത്മീകമായി വളർത്തിയെടുക്കുവാനായിട്ട് ഒരളവിൽ എനിക്ക് സാധിച്ചിട്ടുണ്ട്. ഒരുപാട് ശിക്ഷസമ്പത്ത് ലോകത്തിന്റെ നാനാഭാഗങ്ങളിൽ ഉണ്ടല്ലേ? ഉണ്ട്. അവരെ ഇന്ന് ഇവിടെ വന്ന് ആ നിലയിൽ ആത്മീയമായി വളർന്ന് ദൈവവചനം പഠിക്കുകയും അതുപോലെ ആത്മീയമായി വളരുകയും ശുശ്രൂഷകളിൽ പങ്കാളികളാകുകയും ചെയ്ത പലരും ഇന്ന് ലോകത്തിൻ്റെ വിവിധ സ്ഥലങ്ങളിൽ സഭകളിൽ അവർ പ്രയോജനപ്പെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. ദൈവത്തിന് സ്തോത്രം. അതാണ് ബാംഗ്ലൂർ പോലുള്ള മഹാനഗരത്തിൽ എത്തിച്ചേരുന്ന വിദ്യാർത്ഥിനികൾക്ക് ഒരു സങ്കേത കേന്ദ്രമായി തീരുമ്പോൾ, അവരെ കർത്താവിൽ ബലപ്പെടുത്തുമ്പോൾ അവര് നാളെ കർത്താവിന് വേണ്ടി പ്രയോജനപ്പെടുത്താൻ കഴിയുന്നതിനുള്ള ചാരിതാർത്ഥ്യമാണ് കർത്താവിന്റെ ദാസന്റെ വാക്കുകളിലൂടെ നാം കേട്ടത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് പല സൂം മാധ്യമങ്ങളിലൊക്കെ ഇടയ്ക്ക് ബൈബിൾ ക്ലാസ്സിലും അതുപോലെ മറ്റു ശുശ്രൂഷകളിലൊക്കെ KA ഷാജിമോൻ ബാംഗ്ലൂരിൽ നിന്ന് കാണാറുണ്ട്. അപ്പോൾ അപ്രകാരമുള്ള ചില വ്യത്യസ്തങ്ങളായ ശുശ്രൂഷകൾ ചെയ്യുന്നതായിട്ട് അറിയാം. അതിനെക്കുറിച്ചൊക്കെ ഒന്ന് പറയാമോ? ഞാൻ വിവിധമായ ശുശ്രൂഷകളിൽ പങ്കെടുക്കാറുണ്ട്. അതായത് ഞാൻ ബൈബിൾ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. വിവിധ സ്ഥലങ്ങളിൽ ബൈബിൾ ക്ലാസ്, അതുപോലെ കോളേജുകളിലും ബൈബിൾ സ്കൂളുകളിലും പോയി ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ സഭകളിൽ പോയി ബൈബിൾ ക്ലാസ്സുകൾ എടുക്കാറുണ്ട്. പലയിടങ്ങളിലും ദൈവവചനം ശുശ്രൂഷിക്കുവാനുള്ള അവസരങ്ങൾ പല സഭകളും എനിക്ക് ഒരുക്കി തന്നിട്ടുണ്ട്. അത് കർണാടകത്തിലും അതുപോലെ കേരളത്തിലും ആന്ധ്രാപ്രദേശിലും ബീഹാറിലും ഒക്കെ ഇങ്ങനെ വിവിധ സ്ഥലങ്ങളിൽ പോയി ശുശ്രൂഷിക്കുവാനുള്ള അവസരങ്ങൾ എനിക്ക് ലഭിച്ചിട്ടുണ്ട്. അങ്ങനെ പലയിടങ്ങളിലും ദൈവം എന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഹിന്ദി ഭാഷക്കാർ ഒരുപാട് പേർ ബാംഗ്ലൂരിലുണ്ടല്ലോ. അവരുടെ ഇടയിൽ എന്തെങ്കിലും പ്രത്യേകിച്ച് ചെയ്യാൻ കഴിയുന്നുണ്ടോ ഹിന്ദി ഭാഷയിൽ? ഉണ്ട്. ഇവിടെ അതും ഒരു കാര്യം. ഞങ്ങൾ ഇവിടെ വന്നതിന് ശേഷം അത് നല്ലൊരു കാര്യമാണ്. ഞാൻ ആ കാര്യം വിട്ടുപോയായിരുന്നു. ഇവിടെ സഭയിൽ ഹിന്ദിക്കാർ വന്നുകൊണ്ടിരുന്നു. ഹിന്ദിക്കാർ വരുമായിരുന്നു. ഹിന്ദിക്കാർ വരുന്ന സമയത്ത് അവർക്ക് ഹിന്ദി അല്ലാതെ വേറൊരു ഭാഷ അറിയില്ല. ബീഹാറിൽ നിന്നും അതുപോലെ നോർത്ത് ഇന്ത്യയുടെ പല സ്ഥലങ്ങളിൽ നിന്ന് ജോലിയോടുള്ള ബന്ധത്തിലൊക്കെ വരുന്നവരാണ്.
ഹിന്ദി അല്ലാതെ വേറെ ഒരു ഭാഷ അവർക്ക് അറിയത്തില്ല. അപ്പോൾ ആരാധനയ്ക്ക് അവർ അവിടെയുള്ള സുവിശേഷന്മാർ എന്നെ കോൺടാക്ട് ചെയ്തിട്ട് പറയും ഇന്ന ഇവിടെ വരും എന്നൊക്കെ പറഞ്ഞ് അവരെ വരുത്താൻ ഇവിടെ പറ്റും. പക്ഷേ ഇവിടെ ഒരു ശുശ്രൂഷയും ഹിന്ദിയിലില്ല, മലയാളം ഇംഗ്ലീഷും മാത്രമേ ഉള്ളൂ. അപ്പോൾ അതവർക്ക് മനസ്സിലാകില്ല. അങ്ങനെ ഇരിക്കുമ്പോഴാണ് ബോംബെയിൽ നിന്നൊരു സഹോദരൻ ഇവിടെ വന്നു. അദ്ദേഹം ഒരു സയൻറ്റിസ്റ്റ് ആയിരുന്നു. അദ്ദേഹം ഇവിടെ വന്നതിന് ശേഷം ഇങ്ങനെ ജാർഖണ്ഡിൽ നിന്ന് ഒരു 2 പേര് ആരാധനയ്ക്ക് വേണ്ടി വന്നു. അപ്പോൾ അവർക്കൊന്നും അറിയത്തില്ല, ഹിന്ദി അല്ലാതെ ഒരു വാക്ക് അറിയത്തില്ല. അപ്പോൾ ഈ ബോംബെയിൽ നിന്ന് വന്ന സഹോദരനോട് ഞാൻ പറഞ്ഞു, സഹോദരൻ നമുക്ക് ഇവർക്ക് വേണ്ടി എന്തെങ്കിലും ഒന്ന് ചെയ്യണമല്ലോ, നമുക്കൊരു ഹിന്ദി ഒരു വർഷിപ്പ് തുടങ്ങിയാൽ അവർക്കത് പ്രയോജനമായിരിക്കും. അവരുടെ ഭാഷയിൽ പാടാനും പ്രാർത്ഥിക്കാനും സ്തോത്രം ചെയ്യാനും ആരാധിക്കാനൊക്കെ പറ്റും, അതവർക്ക് പ്രയോജനപ്പെടുമല്ലോ എന്ന് പറഞ്ഞ് അങ്ങനെ പുള്ളിയുമായിട്ട് ഷെയർ ചെയ്തിട്ടാണ് 2015 ഒരു ഹിന്ദി ഇംഗ്ലീഷ് കൂടിവരവ് ആരംഭിക്കുവാനായിട്ട് ഇടയായി. 2015 ആ കൂടിവരവ് ഇപ്പോഴും അനുഗ്രഹകരമായിട്ട് മുമ്പോട്ട് പോകുന്നു. അപ്പൊ എത്ര ഭാഷകൾ ദൈവനാമഹത്വത്തിനായിട്ട് ഒരുപോലെ പ്രയോജനപ്പെടുത്താൻ ദൈവം സഹോദരനെ സഹായിക്കുന്നുണ്ട്? ഞാൻ ഇപ്പം എനിക്ക് ഹിന്ദി കുറച്ചൊക്കെ കൈകാര്യം ചെയ്യാൻ പറ്റും. അതുപോലെ കന്നഡ, മലയാളം, തമിഴ്, ഇംഗ്ലീഷ് ഈ ഭാഷകളൊക്കെ എനിക്ക് കൈകാര്യം ചെയ്യാനായിട്ട് പറ്റും. ദൈവത്തിന് സ്തോത്രം. ബാംഗ്ലൂർ പോലുള്ള ഒരു മഹാനഗരത്തിൽ കർത്താവിന്റെ വേല ചെയ്യുമ്പോൾ ഏറ്റവും അത്യന്താപേക്ഷിതമായ ഒരു ഘടകമാണ് വ്യത്യസ്ത സംസ്കാരത്തിലും വ്യത്യസ്ത ഭാഷയിലുമുള്ള ആൾക്കാരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളത്. അതിനാവശ്യമായ ഭാഷയും കർത്താവിന്റെ ദാസന് വികസിപ്പിച്ചെടുക്കാൻ സ്വർഗത്തിലെ ദൈവം ശക്തി നൽകി. അത് ഇടതടവില്ലാതെ ദൈവനാമഹത്വത്തിനായിട്ട് പ്രയോജനപ്പെടുത്തുന്നതുകൊണ്ട് വളരെ സന്തോഷം. അതിൽ വർദ്ധിച്ചു വരുവാൻ ദൈവം ധാരാളം അവസരങ്ങളെ നൽകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. ഇനി ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന ചോദ്യം 2 കണ്ണുനീർ അനുഭവങ്ങളെ കുറിച്ചിട്ടാണ് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത്. ഒന്ന്, ഒരു സന്തോഷ കണ്ണുനീരിന്റെ അനുഭവം, അതാണ് ഞാൻ ആദ്യം ചോദിക്കുന്നത്. അതിന്റെ ഉത്തരം കേട്ടതിന് ശേഷം സങ്കട കണ്ണുനീരിന്റെ ഒരു അനുഭവത്തെ കുറിച്ച് ചോദിക്കാം. അതായത് ബാംഗ്ലൂർ പോലുള്ള ഒരു മഹാനഗരത്തിൽ വിശ്വാസത്തിന്റെ വേല, ഒറ്റയ്ക്ക് തന്നെ ഒരാൾക്ക് ജീവിക്കാൻ ഒരുപാട് സാമ്പത്തിക ചെലവുകളുള്ള ഒരു മഹാനഗരം, അപ്രകാരമുള്ള ഒരു നഗരത്തിൽ വിശ്വാസത്തിന്റെ വേല കുടുംബജീവിതവുമായി മക്കളുടെ കാര്യങ്ങളെല്ലാം ചെയ്ത് മുന്നോട്ടേക്ക് പോകുമ്പോൾ തക്ക സമയത്തുള്ള ദൈവത്തിന്റെ കരുതലുകൾ കണ്ട് ദൈവസന്നിധിയിൽ നന്ദി നിറഞ്ഞ ഹൃദയത്താൽ കണ്ണു നിറഞ്ഞു പോയിട്ടുള്ള, അതായത് സന്തോഷം കൊണ്ട് കണ്ണു നിറഞ്ഞു പോയിട്ടുള്ള, ദൈവത്തിന്റെ വിശ്വസ്തതയോർത്ത് ദൈവത്തെ മതിമറന്ന് സ്തുതിച്ചിട്ടുള്ള നിരവധി അനുഭവങ്ങൾക്കാണ്. അതിൽ ഏറ്റവും മറക്കാനാവാത്തൊരു സന്തോഷ കണ്ണുനീരിന്റെ അനുഭവം ഞങ്ങളുമായിട്ട് പങ്കുവെക്കുക. ഞങ്ങളുടെ വിശ്വാസ ജീവിതത്തിന് അതൊരു ബലമായി തീരട്ടെ, ഒരു ഉത്തേജനമായി തീരട്ടെ. ഞാൻ പറഞ്ഞ പോലെ ഞാൻ ഫാമിലിയായിട്ട് ഞങ്ങളിവിടെ വരുന്ന സമയത്ത് ഞങ്ങളെ ആർക്കും അധികം അറിയത്തില്ല. അതുപോലെ തന്നെ പിന്നെ അന്ന് ഈ ഫണ്ടുകളെക്കുറിച്ചൊന്നും എനിക്കും ഒരു അറിവില്ല, ഫണ്ടുകളോ അങ്ങനെയുള്ള ഒരു സാഹചര്യങ്ങളുമില്ല. ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിഞ്ഞ സമയത്ത് ചില തീരുമാനങ്ങൾ വ്യക്തിപരമായിട്ട് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. അത് ഒന്ന്, ഞാൻ ആരോടും കടം മേടിക്കില്ല എന്നുള്ള ഒരു തീരുമാനമാണ്. രണ്ടാമത്തെ തീരുമാനം എന്ന് പറയുന്നത്, ഒരു സഭകളിലും എന്നെ ഒരു ശുശ്രൂഷയ്ക്ക് വിളിക്കാതെ ഞാൻ വിസിറ്റ് ചെയ്യത്തില്ല എന്നുള്ളതാണ്. മൂന്നാമത്തെ ഒരു തീരുമാനം എന്ന് പറയുന്നത്, ഞാൻ എടുത്തത് പിന്നെ എൻ്റെ മിനിസ്ട്രിയെക്കുറിച്ച് ഞാൻ പബ്ലിസിറ്റി ഒന്നും ചെയ്യത്തില്ല. അതുപോലെ മറ്റൊരു കാര്യം, ഞാൻ എൻ്റെ പേഴ്സണൽ നീഡ് ഒരു മനുഷ്യനോടും പറയത്തില്ല. ഇങ്ങനെയുള്ള വ്യക്തിപരമായ ചില തീരുമാനങ്ങൾ ഞാൻ എടുത്തിരുന്നു. അപ്പോൾ അങ്ങനെയുള്ള ഒരു തീരുമാനം എടുത്തതുകൊണ്ട് തന്നെ വളരെ പ്രയാസങ്ങൾ പ്രാരംഭകാലങ്ങളിൽ അനുഭവിക്കുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഒരു പ്രാവശ്യം ഞങ്ങൾ പിന്നെ വീടിന് വാടക കൊടുക്കണം. അപ്പം ഞങ്ങൾ താമസിക്കുന്ന ഒരു തെലുങ്ക് ഫാമിലി, തെലുങ്കരുടെ വീട്ടിലാണ്, ആന്ധ്രക്കാരുടെ. അവർ ഈ വളരെ പൈസയുടെ കാര്യത്തിലൊക്കെ വളരെ സ്ട്രിക്റ്റാണ്. ഒരു പ്രാവശ്യം പിന്നെ എൻ്റെ ആവശ്യങ്ങൾ വീട്ടിൽ ചോദിച്ചാൽ തരും, പക്ഷെ ഞാൻ വീട്ടിൽ പോലും എൻ്റെ പേരൻസിനോട് പോലും ചോദിച്ചിട്ടില്ല. പക്ഷേ ഈ വാടക കൊടുക്കാനായിട്ട് വളരെ പ്രയാസപ്പെട്ടിരിക്കുക. അപ്പം വാടക കൊടുക്കേണ്ട ദിവസം വന്നു. വാടക കൊടുക്കേണ്ട ദിവസം വന്ന സമയത്ത് ചെറിയ വാടകയേ ഉള്ളൂ, പക്ഷെ അത് കൊടുക്കാനായിട്ട് പണമില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഈ വീട്ടോണർ താഴെ താമസിക്കുന്നു, ഞങ്ങൾ മുകളിൽ താമസിക്കുന്നു. അപ്പോൾ ഈ വീട്ടോണർ ജോലിക്കാരൻ, അയാൾ 5 മണിക്ക് വന്നു കഴിഞ്ഞാൽ അയാൾക്ക് കൊടുക്കണം കാശ്. അയാൾ ചിലപ്പോൾ വിളിച്ച് ചോദിച്ചാൽ കാശ് കൊടുക്കണം, അല്ലെങ്കിൽ പിന്നെ അവർ പറയുന്നത് നമ്മൾ കേൾക്കണം. അപ്പോൾ അങ്ങനെ വളരെ വിഷമിച്ചിരിക്കുന്ന ഒരു സമയം. അപ്പോൾ ഈ ഓണർ വരുന്നതിന് മുമ്പ്, വീട്ടോണർ വരുന്നതിന് മുമ്പ് ഞാൻ ഷീബോട് പറഞ്ഞു, ഷീബൻ കുഞ്ഞും റൂമിലുണ്ട്, ഞാൻ ഷീബോട് പറഞ്ഞു, ഞാൻ പുറത്തേക്കൊന്ന് ഇറങ്ങി, എനിക്ക് ആ മനുഷ്യനെ ഫേസ് ചെയ്യാൻ പറ്റത്തില്ലെന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ പുറത്തേക്ക് ഇറങ്ങി. ഈ വീടിൻ്റെ ഫ്രണ്ട് സൈഡിൽ റോഡുണ്ട്, ഈ റോഡിൽ കൂടെ ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും കുറച്ച് നേരം പ്രാർത്ഥിച്ചുകൊണ്ട് നടന്നിട്ട് ഞാൻ ഇങ്ങനെ ഒരു കോർണറിൽ വന്ന് നിൽക്കുക. അപ്പം ആ കോർണറിൽ വന്ന് നിൽക്കുന്ന സമയത്ത്
ഇവിടെ പഠിക്കാനായിട്ട് വന്ന ഒരു സഹോദരൻ, അദ്ദേഹം പഠിച്ചുകൊണ്ടിരിക്കുക. അദ്ദേഹം പിന്നെ നാട്ടിൽ പോയിട്ട് വന്ന് എന്നെ കാണാനായിട്ട് വീട്ടിലേക്ക് വരിക. അപ്പോൾ ഞാൻ ഈ കോർണറിൽ ഇങ്ങനെ നിൽക്കുക. വാസ്തവത്തിൽ അന്നൊരു പാല് പോലും ഞങ്ങൾ മേടിച്ചിട്ടില്ല അന്നത്തെ ദിവസത്തിൽ. അങ്ങനെ ഒരു സന്ദർഭമായിരുന്നു. അപ്പോൾ എന്നോട് ചോദിച്ചു, ഈ വന്ന സഹോദരൻ, ഈ പഠിക്കാൻ വന്ന മോൻ എന്നോട് ചോദിച്ചു, അങ്കിൾ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഇല്ല ഒന്നുമില്ല മോനെ, ചുമ്മാ ഇവിടെ വന്ന് നിന്നാന്ന് പറഞ്ഞു. അപ്പം എന്നോട് പറഞ്ഞു, ഞാൻ അങ്കിളുടെ വീട്ടിലേക്ക് വരിക എന്ന് പറഞ്ഞു. അപ്പം ഞാൻ പിന്നെ മോനെ വിളിച്ചുകൊണ്ട് വീട്ടിലേക്ക് പോയി വീട്ടിൽ ചെന്നപ്പം കാപ്പിയൊന്നും ഇട്ട് കൊടുക്കാനായിട്ടില്ല. അപ്പം ഞാൻ ചോദിച്ചു, കട്ടൻ കാപ്പി എടുത്തേ എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു, വേണ്ട അങ്കിളെ, വേണ്ട. അവർ അങ്ങനെ കുടിച്ച ശീലമില്ലാത്ത. അപ്പോൾ പറഞ്ഞു, വേണ്ട അങ്കിളെ, കാപ്പിയൊന്നും വേണ്ടെന്ന് പറഞ്ഞു. അങ്ങനെ ഇരുന്ന് കുറച്ചു നേരം സംസാരിച്ച് കഴിഞ്ഞിട്ട് ഈ സഹോദരൻ പോകാനായിട്ട് ഇറങ്ങുന്ന സമയത്ത് എന്നോട് പറഞ്ഞു, എൻ്റെ പോക്കറ്റിലൊരു കവറിട്ട് തന്നിട്ട് പറഞ്ഞു, നിങ്ങൾ ഇത് ഡാഡി തന്ന എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് ആ മോൻ പോയി കഴിഞ്ഞ് ഞങ്ങൾ ആ കവർ തുറന്നു നോക്കിയപ്പോൾ ആ വാടക കൊടുക്കാനുള്ള എക്സാക്റ്റ് എമൗണ്ട്, ഒരു പൈസ കൂടുതലുമില്ല, ഒരു പൈസ കുറവുമില്ല, 1 രൂപ കുറവുമില്ല, ആ കറക്റ്റ് എമൗണ്ട് അന്ന് ലഭിക്കുവാനിടയായി. അതൊരിക്കലും മറക്കാതെ പറ്റാത്തൊരു സന്ദർഭമായിരുന്നു. അത് 98-ലാണ് അങ്ങനെ ഒരു സംഭവം ഉണ്ടായത്. ദൈവം വളരെ അത്ഭുതകരമായിട്ട്, കടക്കാരനല്ല എന്നും ദൈവം ആർക്കും ബാധ്യതയല്ല എന്നുമുള്ള ദൈവത്തിന്റെ ദാസന്മാരോട് ദൈവം കൃത്യമായിട്ട് ന്യായമായത് വേണ്ടത് നൽകി ലജ്ജിക്കാനിടവരാതെ വിളിച്ച ദൈവം വിശ്വസ്തനാണെന്നുള്ള ആ വാക്കുകൾ അദ്ദേഹം പണ്ട് കണ്ണു നിറഞ്ഞ കാര്യമാണ്. അതാണ് ഞാൻ ചോദിച്ചത്. ആ ചോദ്യം ഇപ്പോഴും പറയുമ്പോൾ, ഉത്തരം പറയുമ്പോഴും കണ്ണു നിറയുക എന്ന് പറഞ്ഞാൽ കർത്താവിനെ ആസ്വദിക്കുന്നതിന്റെ ഒരു പ്രത്യേകത. ഒരു പാട്ട് നാം പാടുന്നുണ്ട്, യേശുവിൽ സ്നേഹം എന്തെന്ന് ചൊല്ലുവാൻ ആസ്വദിച്ചോർക്കല്ലാതെ മറ്റാർക്കും അസാധ്യം എന്നറിയുക. അപ്പൊ കർത്താവിന്റെ സ്നേഹത്തെയും കരുതലിനെയും ആസ്വദിച്ചറിയുന്നതിനേക്കാൾ വലിയൊരു ഭാഗ്യം ഈ ഭൂമിയിൽ ഒന്നുമില്ല. എത്ര കോടി ശമ്പളം കിട്ടുന്ന ജോലി ചെയ്താലും ഈ ഒരു ഭാഗ്യം, ഈ ഒരു ആസ്വാദനം കിട്ടണമെന്ന് യാതൊരു നിർബന്ധവുമില്ല. അതാണ് ദൈവദാസന്മാരുടെ ദൈവാശ്രയത്തിന്റെ ഏറ്റവും വലിയ ധൈര്യവും അവരെ മുന്നോട്ട് നയിക്കുന്ന ചാലക ശക്തി. കർത്താവിന്റെ ദാസന്റെ ജീവിതാനുഭവത്തെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. ഇപ്രകാരം സമാന ജീവിതാനുഭവങ്ങളിലൂടെ പോയിട്ടുള്ള എല്ലാ ദൈവദാസന്മാരെയും ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. മാത്രമല്ല, ദൈവമക്കളുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാകും. അതിനെ ഒരിക്കലും നിഷേധിച്ചുകൊണ്ടോ തള്ളിക്കളഞ്ഞുകൊണ്ടോ അല്ല സംസാരിക്കുന്നത്. ദൈവം ആർക്കും കടക്കാരനല്ല. ഇനി ഞാൻ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നത്, ബുദ്ധിമുട്ട് ഉണ്ടെങ്കിൽ പറയണ്ട. പലപ്പോഴും നമ്മൾ എം ഇ ചെറിയ സാർ പാടിയതുപോലെ ഉറ്റവരായാലും ഉത്തമരായാലും തെറ്റിദ്ധരിപ്പതിയും അർത്ഥ സ്വഭാവമാണ്. ദൈവദാസന്മാരുടെ ശുശ്രൂഷ ഒരുപാട് തെറ്റിദ്ധാരണകൾക്കും ഒരുപാട് നിരാശകൾക്കും ഒരുപാട് നൊമ്പരങ്ങൾക്കും ഒരുപാട് ഒറ്റപ്പെടലുകൾക്കൊക്കെ മാനസികമായ സമ്മർദ്ദങ്ങൾക്കൊക്കെ കാരണമായി തീരാറുണ്ട്. പ്രത്യേകിച്ച് ഇടയ പരിപാലന ശുശ്രൂഷയൊക്കെ നമ്മൾ ചെയ്യേണ്ടി വരുമ്പോൾ മറ്റുള്ളവർ ഉറങ്ങിയാലും ഉറക്കം നഷ്ടപ്പെട്ട് ദൈവസന്നിധിയിൽ നെഞ്ചുരുകി കരയേണ്ട സങ്കടവേളകൾ ദൈവദാസന്മാരുടെ ജീവിതത്തിൽ ധാരാളമുണ്ട്. അത് കർത്താവിന്റെ വേലയിൽ സഭാ ശുശ്രൂഷ ചെയ്യുന്ന ദേവദാസന്മാർക്കെല്ലാം ഉള്ളതാണ്. അത് അവർക്ക് അനുവദിച്ചിട്ടുള്ള ഒരു കാര്യവുമാണ്. അതിൽ നിന്ന് രക്ഷപ്പെടാൻ കഴിയുകയില്ല. പക്ഷെ അപ്രകാരമുള്ള ചില ജീവിത സാഹചര്യങ്ങളിൽ ദൈവിക സമാധാനം നമ്മൾ അനുഭവിക്കുന്ന ജീവിത മുഹൂർത്തങ്ങളുണ്ട്. ദൈവത്തിന്റെ ആശ്വാസം പ്രാപിക്കുന്ന ജീവിത മുഹൂർത്തങ്ങളുണ്ട്. അപ്രകാരമുള്ള ഒരു ജീവിത സാഹചര്യത്തിൽ സഹോദരനെ ദൈവം പഠിപ്പിച്ച ചില പാഠങ്ങളുണ്ട്. അപ്പൊ അങ്ങനെയുള്ള ചില സംഭവങ്ങളും അതിന്റെ മധ്യത്തിൽ ദൈവം അനുഭവം നൽകിയ സമാധാനവും അതിലൂടെ പഠിച്ച ആത്മീക പാഠവും ദൈവദാസന്മാർക്കും അവരുടെ കുടുംബങ്ങൾക്കും തീർച്ചയായിട്ടും ഒരു വെല്ലുവിളിയായിരിക്കും. അത് പറയാൻ ബുദ്ധിമുട്ടില്ലെങ്കിൽ ഞാൻ നിർബന്ധിക്കില്ല, കാര്യം അത് തുറന്നു പറയാവുന്നതാണ്. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ഈ എൻ്റെ മിനിസ്ട്രിയെക്കുറിച്ചോ അല്ലെങ്കിൽ ആരോടും അങ്ങനെ കടം മേടിക്കുകയോ എൻ്റെ ആവശ്യങ്ങൾ അറിയിക്കുകയോ ഒന്നും ചെയ്യത്തില്ലെന്ന് പറഞ്ഞല്ലോ. എൻ്റെ ജീവിതത്തിൽ എനിക്ക് വളരെ വളരെ സ്ട്രോങ് ആയിട്ടുള്ള ഒരു തീരുമാനമാണ് സാക്ഷ്യത്തോടു കൂടെ ജീവിക്കണം എന്നുള്ളത്. അതിനുവേണ്ടി ഏത് ത്യാഗവും സഹിക്കാൻ ഞാൻ തയ്യാറാണ്. ആ നിലയിൽ ഒരു സാക്ഷ്യ ജീവിതം അത് ഞാൻ എല്ലാവരോടും പറയുകയും ചെറുപ്പക്കാരോടൊക്കെ പറയുമ്പോൾ ഞാൻ ക്ലാസ് എടുക്കുമ്പോഴും പറയാറുണ്ട്, നമുക്ക് ഈ ലോകത്തിൽ നേടാവുന്നതിൽ ഏറ്റവും വലിയൊരു സമ്പാദ്യം എന്ന് പറയുന്നത് ഒരു നല്ല സാക്ഷ്യമാണ്, ഗുഡ് റെപ്യൂട്ടേഷൻ എന്നുള്ളത് ഞാൻ പറയുക. ആ നിലയിൽ തന്നെ
ഞാൻ ജീവിക്കാനായിട്ട് ശ്രമിക്കുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ചില പ്രതിസന്ധികൾ എൻ്റെ ജീവിതത്തിൽ വന്നിട്ടുണ്ട്. നമ്മൾ സാധാരണ പറയുമല്ലോ, കുതിര എത്ര നന്നായി വണ്ടി വലിച്ചാലും ചാട്ടവാറടി കൊള്ളണം എന്ന് പറഞ്ഞ പോലെ, ഇപ്പം അഗസ്റ്റിൻ ബ്രദർ പറഞ്ഞ പോലെ സുവിശേഷന്മാർക്ക് തീർച്ചയായിട്ടും അങ്ങനെയുള്ള പ്രയാസങ്ങളുണ്ടാകും. എനിക്ക് 98 അങ്ങനെ ഒരു അനുഭവം ഉണ്ടായി. ഞാൻ വളരെ പ്രശ്നങ്ങൾ, പ്രയാസങ്ങൾ കൂടെ അനുഭവിച്ച ഒരു സമയമുണ്ടായി. അങ്ങനെ ആ സമയത്ത് ഞാൻ തിരിച്ചു പോയാലോ എന്ന് പോലെ എനിക്ക് പ്രയാസമുണ്ടായ ഒരു സമയമുണ്ടായിരുന്നു. എന്ന് പറഞ്ഞാൽ ബാംഗ്ലൂരിൽ നിന്ന് തിരിച്ച് എൻ്റെ സ്വന്തം സ്ഥലത്തേക്ക് പോയാലോ എന്ന് ചിന്തിക്കുകയും അങ്ങനെ വളരെ ഭാരപ്പെടുകയും ചെയ്ത ഒരു സമയമുണ്ടായിരുന്നു. അന്ന് രാത്രിയിൽ ദൈവത്തിൻ്റെ വചനം എന്നോട് ദൈവം സംസാരിച്ചു. അത് അപ്പോസ്തലപ്രവൃത്തി 18-ാം അധ്യായം അതിൻ്റെ 9-ഉം 10-ഉം വാക്യങ്ങളായിരുന്നു. ഞാൻ ആ ദൈവവചനം വായിച്ചപ്പോൾ എനിക്ക് കിട്ടിയ വാക്യമാണത്. അതിങ്ങനെയായിരുന്നു: രാത്രിയിൽ കർത്താവ് ദർശനത്തിൽ പൗലോസിനോട്, നീ ഭയപ്പെടാതെ പ്രസംഗിക്ക, മിണ്ടാതിരിക്കരുത്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, ആരും നിന്നെ കയ്യേറ്റം ചെയ്ത് ദോഷപ്പെടുത്തുകയില്ല, ഈ പട്ടണത്തിൽ എനിക്ക് വളരെ ജനമുണ്ട് എന്ന് അരുളി ചെയ്തു. ഈ വാക്യമാണ് വാസ്തവത്തിൽ എന്നെ വീണ്ടും ഇവിടെ സുവിശേഷ വേലയിൽ തുടരാനായിട്ട് സഹായിച്ചത്. അങ്ങനെ ഞാൻ കർത്താവിൻ്റെ വേലയിൽ ഞങ്ങൾ തുടർന്നുകൊണ്ടിരുന്നു. ഞങ്ങൾക്ക് പല സന്ദർഭങ്ങളിൽ എന്ന് പറഞ്ഞാൽ സഭയൊക്കെ വളരുകയും വളരെ സന്തോഷകരമായിട്ടും സഭ വളർന്ന് 100-120 പേര് വരെ ഉള്ള സഭ ആ നിലയിൽ വളരുവാനൊക്കെ ദൈവം സഹായിച്ചിട്ടുണ്ട്. അങ്ങനെയുള്ള സമയത്തും ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുണ്ട്. നമ്മൾ ഒരുപക്ഷെ ചിന്തിക്കാത്ത നിലയിൽ നമ്മളെ കുറിച്ച് പറയുകയും അല്ലെങ്കിൽ നമ്മളെ എന്നെ ഉപദ്രവിക്കുകയും ചെയ്ത അനുഭവം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. അപ്പോഴും ഞാൻ ഇങ്ങനെ വളരെ അഗസ്റ്റിൻ ബ്രദർ പറഞ്ഞ പോലെ എനിക്ക് ഉറക്കമില്ലാത്ത രാത്രികൾ ഉണ്ടായിട്ടുണ്ട്. ഒരു സഭയെ സംബന്ധിച്ച്, ഒരു സഭയുടെ പരിപാലകനാണ് അതിൻ്റെ വ്യക്തമായ ആ വേദന അറിയുള്ളൂ. സാധാരണ നമ്മൾ പറയില്ലേ, ഞാൻ എപ്പോഴും ഓർക്കാറുള്ള ഒരു കാര്യമുണ്ട്. ശലോമോൻ്റെ അടുക്കൽ വന്ന അമ്മമാര്, അതിൽ ഒരമ്മ പറഞ്ഞു, കുഞ്ഞിനെ കൊല്ല്, രണ്ടാക്ക്, ഞങ്ങൾക്ക് 2 പേർക്കും തരാം. പക്ഷെ ഒരമ്മ, പ്രസവിച്ച അമ്മ പറഞ്ഞു, കുഞ്ഞിനെ കൊല്ലണ്ട, എൻ്റെ കുഞ്ഞാണെങ്കിൽ അവൾക്ക് കൊടുത്തേരെ, അവൾ വളർത്തിയോട്ടെ, കുഞ്ഞിനെ കൊല്ലണ്ട എന്നുള്ള ആ ഒരു ചിന്തയിൽ പറഞ്ഞതുപോലെ നമ്മൾ സ്നേഹിക്കുകയും നമ്മുടെ ജീവിതം കർത്താവിന് വേണ്ടി ചിലവാക്കി സഭയെ സ്നേഹിക്കുകയും സഭയ്ക്ക് വേണ്ടി ജീവിക്കുകയും ചെയ്യുന്ന സന്ദർഭത്തിൽ അങ്ങനെയുള്ള തിക്താനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നത് വളരെ പ്രയാസകരമായ കാര്യമാണ്. ഉറങ്ങാത്ത രാത്രികൾ, അതുപോലെ വിശപ്പില്ലാത്ത ദിവസങ്ങൾ, ആഹാരം കഴിക്കാത്ത ദിവസങ്ങളൊക്കെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. അങ്ങനെയുള്ള സന്ദർഭങ്ങളിലൊക്കെ ദൈവവചനമാണ് എന്നെ ധൈര്യപ്പെടുത്തിയിട്ടുള്ളത്. അത് ഞാൻ അപ്പോസ്തല പ്രവൃത്തിയിൽ ഞാൻ വായിച്ചല്ലോ, അതുപോലെ തന്നെ എന്നെ ധൈര്യപ്പെടുത്തിയ ഒരു വാക്യമാണ് യെശയ്യാപ്രവചനം 41-ാം അധ്യായം അതിൻ്റെ 10-ാം വാക്യം. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാകുന്നു, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എൻ്റെ നീതിയുള്ള വലങ്കൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങും. ആ വചനം എനിക്ക് വളരെയധികം ധൈര്യം തരികയും എന്നെ ഉറപ്പിക്കുകയും ചെയ്തു. മനുഷ്യർ നമ്മളെ തള്ളിക്കളഞ്ഞാലും തള്ളിക്കളയാത്തൊരു കർത്താവുണ്ട്. പൗലോസ് പറഞ്ഞു, എല്ലാവരും എന്നെ വിട്ടുപോയി, ലൂക്കോസ് മാത്രമേ എന്നോട് ശേഷിക്കുന്നുള്ളൂ എന്നുള്ളൊരു കാര്യം നമ്മൾ തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം 4-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പൗലോസിന് പോലും അങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ ഉണ്ടായി. അപ്പോൾ പൗലോസ് പറഞ്ഞല്ലോ, ക്രിസ്തുയേശുവിൽ ഭക്തിയോടെ ജീവിക്കുവാൻ ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഉപദ്രവം ഉണ്ടാകും. അത് നമ്മുടെ ജീവിതത്തിൻ്റെ ഒരു വശമാണെന്ന് മനസ്സിലാക്കി ആ നിലയിൽ കർത്താവിനെ സ്നേഹിച്ച് കർത്താവിന് വേണ്ടി ജീവിതത്തിൻ്റെ അന്ത്യം വരെയും ജീവിതം കർത്താവിന് വേണ്ടി ചെലവഴിക്കണം, അന്ത്യശ്വാസം വരെ എന്നെ സ്നേഹിച്ച് എനിക്ക് വേണ്ടി ജീവൻ തന്ന ആ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നുള്ള ആഗ്രഹത്തിൽ ശുശ്രൂഷയിൽ തുടരുന്നു. പ്രതികൂലങ്ങളുടെ, പ്രയാസങ്ങളുടെ വേളകൾ ഉണ്ടായിട്ടുണ്ട്. എന്നാൽ ഇന്ന് അതിൽ തളർന്നു പോകുന്നില്ല. കർത്താവ് തരുന്ന ആയുഷ് കർത്താവിന് വേണ്ടി മാത്രം ജീവിക്കണമെന്നുള്ള ചിന്തയിലും ആ താല്പര്യത്തിലും മുമ്പോട്ട് പോവുകയാണ്. നമ്മൾ പാടുന്നൊരു പാട്ടിന്റെ വരി എങ്ങനെയാണ്: അവനീ തലത്തിൽ അപമാനം നമുക്ക് അവകാശം എന്നോർത്തിടണം, അവനായി കഷ്ടത ഏൽക്കുകിൽ തേജസ്സിൽ അനന്ത യുഗകാലം വാണിടുന്നു. ഞാൻ ഈ ചോദ്യം ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ സിസ്റ്ററോട് എനിക്കൊരു ചോദ്യം ചോദിക്കാനുണ്ടായി. പെട്ടെന്നൊരു പ്രേരണ എൻ്റെ മനസ്സിലേക്ക് വന്നു. കാരണം 2 വ്യത്യസ്തങ്ങളായ കണ്ണീർ അനുഭവങ്ങളെ കുറിച്ചാണ് നമ്മളിപ്പോൾ ചർച്ച ചെയ്തത്. അപ്പോൾ ഈ 2 കണ്ണീർ അനുഭവങ്ങളിലൂടെ കർത്താവിന്റെ ദാസൻ കടന്നു പോകുമ്പോൾ അദ്ദേഹത്തിന്റെ സുഖവും ദുഃഖവും എല്ലാം പങ്കിടുന്ന വ്യക്തി എന്നുള്ള നിലയിൽ അതിൻ്റെ എല്ലാവിധമായ വൈകാരിക തലങ്ങളും പ്രിയ സഹോദരിയുടെ ജീവിതത്തിലും ഉണ്ടാകും. സഹോദരി പതറിപ്പോയ നിമിഷങ്ങൾ ഒരുപക്ഷെ കാണാം.
പക്ഷെ എങ്ങനെയാ സഹോദരി ഇതിനെ അതിജീവിച്ചത്? ദൈവം അതിന് വലിയ കൃപ തന്നു. പ്രാർത്ഥന എന്നൊരു ഓക്കെ, ദൈവം അതിന് കൃപ അതിലൂടെ തന്ന് നമ്മെ മാത്രം. ബലപ്പെടുത്തുന്നു. അത് മാത്രമല്ല ചാച്ച ഇപ്പോൾ ഓർപ്പിച്ചതുപോലെ അനേക ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക്, എനിക്കറിയില്ല അതെ, നമ്മളങ്ങനെ കാണാതൊന്നും പഠിച്ചു വെക്കുന്ന വാക്യങ്ങളൊന്നുമല്ല. പക്ഷെങ്കിൽ അങ്ങനെ ദൈവവചനം നമ്മുടെ ജീവിതത്തിലേക്ക് ദൈവം ആവശ്യമുള്ള സമയത്ത് തരും. ഞാൻ ചിലപ്പോൾ ഓർപ്പിച്ച പോലെ കണ്ണീരിൻ്റെ സമയത്തിൽ കൂടെ എന്നുവെച്ചാൽ നമ്മളെ സ്നേഹിക്കുകയും സ്നേഹിക്കുകയും നമ്മളെ സ്നേഹിക്കുമെന്ന് നമ്മൾ വിചാരിച്ചിരുന്നതായിരിക്കാം. അല്ലെ നമ്മൾ ആത്മാർത്ഥമായി സ്നേഹിക്കുന്നവരൊക്കെ നമ്മളെ വിട്ടുപോവുക, അല്ലെങ്കിൽ നമ്മളറിയാത്ത കാര്യത്തിന് പോലും നമ്മളെ പറ്റി അപവാദമോ അവമാനമോ ഒക്കെ പറയുമ്പോൾ, അതും സുവിശേഷ വേലയിലായിരിക്കും, ഒരു സഭയോടുള്ള ബന്ധത്തിലൊക്കെ ആയിരിക്കുമ്പോൾ നമ്മൾ സാധാരണ വിശ്വാസികളെ പോലെ അല്ലല്ലോ. അത് പെട്ടെന്ന് അത് സ്പ്രെഡ് ചെയ്യുകയും പേഴ്സണലി അറിയാത്തവർ പോലും കാര്യങ്ങളെ ഒന്നും ഗ്രഹിക്കാതെ വളരെ ആ നിലയിൽ ഇതൊക്കെയും ചെയ്യുമ്പോൾ നമ്മുടെ പേഴ്സണൽ കാര്യത്തിലല്ല, സഭയോടുള്ള ബന്ധത്തിൽ എന്ന് വെച്ചാൽ ഇത്രയും അധ്വാനിച്ച് കഷ്ടപ്പെട്ട് ആ നിലയിൽ സഭയെ വളർത്തിക്കൊണ്ട് വരുമ്പോഴും അതുപോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ സ്നേഹിക്കുന്നവരും ഒക്കെ നമ്മളെ ഇങ്ങനെ വിട്ടൊക്കെ പോകുമ്പോൾ നമുക്ക് പ്രയാസമുണ്ട്. ഞങ്ങൾ കൂടുതൽ ഞങ്ങളുടെ മക്കളെക്കാട്ടിലും ഉപരിയായിട്ട് ദൈവവേലയാണ് ഞങ്ങൾ സ്നേഹിച്ചിട്ടും അവരുടെ ഇപ്പോൾ ഞങ്ങളുടെ മക്കളുടെയൊക്കെ ആവശ്യത്തിൽ ഞങ്ങൾ സാധാരണ ദൈവത്തോടെ പല പിടിച്ചു ചോദിച്ചൊന്നും അങ്ങനെയൊന്നും മേടിക്കുന്ന ഒരു വ്യക്തികളല്ല ഞങ്ങൾ. ദൈവഹിത പ്രകാരം അവർ മുമ്പോട്ട് പോകണമെന്നുള്ളതാണ്. അവർ അതിനേക്കാട്ടിലുപരിയാണ് ദൈവവേല എന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിൽ അന്ന് മുതൽ ഉണ്ടായിരുന്നത്. അപ്പോൾ ആ നിലയിൽ ആ പ്രശ്നങ്ങളെയൊക്കെ തരണം ചെയ്യാനായിട്ട് സാധിച്ചത് പ്രാർത്ഥന, അതുപോലെ തന്നെ ദൈവവചനം. ദൈവം നമ്മളെ ഈ ചില സമയത്ത് എനിക്കുള്ള അനുഭവം, ഞാൻ അച്ഛനോട് അത് ചോദിക്കുകയുണ്ടായി. ഈ ഒരു നമ്മൾ ഉറക്കത്തിൽ നമ്മളെ തട്ടി വിളിക്കുന്ന പോലെ ഒരു അനുഭവമുണ്ട്. ചിലപ്പോൾ എൻ്റെ പേര് വിളിക്കുക, അപ്പോൾ ഞാൻ വിചാരിക്കും ചാച്ചനായിരിക്കും വിളിക്കുന്നതെന്ന്. അത് പറഞ്ഞാൽ നമ്മളതിങ്ങനെ വിശ്വസിക്കുമോ? ബ്രദർകാരൊക്കെ ആ നിലയിൽ ഇത് ചെയ്യുമെന്നൊന്നും എനിക്കറിയത്തില്ല. നമ്മളെ തട്ടി വിളിക്കും, ചിലപ്പോൾ നമ്മളെ ഇങ്ങനെ കൈ വിളിക്കുന്ന പോലെ ഒരു അനുഭവം. അത് അപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചു ആ സമയത്ത് നമ്മൾ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുക എന്നുള്ളതാണ്. അല്ല എഴുന്നേറ്റോ കിടക്കയിൽ തന്നെയോ നമുക്ക് ചിലപ്പോൾ അത്ര ക്ഷീണം കൊണ്ട് എഴുന്നേക്കാൻ പറ്റുന്നില്ലായിരിക്കും. അപ്പോൾ ഞാൻ ചാച്ചനോട് ഇത് ഷെയർ ചെയ്യുകയുണ്ടായി കഴിഞ്ഞു. പല അനുഭവം എൻ്റെ ജീവിതത്തിൽ ആ നിലയിൽ ഉണ്ടായിട്ടുണ്ട്. ആ നിലയിൽ ദൈവവചനം പ്രാർത്ഥിച്ചുകൊണ്ടും പാടിക്കൊണ്ടും അങ്ങനെ ഉറക്കമില്ലാത്ത ദിവസങ്ങളിലൊക്കെ ഉറക്കത്തിലേക്ക് പോകാനും ആ നിലയിൽ സാധിച്ചിട്ടുണ്ട്. അതുപോലെ ചാച്ചൻ്റെ വിഷമത്തിൽ ഞാൻ ഒരു എതിര് പറയുകയോ അല്ലെങ്കിൽ ആ നിലയിലല്ല, കൂടെ ചേർന്നുകൊണ്ട് തന്നോട് തനിക്കും കൂടുതൽ ആശ്വാസമാകുന്ന നിലയിൽ ഞാൻ കന്യോനും ബലപ്പെടുത്തുവാൻ, അത് ഞങ്ങളുടെ കുഞ്ഞുങ്ങളും ആ നിലയിൽ അവർക്ക് ആ നിലയിൽ വളർന്നു വരാനായിട്ട് ഇടയായിട്ടുണ്ട്. അവരും കൂടുതൽ ദൈവസന്നിധി പ്രാർത്ഥിക്കുവാൻ, അതാണ് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയൊരു ഇതായിട്ട് തീർന്നത്, ഞങ്ങളുടെ അനുഗ്രഹമായിട്ട് തീർന്നത്. ഞങ്ങളുടെ കുഞ്ഞുങ്ങളിന്ന് അവർക്ക് കൂടുതൽ പ്രാർത്ഥിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. അവർക്ക് കൂടുതൽ സമയം അവർ രണ്ടുപേരും കൂടി ഇരുന്നാണെങ്കിലും അല്ലാതെ ഞങ്ങളുടെ കൂടെ ഇരുന്നാണെങ്കിലും അവർ പ്രാർത്ഥനയും സമയം ചെലവഴിക്കുവാനായിട്ട് അതൊരു അനുഗ്രഹമായി തീർന്നു എന്നാണ് പറയുവാൻ സാധിക്കുന്നത്. ഞങ്ങൾക്ക് കൂടുതൽ ദൈവത്തോട് കൂടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ തരുന്ന സന്തോഷത്തിന്റെ കണ്ണുനീർത്തുള്ളികളും സങ്കടത്തിന്റെ കണ്ണുനീർത്തുള്ളികളും തീർച്ചയായും നമ്മുടെ ആത്മീയ ജീവിതത്തിന് എന്നും ഒരു മൂലധനം തന്നെയാണ്, ഇൻവെസ്റ്റ്മെന്റ് തന്നെയാണ്. ആ ഇൻവെസ്റ്റ്മെന്റിൽ നിന്നുകൊണ്ട് ക്രിസ്തീയ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാനും ശക്തിയോടെ പണിയുവാനുമുള്ള കൃപ അതിൻ്റെ മേൽ, ആ ഇൻവെസ്റ്റ്മെന്റിന്റെ മേൽ ദൈവം തന്നുകൊണ്ടിരിക്കും. അതുകൊണ്ട് അതിൽ അഭ്യാസം പ്രാപിച്ചവരായി ആത്മീയമായി ശക്തിപ്പെട്ടവരായി മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കും. ആ ദൈവത്തിന്റെ കരുതലിന്റെ കൃപയുടെ വാക്കുകളാണ് പ്രിയ സഹോദരിയും പറഞ്ഞത്. ഇങ്ങനെയുള്ള ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചാൽ, ഈ പുറം ലോകത്തും അകം ലോകത്തും ഒരുപോലെ തെറ്റിദ്ധരിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയാണ് കർത്താവിന്റെ ദാസന്റെ ശുശ്രൂഷ. പുറം ലോകത്തിൽ ഇത് ഒരുപാട് തെറ്റിദ്ധാരണയാണ്, അകത്തും തെറ്റിദ്ധാരണ. അങ്ങനെ തെറ്റിദ്ധാരണയുടെ വലിയൊരു കൂമ്പാരമാണ്. അതുകൊണ്ട് തന്നെ പലപ്പോൾ കാണുന്നതുകൊണ്ടാണ് ദേവദാസന്മാരുടെ മക്കൾക്കൊന്നും ഇതിനോട് യാതൊരു താല്പര്യമില്ല. നിവൃത്തി ഉണ്ടെങ്കിൽ ഈ വേലയ്ക്ക് പോകണ്ട എന്ന് ചിന്തിക്കുന്ന ഒരു തലമുറ വരുന്നുണ്ട്. അതിനോട് ബന്ധപ്പെട്ട ഒരു ചോദ്യം ഞാൻ ഷാജി ബ്രദറിന് ഇപ്പൊ ചോദിക്കാൻ പോവുകയാണ്. ഇപ്പൊ ഞാൻ ഇങ്ങനെ പറഞ്ഞു വന്ന കൂട്ടത്തിൽ ആ ചോദ്യം വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. അതായത് ഈ കാലഘട്ടങ്ങളില് മുൻപത്തെ കാലഘട്ടത്തെ പോലെ ചെറുപ്പക്കാരായ അവരിൽ ഭൂരിപക്ഷം ആൾക്കാര് സുവിശേഷ വേലയിലും സഭാ ശുശ്രൂഷകളിലൊന്നും താല്പര്യം
ഇല്ലാത്തവരെ തീർന്നുകൊണ്ടിരിക്കുക. ഇല്ലാന്നല്ല ഞാൻ പറഞ്ഞത്, ഭൂരിപക്ഷം കുറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ അതിന്റെയൊക്കെ അനന്തരഫലങ്ങള് സുവിശേഷ വേലയോട് ബന്ധപ്പെട്ടും സഭയുടെ ഭാവിയോട് ബന്ധപ്പെട്ടും ഒക്കെ ഇന്ന് വർത്തമാനകാല സഭാ പരിസ്ഥിതിയിൽ നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുക. ഈ സ്ഥിതി തുടർന്നാല് നാളെ സുവിശേഷ വേലയ്ക്ക് പ്രഥമ സമൂഹത്തിൽ നിന്ന് പോകാൻ ആളില്ലാത്ത ഒരവസ്ഥ വരാൻ വലിയ സാധ്യത മുന്നിൽ കാണുന്നു. സഭാപരിപാലനം ഇപ്പോഴുള്ള കുറച്ച് തല നരച്ചവരുടെ അല്ലെങ്കിൽ മുടി പോയവരുടെ ഒരു കാലഘട്ടം കഴിഞ്ഞാൽ പുതിയ തലമുറ വരാനില്ലാത്ത ഒരു സാഹചര്യം, എല്ലാവരും വിദേശത്തേക്ക് ചേക്കേറുന്നു. വലിയൊരു ഗുരുതരമായ പ്രതിസന്ധികൾ സുവിശേഷ വേലയോട് ബന്ധപ്പെട്ട് നടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ചോദിക്കും, ദൈവത്തിന്റെ വേലയല്ലേ, ദൈവം എങ്ങനെയാലും നടത്തിക്കോളും. അങ്ങനെ അത് നമ്മൾ പറയും ഉത്തരം. പക്ഷേ ഈ പ്രതിസന്ധിക്ക് എന്തെങ്കിലും ഒരു പരിഹാരം കഴിഞ്ഞ 30 വർഷമായിട്ട് കർത്താവിന്റെ വേല ചെയ്യുന്ന ദേവദാസൻ എന്നുള്ള നിലയിൽ സഹോദരൻ എങ്ങനെ ഈ കാര്യങ്ങൾ വിലയിരുത്തുന്നത്? സഹോദരന്റെ മാർഗനിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് കേൾക്കാൻ വളരെ താല്പര്യമുണ്ട്. ഈ ബ്രദറ് പറഞ്ഞ പോലെ ഏറ്റവും മഹത്തായ ഒരു വേലയാണ് സുവിശേഷ വേല. അപ്പോൾ തന്നെ ഏറ്റവും ഭാരമേറിയ ഒരു വേലയും കൂടിയാണ് സുവിശേഷ വേല. അപ്പം ഈ സുവിശേഷ വേലയിൽ ഞാൻ മനസ്സിലാക്കിയ ചില കാര്യങ്ങളുണ്ട്. പ്രത്യേകിച്ച് വേർപെട്ട ദൈവജനത്തിൻ്റെ മധ്യത്തിൽ സുവിശേഷന്മാരോടുള്ള അവഗണന, എല്ലാവരെയും അടക്കമല്ല ഞാൻ പറയുന്നത്, ചിലരെങ്കിലും, ചില സഭകളെങ്കിലും സുവിശേഷന്മാരോടുള്ള അവഗണന, അത് ഈ ഇളം തലമുറ കാണുകയും അവരോടുള്ള മറ്റുള്ളവരുടെ പെരുമാറ്റം മനസ്സിലാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് പലപ്പോഴും ആ നിലയിൽ മുമ്പോട്ട് വരാനായിട്ട് പലരും മടിക്കുന്നത് ഒരു കാരണം. പിന്നെ രണ്ടാമത്തെ ഒരു കാരണമുണ്ട്. നമ്മൾ സാധാരണ പറയാമല്ലോ, സ്ഥാനം വേണം പക്ഷേ പ്രവർത്തിക്കാൻ, അല്ലെങ്കിൽ റെസ്പോൺസിബിലിറ്റി വേണ്ട. ആ റെസ്പോൺസിബിലിറ്റി എടുത്ത് പ്രവർത്തിക്കാനായിട്ട് പലർക്കും താല്പര്യം കുറഞ്ഞു വരുന്ന ഒരവസ്ഥയാണ് എന്നുള്ളത്. ഇന്നിപ്പോൾ നമ്മുടെ ഇടയിൽ നോക്കിയാൽ ഇപ്പം സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇപ്പോൾ ആൾക്കാർ വേർതിരിയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ പോലും ഈ ഫീൽഡിലേക്ക് പോകാനായിട്ട് ആളുകൾ വളരെ ചുരുക്കമാണ്. ഞാനൊരു യാഥാർത്ഥ്യമാണ് പറയുന്നത്, ഞാൻ ആരെയും കുറ്റപ്പെടുത്തി പറയുകയല്ല. ഇന്നിപ്പം ബയോ കോളേജിൽ പഠിക്കുന്നവരാണെങ്കിലും പഠിക്കുന്ന വിദ്യാർത്ഥികൾ അവർ പഠിച്ച് അവർക്ക് ഒരു പ്രസംഗകനാണ്, അല്ലെങ്കിൽ ആ നിലയിൽ ഒരു പ്ലാറ്റ്ഫോം പ്രീച്ചേഴ്സായി തീരണമെന്നുള്ള ആഗ്രഹമാണ് പലർക്കുള്ളത്. അല്ലാതെ ഫീൽഡ് പോയി വർക്ക് ചെയ്ത് സുവിശേഷ വേല ചെയ്ത് സ്ഥലസഭകൾ രൂപീകരിക്കണമെന്നുള്ള ആഗ്രഹം പലരുടെയും ജീവിതത്തിൽ കുറവാണ്. അത് ഇന്ന് നമ്മൾ കണ്ടുവരുന്ന ഒരു പ്രവണതയാണ്. അപ്പം സാധാരണ വേറൊരു കാര്യം കൂടെ ഉണ്ട്. ഈ ബ്രദറൊക്കെ എന്നോട് യോജിക്കുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. നമ്മുടെ ഒരു ദേവദാസൻ പറഞ്ഞിട്ടുണ്ട്, കർത്താവ് വിളിച്ചവരുമുണ്ട്, കർത്താവിനെ വിളിച്ചവരുമുണ്ട്. ഈ കർത്താവിനെ വിളിച്ചവർക്ക് അധികം ബുദ്ധിമുട്ടുകളൊന്നുമില്ല. അവർ ചെയ്യുന്ന ശുശ്രൂഷയ്ക്കും അവർക്ക് വലിയ പ്രശ്നങ്ങളൊന്നുമില്ല, വലിയ ശുശ്രൂഷകളുമില്ല. എന്നാൽ കർത്താവ് വിളിച്ചവർ അവരൊരുപാട് കഷ്ടതയിൽ കൂടെ കടന്നു പോകുന്നവരാണ്. യഥാർത്ഥമായി കർത്താവിൻ്റെ വിളി ബോധ്യപ്പെട്ടവർക്ക് ആ വിളിയോട് അവർക്ക് റെസ്പോണ്ട് ചെയ്യാതിരിക്കാൻ പറ്റില്ല. അപ്പോൾ അവർ കർത്താവിനെ അനുസരിച്ച് ആ നിലയിൽ ഫീൽഡിലേക്ക് പോകുമ്പോൾ ഒരുപാട് കഷ്ടത അനുഭവിക്കണം. പക്ഷെ ഇന്നത്തെ ഇങ്ങനെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി താല്പര്യം പറയുന്നവർക്കൊക്കെ ആ കഷ്ടത അനുഭവിക്കാനായിട്ടുള്ള ആ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ അതിനുള്ള ധൈര്യം കുറഞ്ഞു വരികയാണ്. മറ്റൊരു കാര്യം, ഇപ്പം പരിപാലനത്തെക്കുറിച്ചും ബ്രദർ പറഞ്ഞല്ലോ. ഈ പരിപാലനത്തിൻ്റെ കാര്യത്തിലും അങ്ങനെ തന്നെയാണ്. അതായത് കർത്താവ് കൃപാവരങ്ങളോടുകൂടെ സഭകളിൽ ആക്കിയ പരിപാലകന്മാരുണ്ട്, അല്ലാതെ സ്വയം പരിപാലകരായവരുമുണ്ട്. ഈ സ്വയം പരിപാലകരായവരെ സംബന്ധിച്ച് അവർക്ക് സഭയെക്കുറിച്ചോ വിശ്വാസികളെക്കുറിച്ചോ ഒന്നും യാതൊരു വിധമായ റെസ്പോൺസിബിലിറ്റി എന്ന് പറഞ്ഞാൽ ഭാരമില്ല. അവർക്ക് അവരുടേതായ കാര്യം, അല്ലെങ്കിൽ ആ അധികാരത്തിൽ അവർക്ക് ഇരിക്കണമെന്നല്ലാതെ, ഞാൻ എല്ലാവരും അടക്കമല്ല പറയുന്നത്, അങ്ങനെയുള്ള ആളുകൾ നമ്മുടെ ഇടയിലുണ്ട്. അതുകൊണ്ടാണ് ഇന്ന് നമ്മുടെ സ്ഥലസഭകൾ ശുഷ്കിച്ചു പോകാനായിട്ട് ഒരു കാരണമായി തീരുന്നത്. അപ്പോൾ അതുകൊണ്ട് ഇപ്പോൾ ദൈവവേലയിലായിരിക്കുന്ന ദൈവദാസന്മാരും അതുപോലെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി വേർതിരിയുന്ന ദൈവമക്കളും ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലാക്കി കർത്താവിനെ യഥാർത്ഥമായി ഉണ്മയോടെ സ്നേഹിക്കുവാൻ, ഏത് പ്രതിസന്ധികളിലും തളർന്നു പോകാതെ കർത്താവ് വിളിച്ചു എന്നുള്ള ബോധ്യത്തോടെ കർത്താവിനെ സേവിക്കുവാനായിട്ടുള്ള ഒരു തീരുമാനത്തിൽ വരികയാണെങ്കിൽ തീർച്ചയായും അവർക്ക് ആത്മാക്കളെ നേടുവാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരുമ്പോൾ, ഏത് പ്രതിസന്ധിയും എന്നെ കേൾക്കുന്ന സൗരസോരന്മാരുണ്ട്, കുടുംബങ്ങളുണ്ട്. നമ്മുടെ എല്ലാം കുടുംബങ്ങളിൽ പ്രശ്നങ്ങളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടാകും, ഇല്ലെന്ന് ആർക്കും പറയാൻ പറ്റത്തില്ല. പക്ഷേ എല്ലാ പ്രശ്നങ്ങൾക്കും ഞാൻ ദൈവം എന്നെ പഠിപ്പിച്ചൊരു പാഠമെന്ന് പറയുന്നത്
നീൽ ബിഫോർ ദ ലോഡ്, ഡോണ്ട് ഗോ എനിവെയർ. എവിടെയും പോകണ്ട, കർത്താവിൻ്റെ മുമ്പാകെ മുട്ടുകുത്തി പ്രാർത്ഥിക്കുക. അങ്ങനെ പ്രാർത്ഥിച്ചാൽ തീർച്ചയായും നമ്മുടെ കർത്താവ് നമ്മുടെ പ്രാർത്ഥന കേൾക്കുകയും നമുക്ക് ഉത്തരം തരികയും ചെയ്യും. എന്നെ കേൾക്കുന്ന സൗകര്യമാർ സുവിശേഷ വേലയിൽ ഏർപ്പെട്ടിരിക്കുന്ന ആരെങ്കിലും അങ്ങനെ ഉണ്ടെങ്കിൽ നമ്മൾ ആരോടും പരാതി പറയാനോ ആരോടും അതിനെക്കുറിച്ച് നമ്മുടെ ഭാഗം റൈറ്റ് ചെയ്യാൻ നമ്മൾ എവിടെയും പോകണ്ട. നമ്മൾ കർത്താവിനോട് പറഞ്ഞാൽ മതി, കർത്താവ് എല്ലാം ശരിയാക്കി തരും. അതുകൊണ്ട് കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മെ തന്നെ താഴ്ത്തി പ്രാർത്ഥനയിൽ നാം കർത്താവിനോട് എല്ലാ കാര്യങ്ങളും അറിയിച്ച് കർത്താവിനെ മുറുകെ പിടിക്കുക. നമ്മുടെ പ്രതിസന്ധി വരുന്തോറും നമ്മൾ കർത്താവിനെ പൗലോസ് പറഞ്ഞ പോലെ കഷ്ടതയ്ക്കോ പട്ടിണിക്കോ ഉപദ്രവത്തിനോ ആപത്തിനോ വാളിനോ ക്രിസ്തുവിലുള്ള സ്നേഹത്തിൽ നിന്ന് വേർതിരിക്കാൻ കഴിയില്ല എന്നുള്ള ഉറച്ച തീരുമാനത്തിൽ നാം നിന്ന് കഴിഞ്ഞാൽ തീർച്ചയായും നമ്മുടെ എല്ലാ പ്രതിസന്ധികളും കർത്താവ് മാറ്റി നമ്മെ മുമ്പോട്ട് കൊണ്ടുപോകാൻ നമ്മുടെ കർത്താവ് ശക്തനാണ്. ആ കർത്താവിലുള്ള ആശ്രയത്തോടെ നമ്മൾ മുമ്പോട്ട് പോയാൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഒരു പരിധിവരെ പരിഹാരം വരും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ദ്രവ്യസ്നേഹത്തിന്റെ ബന്ധനത്തിൽ നിന്നും ദൈവസ്നേഹത്തിലേക്കുള്ള മടങ്ങിവരവല്ലാതെ ഈ വിഷയത്തിന് പരിഹാരമില്ല എന്നാണ് കർത്താവിന്റെ ദാസൻ പറഞ്ഞ വാക്കുകളെ ഒറ്റ വാക്കിൽ സംക്ഷേപിച്ചാൽ മനസ്സിലാക്കാൻ പറ്റുന്നത്. ദൈവത്തോടുള്ള കൂറും ദൈവത്തോടുള്ള വിശ്വസ്തതയും നമ്മിൽ എത്രത്തോളം വർദ്ധിച്ചു വരുന്നോ അതിന്റെ അനന്തരഫലങ്ങളാണ് കർത്താവിന്റെ വേലയോട് ബന്ധപ്പെട്ടും സഭാപരിപാലനത്തോട് ബന്ധപ്പെട്ടും ഉണ്ടാവുക. അപ്പോൾ കർത്താവിന്റെ വചനത്തിൽ പറയുന്ന പോലെ ദൈവം നമ്മളെ ഇങ്ങോട്ട് സ്നേഹിച്ചു, എന്നാൽ തിരിച്ചങ്ങോട്ട് സ്നേഹിക്കാനുള്ള നമ്മുടെ ബാധ്യതയുടെ അനന്തരഫലങ്ങളാണ് നമ്മുടെ കർത്തൃവേലയും സഭാപരിപാലനവും. അതിൽ നമ്മൾ എത്രത്തോളം പരാജയപ്പെടുന്നുവോ അതിന്റെ പരാജയം സുവിശേഷ വേലയോട് ബന്ധപ്പെട്ടുണ്ടാകും, സഭാപരിപാലനത്തോട് ബന്ധപ്പെട്ടുണ്ടാകും. ആത്മീയ ജീവിതത്തിൽ ഒരു വരണ്ട മരുഭൂമിയുടെ ഒരു അനുഭവം ആത്മീയ ജീവിതത്തിൽ ദൈവജനത്തിന്റെ ജീവിതത്തിലും ഉണ്ടാകും. ഇതിനൊരു മാറ്റം വരുവാൻ വ്യക്തിപരമായി കർത്താവ് ഈ ചിന്തകളാൽ നമ്മളെ ഓരോരുത്തരെയും ഉണർത്തട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം, പ്രാർത്ഥിക്കാം, അതിനായി തയ്യാറാകാം. ഷീബ സിസ്റ്ററോട് ഒരു ചോദ്യം കൂടെ ചോദിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒരു ദൈവദാസന്റെ ഭാര്യ എന്നുള്ള നിലയിൽ അതിഥി സൽക്കാരം എന്നുള്ളത് നമ്മുടെ ഒരു നിത്യവൃത്തി എന്ന് വേണമെങ്കിൽ പറയാം. കാരണം നിരവധി ദൈവദാസന്മാരെ ദൈവമക്കളെ നമ്മുടെ വീട്ടിൽ വരുമ്പോൾ അവരെ സൽക്കരിക്കണം. അതുകൂടാതെ ഒരു ദൈവദാസി എന്നുള്ള നിലയിൽ സഹോദരിമാരുടെ ഇടയിൽ എന്തെല്ലാം കാര്യങ്ങൾ ദൈവനാമഹത്വത്തിനായിട്ട് ചെയ്യുവാൻ പ്രിയ ഷീവ സിസ്റ്ററെ ദൈവം ഉപയോഗിച്ചിട്ടുണ്ട്. അത് നമ്മുടെ ഈ പാൻഡത്തിലെ സഹോദരിമാർക്ക് ഒരു ആത്മീയ ഉത്തേജനം വരും. മാത്രമല്ല സഹോദരിമാർക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള കാര്യത്തിൽ ഒരു പുതിയ അവബോധം സൃഷ്ടിക്കാൻ ഒരുപക്ഷെ കഴിയും. അതുകൊണ്ടാണ് ഞാൻ ആ ചോദ്യം ചോദിച്ചത്. അത് കൂടാതെ എന്ന് പറയുമ്പോൾ സഹോദരിമാരുടെ മീറ്റിങ്ങിനോടനുബന്ധിച്ച് അതിനെ കോർഡിനേറ്റ് ചെയ്യുവാനും അവർക്ക് ആവശ്യമായ ദൈവതാത്മമായിട്ട് മാത്രമല്ല അവരുടെ ജീവിതത്തിലെ പ്രതിസന്ധികളിൽ എങ്ങനെ പേഴ്സണലായിട്ട് അവരോട് സംസാരിച്ച് പലരുടെയും വിഷമഘട്ടത്തിൽ നമ്മളുടെ ജീവിതാനുഭവത്തിൽ കടന്നുപോയ ആ സാക്ഷ്യം അവരിലേക്ക് പകർന്നു കൊടുത്ത് അവരെ ദൈവവചനത്തിൽ ഉറപ്പിക്കുവാനും നിലനിർത്തുവാനും അനേക സഹോദരിമാരോട് എനിക്ക് അങ്ങനെ ആ നിലയിൽ ഏർപ്പെടുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല അച്ഛൻ്റെ കൂടെ ചേർന്ന് ഭവന സന്ദർശനവും അതുപോലെ ബൈബിൾ സ്റ്റഡിക്ക് എല്ലാ സ്ഥലങ്ങളിലും പോകാനും ഞങ്ങളുടെ കുഞ്ഞുങ്ങൾ ചെറിയ കുഞ്ഞുങ്ങളായിരിക്കുമ്പം തന്നെ ഞങ്ങളെ ഭവനത്തിൽ അങ്ങനെ ഒറ്റയ്ക്ക് അവരെ ആക്കിയിട്ട് പോകാനൊക്കെ സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല എനിക്ക് പറ്റുന്നവരോട് നമ്മൾ കടകളിൽ അല്ലെങ്കിൽ അങ്ങനെ പലരെയും കാണുമ്പോൾ ഷോപ്പിലെ ആൾക്കാരോട് അല്പമായിട്ട് ദൈവത്തെക്കുറിച്ച് പറയാനും പിന്നെ നമ്മുടെ അയൽവാസികളോ അങ്ങനെയുള്ളവരോട് സുവിശേഷം എന്നെ കഴിയുന്നത് സാഹചര്യം അനുസരിച്ച് നമുക്ക് ഇവിടെ നമുക്കല്ലാതെ നേരിട്ട് പോയി പെട്ടെന്ന് അങ്ങനെ പറയാനൊന്നും പറ്റാത്ത ഒരു സാഹചര്യമുള്ള സ്ഥലമാണെന്ന് എനിക്ക് അറിയാവുന്നില്ല. അപ്പോൾ അതുകൊണ്ട് അവരുമായിട്ടുള്ളൊരു ഇടപാട് കുറച്ച് നാൾ ഇങ്ങനെ ഇടപെട്ട് കഴിയുമ്പം ചിലപ്പോൾ അവർ തന്നെ ഇങ്ങോട്ട് നമ്മളോട് ചോദിക്കും, നിങ്ങളെന്താ ഇങ്ങനെ ഇവിടെ ഒന്നും ആഭരണമൊന്നും ഇല്ലാത്ത ആൾക്കാരൊന്നും അവർ കണ്ടിട്ടില്ല. ആദ്യകാലത്തൊന്നും അവർക്ക് നമ്മളെ കാണുമ്പോൾ ഭയങ്കര അതിശയമാണ് ഓർണമെൻറ്റ്സ് ഒന്നും ഉപയോഗിക്കാത്തതും പിന്നെ നമ്മുടെ ചർച്ചിനോടനുബന്ധിച്ചാണെങ്കിലും മറ്റു ഇതുപോലെ അല്ലല്ലോ. അപ്പോൾ അങ്ങനെ കാര്യങ്ങളൊക്കെ ചോദിക്കുമ്പോൾ അവരോട് ആ നിലയിൽ പറയുവാനൊക്കെ സാധിച്ചിട്ടുണ്ട്. പിന്നെ കൂടാതെ പ്രാർത്ഥിക്കുവാൻ അനേകർക്ക് വേണ്ടിയിട്ട് ഇടയിൽ നിന്ന് കരയുവാൻ അനേക സഹോദരന്മാരെ സുവിശേഷ വേലയൊക്കെ പ്രാർത്ഥിക്കുവാനായിട്ട് സാധിച്ചിട്ടുണ്ട്. മാത്രമല്ല ഒരു കാര്യം എനിക്ക് പറയുവാനുണ്ട്. എൻ്റെ മാതാവിന് ഒരു 8 വർഷം മുമ്പ്
ക്യാൻസർ ബാധിതയായിരുന്നു. അനേക ദൈവമക്കൾ എൻ്റെ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അതുപോലെ ഇവിടെ ഈ സഹോദരിമാരുടെ ഈ മീറ്റിങ്ങിൽ ഇരിക്കുന്ന അനേകർ ഇന്നും എൻ്റെ മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ട്. അത് ഞാനൊരു കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, എൻ്റെ മമ്മിക്ക് ഇപ്പോൾ 8 വർഷം കഴിഞ്ഞു എൻ്റെ മമ്മിക്ക് അസുഖമായിട്ട്. ഇന്നും മമ്മിക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നവരുണ്ട്. എനിക്ക് അന്നൊരു അതിശയം തോന്നും. പല സ്ഥലത്ത് അവരെ കാണുമ്പോൾ അവർ നമ്മളോട് ചോദിക്കും മമ്മിക്ക് എങ്ങനെയുണ്ട്. അതുപോലെ ബാംഗ്ലൂരിലുള്ള അനേക സഹോദരിമാർ ഞങ്ങൾ മീറ്റിങ്സിനൊക്കെ കാണുമ്പോൾ അവർ എന്നോട് ചോദിക്കാറുണ്ട്. അപ്പോൾ ഞാൻ മമ്മിയോട് എന്ന് പറയും, മമ്മി ഇന്നും മമ്മിയെ പ്രാർത്ഥനയിൽ അവർ ഓർക്കുന്നുണ്ട്. ഇന്ന് മമ്മി സൗഖ്യത്തോടെ ക്ഷേമത്തോടെ ഇരിക്കുന്നു. പിന്നെ എൻ്റെ പപ്പ ബെഡ്രിഡനാണ്, പ്രത്യേകം പ്രാർത്ഥനയിൽ ഓർക്കുക. മമ്മി തരണം ചെയ്തുകൊണ്ട് വേറെ പ്രശ്നമൊന്നും വലുതായിട്ടില്ലാതെ മമ്മിയും കടന്നു പോകുന്നു. അപ്പോൾ എനിക്ക് സഹോദരിമാരോട് ഓർപ്പിക്കാനുള്ളത്, നമ്മുടെ പ്രാർത്ഥന ഒന്നും വിഫലമാകില്ല. നമുക്ക് ചിലപ്പോൾ ആരെയും കണ്ടിട്ടൊന്നും ഉണ്ടാവില്ല, നേരിട്ട് നമ്മൾ ആരെയും കണ്ടിട്ടുണ്ടാവില്ല ഈ പ്രാർത്ഥനാ വിഷയമൊക്കെ പറയുമ്പോൾ. പക്ഷേ ഇങ്ങനെ നമുക്ക് വേണ്ടി നമ്മുടെ ആവശ്യത്തിന് വേണ്ടിയിട്ട് അനേക ദൈവമക്കൾ പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. ആ കാര്യം കൂടെ ഞാൻ സഹോദരിമാരുടെ സ്തോത്രത്തിനായിട്ട് ഓർപ്പിക്കുക. ഓക്കെ, താങ്ക് യു സിസ്റ്റർ. കർത്താവിന്റെ ദാസൻ ഒരു സുവിശേഷകൻ എന്ന നിലയിൽ ദൈവത്തിന് വേണ്ടി പ്രയോജനപ്പെടുന്നു, ഒരു സഭാപരിപാലകൻ എന്നുള്ള നിലയിൽ പ്രയോജനപ്പെടുന്നു. താലന്തുകളും കൃപാവരങ്ങളും ദൈവം ധാരാളമായിട്ട് നൽകിയിട്ടുണ്ട്. ഒരു സുവിശേഷകനെ സംബന്ധിച്ചിടത്തോളം കർത്താവിനെ പറ്റി എത്ര പ്രസംഗിച്ചാലും അവന്റെ കൊതി തീരില്ല. ദൈവത്തിന്റെ വചനം എത്ര പഠിച്ചാലും കൊതി തീരില്ല, എത്ര പഠിപ്പിച്ചാലും തീരില്ല. പ്രസംഗിക്കാനും പ്രവർത്തിക്കാനും അവസരം കിട്ടിയാൽ ശാരീരിക പ്രതിസന്ധികൾ മറന്നും കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവദാസൻ അതിനുവേണ്ടി ഇറങ്ങും. ബാംഗ്ലൂർ നഗരത്തിൽ കഴിഞ്ഞ 3 പതിറ്റാണ്ട് നിരവധി കാര്യങ്ങൾ കർത്താവിന് വേണ്ടി ചെയ്യാൻ കഴിഞ്ഞു. എങ്കിലും യഥാർത്ഥത്തിൽ സഹോദരൻ സംതൃപ്തനാണോ കർത്താവിന്റെ വേലയിൽ ഇതുവരെയുള്ള ജീവിതത്തിൽ? അതിൽ എത്ര ശതമാനം സംതൃപ്തരാണ്? എന്തോ എത്ര ശതമാനം സംതൃപ്തിയുണ്ട്? എനിക്ക് കഴിഞ്ഞ നാളുകളിലേക്ക് തിരിഞ്ഞു ഞാൻ ഒരു വാക്കത് നേരത്തെ പറഞ്ഞായിരുന്നു. കാരണം എനിക്ക് കർത്താവ് തന്നിരിക്കുന്ന എൻ്റെ ഈ ആയുസ് മുഴുവൻ കർത്താവിന് വേണ്ടി ജീവിക്കണമെന്നാണ് എൻ്റെ ആഗ്രഹവും, അതാണ് എൻ്റെ പ്രാർത്ഥനയും. അപ്പം ഞാൻ CT സ്റ്റഡിൻ്റെ ഒരു വാചകം കടമെടുത്ത് ഇങ്ങനെ പറയട്ടെ. ബ്രദറിനറിയാം, CT സ്റ്റഡ് ഒരിക്കൽ പറഞ്ഞു, യേശുക്രിസ്തു ദൈവമായിരിക്കുകയും ആ ദൈവം തൻ്റെ ജീവൻ എനിക്ക് വേണ്ടി തരികയും ചെയ്തെങ്കിൽ ഞാൻ കർത്താവിന് വേണ്ടി കഴിക്കുന്ന ഒരു ത്യാഗവും അതിന് സമമാകുകയില്ല. അപ്പം എൻ്റെ ജീവിതം എന്നെ എത്ര സ്നേഹിച്ച് എന്നെ രക്ഷിച്ച എൻ്റെ കർത്താവിന് വേണ്ടി പൂർണ്ണമായും ജീവിക്കുക എന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അതുപോലെ ദൈവവചനത്തോടുള്ള ബന്ധത്തിൽ സുവിശേഷന്മാരെ സംബന്ധിച്ച് എന്നും പഠിച്ചുകൊണ്ടിരിക്കുന്നവരാണ് നമ്മൾ. ഒരിക്കലും പഠിച്ച് പൂർത്തീകരണത്തിലേക്ക് വരുന്നില്ല. ഇന്നും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴും ദൈവവചനം പഠിക്കുമ്പോൾ പുതിയ ചിന്തകളും ആലോചനകളൊക്കെ ദൈവം തരുന്നു. ഞാൻ ബയോകോളേജിലെ പഠിത്തം കഴിഞ്ഞതിന് ശേഷം, BBA പഠിത്തം കഴിഞ്ഞതിന് ശേഷം കണ്ണൂരിൽ എൻ്റെ ഒരു അങ്കിളാണ് PT പൗലോസ് തുടിയൻ്റെ സിസ്റ്ററാണല്ലോ LC വിവേകാൻറ്റി. എൻ്റെ അമ്മയുടെ ഫസ്റ്റ് കസിനാണ് പൗലോസ് തുടിയൻ. അപ്പം അവിടെ കണ്ണൂർ ബയോകോളേജിൽ ബയോസ്കൂളുണ്ടായിരുന്നു. അവിടെ ബയോസ്കൂളിൽ പഠിപ്പിക്കാനായിട്ട് എന്നെ വിളിക്കുമായിരുന്നു. അപ്പോൾ എന്നോട് ഞാൻ അച്ഛൻ എന്നാണ് വിളിക്കുന്നത്, അച്ഛൻ എന്നോട് പറയുമായിരുന്നു, മോനെ വചനം പ്രസംഗിക്കുക, ലജ്ജിക്കാത്ത സാക്ഷിയായിട്ട് നിൽക്കുക. അത് ഞാനൊരു വളരെ പ്രധാനമായിട്ട് എടുത്തിട്ടുള്ള ഒരു വാക്യമാണ്. തിമോഥെയോസിൻ്റെ 2-ാം ലേഖനം അതിൻ്റെ 2-ാം അധ്യായം 15-ാം വാക്യം. ദൈവവചനം യഥാർത്ഥമായി പ്രസംഗിച്ചുകൊണ്ട് ലജ്ജിക്കാത്ത സാക്ഷിയായി കർത്താവിന് വേണ്ടി നിലനിൽക്കുക. അതുകൊണ്ട് തന്നെയാണ് സിമ്രാൻ അറിയാം, ഇവിടെ വരുന്ന ഒരുപാട് സഹോദരന്മാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അപ്പോൾ ഈ ദൈവവചനത്തിന് യോജിക്കാത്ത ഒരു കാര്യങ്ങളിലും ഞാൻ വിട്ടുവീഴ്ച ചെയ്യില്ല. ദർ ഈസ് നോ കോംപ്രമൈസ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ്. ഞാൻ ആ കാര്യത്തിൽ വളരെ സ്ട്രിക്റ്റാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് വളരെ പ്രയാസങ്ങൾ സഹോദരന്മാരിൽ നിന്ന് അനുഭവിക്കുവാനിടയായിട്ടുണ്ട്. അതുകൊണ്ട് മാത്രമേ ഞാൻ അനുഭവിച്ചിട്ടുള്ളൂ, അല്ലാതെ എനിക്ക് വേറെ പ്രയാസങ്ങളൊന്നും ആ നിലയിൽ ഉണ്ടായിട്ടില്ല. ഈ വചനത്തോട് ഇത്രമാത്രം സ്ട്രിക്റ്റ് നിലപാട് പാലിക്കുന്നതുകൊണ്ട് ജീവിതത്തിൽ പ്രയാസങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുള്ളത്. പക്ഷേ അതൊരിക്കലും ഒരു നഷ്ടമാണെന്ന് ഞാൻ വിചാരിക്കുന്നില്ല. ആ നിലയിൽ കർത്താവിനെ സ്നേഹിക്കുമ്പോൾ എങ്ങനെയെങ്കിലും സേവിക്കുക എന്നുള്ളത് എനിക്കിഷ്ടമുള്ളൂ. ഞാൻ ചെയ്യുന്ന ഓരോ ശുശ്രൂഷയും അതിൻ്റെ എന്നാൽ കഴിയുന്ന കർത്താവ് എനിക്ക് തന്നിരിക്കുന്ന കൃപയ്ക്കനുസരിച്ച് എത്രയും നന്നായി ചെയ്യാൻ പറ്റുമോ അത്രയും നന്നായി ചെയ്യണമെന്നാണ് എൻ്റെ ആഗ്രഹം. അതുകൊണ്ട് ശുശ്രൂഷ ചെയ്ത് കഴിയുമ്പോൾ ഞാനൊരു സംതൃപ്തനാണെന്ന് എനിക്ക് ഒരിക്കലും തോന്നിയിട്ടില്ല. അത് എപ്പോഴും ഒരു പ്രസംഗമൊക്കെ കഴിയുമ്പോഴും ഞാൻ ചിന്തിക്കുമോ അത്രയും ശരിയായില്ല, ഇച്ചിരി ശരിയാകാനുണ്ട് എന്നുള്ള ചിന്തയാണ് എന്നെ എപ്പോഴും ഭരിക്കാറുള്ളത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ പറഞ്ഞത്, പരിപൂർണമായിട്ട് ഞാൻ സംതൃപ്തനല്ല. ഇനിയും കർത്താവിന് വേണ്ടി കൂടുതൽ കാര്യങ്ങൾ ചെയ്യണം എന്നുള്ള ആഗ്രഹവും അതിനുള്ള ആഗ്രഹമാണ് എനിക്കുള്ളത്. ഓക്കെ,
ദേവദാസന്റെ ആഗ്രഹം ഇനിയും കർത്താവിനായി ഏറെ കാര്യങ്ങൾ ചെയ്യണം. അങ്ങനെയെങ്കിൽ ഈ അഭിമുഖം അവസാനിക്കുന്നതിന് മുമ്പ് അവസാനത്തെ ചോദ്യത്തിലേക്ക് ഞാൻ പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. ഇനി എന്തെല്ലാം കാര്യങ്ങളാണ് കർത്താവിന് വേണ്ടി ചെയ്യാൻ സഹോദരന്റെ മനസ്സിൽ പദ്ധതികൾ ആവിഷ്കരിച്ച് സഹോദരൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്? അത് ഞങ്ങളോട് പങ്കുവച്ചാൽ ഞങ്ങളത് പ്രാർത്ഥനയ്ക്ക് വളരെ സഹായമാവും. ഞാൻ ഇപ്പം പറഞ്ഞല്ലോ, ഏതാണ്ട് ഇവിടെ വന്ന് പ്രവർത്തനം ആരംഭിച്ചതിന് ശേഷം പ്രത്യക്ഷമായിട്ടും അതുപോലെ പരോക്ഷമായിട്ടും ചില സ്ഥലസഭകൾ കർണാടകയിൽ ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ചില സ്ഥലങ്ങളിലൊക്കെ പോയി സുവിശേഷന്മാരെ സപ്പോർട്ട് ചെയ്ത് അവർ ഒന്നുമല്ലാത്ത ആ സമയത്ത് അവരോട് കൂടെ പോയി പ്രവർത്തിക്കുവാനും അങ്ങനെ ചില സ്ഥലസഭകൾ അവരുടെ പ്രവർത്തനത്തിൽ ഞാനും ജോയിൻ ചെയ്ത് സഭകൾ ഉണ്ടാകുവാനായിട്ട് ഇടയായിട്ടുണ്ട്. ഇവിടെയും ബാംഗ്ലൂർ ഇപ്പം 3 സ്ഥലസഭകളുണ്ട്. എൻ്റെ ആഗ്രഹം ചില സഭകൾ കൂടെ ഇവിടെ ഉണ്ടാകണം എന്നുള്ളതാണ്. അത് പുതുതായിട്ട് വിശ്വാസികൾ അവരോട് സുവിശേഷം പറഞ്ഞ് അവർ രക്ഷിക്കപ്പെട്ട് മുമ്പോട്ട് വന്ന് സഭകൾ ഉണ്ടാകണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട്. അതിനുവേണ്ടി ഞങ്ങൾ പ്രവർത്തിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നുണ്ട്. അപ്പം അതുകൊണ്ട് വീടുകളിൽ പോയി സുവിശേഷം അറിയിക്കുക, അതാണ് എനിക്ക് പേഴ്സണൽ ഇവാഞ്ചലിസം കൂടുതൽ ഇഷ്ടമുള്ള കാര്യമാണ്. അപ്പോൾ ആ നിലയിൽ ഞാൻ പേഴ്സണലായിട്ട് സുവിശേഷം അറിയിക്കുന്നുണ്ട്. അതുപോലെ ഭവനങ്ങളിൽ ആരെങ്കിലും ആ നിലയിലൊരു ഓപ്പൺ വീടുകളിൽ അവർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ അല്ല അവർക്ക് താല്പര്യമുണ്ടെങ്കിൽ അവിടെ പോയി ഒരു വീടിന് വേണ്ടിയാണെങ്കിലും ഞാൻ പോയി അവർക്ക് വേണ്ടി ബൈബിൾ ക്ലാസ് എടുക്കും. ഒരു ബൈബിൾ ക്ലാസ് ക്രമീകരിച്ച് അവരെ ആ നിലയിൽ വചനം പഠിപ്പിക്കും. അങ്ങനെയാണ് ഞങ്ങൾ ചെയ്തു പോന്നുകൊണ്ടിരിക്കുന്നത്. അതുപോലെ വിവിധ സ്ഥലങ്ങളിൽ ബൈബിൾ സ്കൂളിലും ബൈബിൾ കോളേജുകളിലൊക്കെ ക്ലാസ്സുകൾ എടുക്കുന്നുണ്ട്. ഈ വിഷയങ്ങൾക്കൊക്കെ വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കണം. ദൈവവചനം ശുശ്രൂഷിക്കുക എന്ന് പറയുന്നത് അത്ര ലളിതമായ ഒരു കാര്യമല്ല എന്നുള്ളത് ദൈവമക്കൾക്കെല്ലാം അറിയാം. പിന്നെ സ്പർജൻ പറഞ്ഞിട്ടുണ്ട്, വെൻ ഐ സ്റ്റാൻഡ് വിത്ത് ദ വേർഡ് ഓഫ് ഗോഡ് ഐ സ്റ്റാൻഡ് ഇൻ ദി പ്ലേസ് ഓഫ് ഗോഡ്. അത് വളരെ എന്നെ ചിന്തിപ്പിക്കുന്ന ഒരു വിഷയമാണ്. അപ്പോൾ അതുകൊണ്ട് വചനവുമായിട്ട് നിൽക്കുമ്പോൾ ദൈവം നിൽക്കുന്ന സ്ഥാനത്താണ് ഞാൻ നിൽക്കുന്നതെന്നുള്ള ബോധ്യത്തോടു കൂടിയാണ് വചനവുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അതിലൊട്ടും കൂട്ടിയേർക്കാതെ അല്ലെങ്കിൽ കോംപ്രമൈസ് ഇല്ലാതെ ആ വചനം യഥാർത്ഥമായി പ്രസംഗിക്കാനും കർത്താവിന് വേണ്ടി കർത്താവ് തരുന്ന ആയുസ്സ് ജീവിക്കുവാനുമാണ് ആഗ്രഹിക്കുന്നത്. അതിനുവേണ്ടി ദൈവമക്കളെല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ആ നിലയിൽ തന്നെയാണ് ഞങ്ങൾ ആത്മീയമായി വളർത്തിയിട്ടുള്ളത്. ഞങ്ങൾ 2 പേരും ഭവന സന്ദർശനത്തിന് അല്ലെങ്കിൽ ഈവനിങ് ബൈബിൾ സ്റ്റഡിക്ക് ഞങ്ങൾ പോയാലും ഞങ്ങൾ അവരോട് പറഞ്ഞിട്ട് പോകും, നിങ്ങൾ ഇരുന്ന് പ്രാർത്ഥിക്കണം. അപ്പോൾ ഞങ്ങൾ വരുന്നവരെ അവർ 2 പേരും ഇരുന്ന് പ്രാർത്ഥിക്കും. അങ്ങനെയൊക്കെ ഞങ്ങൾക്ക് ആത്മീയമായി വളരെ സന്തോഷവും ആ നിലയിൽ ഒരു സമാധാനവും അനുഭവിക്കുവാനായിട്ട് ദൈവം സഹായിക്കുന്നുണ്ട്. അങ്ങനെ അവസാനത്തെ ചോദ്യം എന്ന് പറഞ്ഞെങ്കിലും ക്ഷമിക്കണം, ഒരു ചോദ്യം കൂടെ ചോദിക്കാൻ എൻ്റെ മുമ്പിൽ സമയവും കൊണ്ട് ഒരു പ്രേരണ ഹൃദയത്തിൽ വരുന്നു. ദക്ഷിണേന്ത്യയിൽ ഏറ്റവും സുവിശേഷ വയലുകളിൽ ഏറ്റവും കഠിനമായ വയൽ എന്ന് വിശേഷിപ്പിക്കുന്നത് കർണാടക തന്നെയാണ്, മറ്റ് സംസ്ഥാനങ്ങളെ വെച്ച് നോക്കുമ്പോൾ. ഈ കഴിഞ്ഞ 30 വർഷം ബാംഗ്ലൂർ നഗരത്തിന്റെ സുവിശേഷ പശ്ചാത്തലം ബ്രദറിന് നന്നായിട്ട് അറിയാം. അപ്പോൾ ഇപ്പോഴെങ്ങനെയാണ് ഇന്നലത്തേതിനേക്കാൾ ഈ കഠിന വയൽ വീണ്ടും കഠിനപ്പെട്ടുകൊണ്ടിരിക്കുകയാണോ? കർണാടകത്തെ ഓർത്ത് ദൈവജനം പ്രാർത്ഥിക്കേണ്ട ആവശ്യകത എത്രത്തോളം വലുതാണ്? അതെ, ബ്രദർ പറഞ്ഞ പോലെ തന്നെ 31 ഡിസ്ട്രിക്റ്റാണ് കർണാടകത്തിലുള്ളത്. അതിൽ ഇപ്പോഴും 2 ഡിസ്ട്രിക്റ്റുകളിൽ നമുക്ക് പ്രവർത്തനങ്ങളോ നമ്മുടേതായ സഭകളോ ഇല്ല. ഈ സൗത്ത് ഇന്ത്യയിലെ നോർത്ത് ഇന്ത്യ എന്നാണ് കർണാടകത്തെ അറിയപ്പെടുന്നത്. എനിക്കറിയാം, പിന്നെ അഗസ്റ്റിൻ ബ്രദർ കർണാടകയുടെ ഭാഗങ്ങളിൽ വർക്ക് ചെയ്യുന്നൊരു ദൈവദാസനാണ്. സൗത്ത് കർണാടകയിലൊക്കെ വളരെ പോവുകയും പ്രവർത്തിക്കുകയും ചെയ്യുന്ന ഒരു ദൈവദാസനാണ്. അതുകൊണ്ട് ബ്രദറിന് അറിയാം, എന്നാൽ കേൾവിക്കാർക്ക് വേണ്ടി ഞാൻ പറയാം, ഇവിടുത്തെ ആൾക്കാർ അത്ര റിസപ്റ്റീവ് അല്ല. അവരോട് നമ്മൾ പറയുന്നതൊന്നും അവർ അംഗീകരിക്കാനും നമ്മുടെ കേരളത്തിലുള്ള ആളുകളെ പോലെ ചിന്തിച്ച് അംഗീകരിക്കാനും അവർക്ക് സാധിക്കില്ല. അപ്പോൾ ആ നിലയിൽ പിന്നെ റിസപ്റ്റീവും അല്ല, അവർ സ്വീകരിക്കുകയില്ല. അവരിച്ചിരി കഠിനമായ ഹൃദയങ്ങൾ തന്നെയാണ്. അപ്പോൾ അവർക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുക, അവരോട് സുവിശേഷം അറിയിക്കുക എന്നുള്ളത് മാത്രമാണ് ഇന്ന് ചെയ്യുവാനുള്ളത്. പിന്നെ വേറൊരു കാര്യം, കർണാടകയെ സംബന്ധിച്ച് 250-ലധികം അസംബ്ലികളുണ്ടെങ്കിലും 120 സുവിശേഷന്മാരെ ഇവിടെ കർണാടകത്തിലുള്ളൂ. ഇത്രയും കേരളത്തിൻ്റെ ഏതാണ്ട് 3 ഇരട്ടി വലിപ്പമുള്ള ഒരു സ്റ്റേറ്റാണ് കർണാടക. അങ്ങനെയുള്ള ഈ കർണാടകയിൽ 125 സുവിശേഷന്മാരാണ് ഉള്ളത്. അപ്പോൾ സുവിശേഷന്മാരുടെ ആവശ്യമുണ്ട്, സഭകളുടെ ആവശ്യമുണ്ട്. അതുകൊണ്ട് കർണാടകയ്ക്ക് വേണ്ടി ഇന്ന് ഈ മീറ്റിങ്ങിൽ സംബന്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും പ്രാർത്ഥിക്കണം എന്ന് ദൈവനാമത്തിൽ ഓർപ്പിക്കുകയാണ്.
ദൈവത്തിന് സ്തോത്രം. കർത്താവിന്റെ ദാസൻ കെ ഷാജിമോനും കുടുംബവുമായിട്ടുള്ള അഭിമുഖം ഇവിടെ അവസാനിക്കുമ്പോൾ അദ്ദേഹം അല്പം മുമ്പ് പറഞ്ഞ സിറ്റി സ്റ്റഡിന്റെ വളരെ വിശ്വവിഖ്യാതമായ ഒരു പ്രസ്താവന പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് ഇവിടെ പൂർണ്ണ വിരാമം കുറിക്കാനായിട്ട് ആഗ്രഹിക്കുന്നു. അദ്ദേഹം സിറ്റി സ്റ്റഡ് ഒരു ലോകപ്രസിദ്ധനായ ക്രിക്കറ്റ് കളിക്കാരനായിരുന്നു. ഇംഗ്ലണ്ടിന് വേണ്ടി അന്താരാഷ്ട്ര വേദികളിൽ നിരവധി റണ്ണുകൾ വാരിക്കൂട്ടിയ ഒരു മികച്ച കളിക്കാരനായിരുന്നു. എന്നാൽ അദ്ദേഹത്തിന്റെ ഹൃദയത്തിലെ ആഗ്രഹം ലോകത്തിൽ ഞാൻ പ്രസിദ്ധനാകുക എന്നുള്ളതല്ല, കർത്താവിന് വേണ്ടി എന്തെങ്കിലും ചെയ്യുക എന്നുള്ളതാണ്. അതുകൊണ്ട് ലോകത്തിന്റെ മുമ്പിൽ ഉണ്ടായിരുന്ന തന്റെ മാനവും മഹത്വവും സമ്പാദ്യവും എല്ലാം ഉപേക്ഷിച്ച് കർത്താവിന് വേണ്ടി ഒരു മിഷണറിയായി താൻ പോയി. തന്റെ വിശ്വവിഖ്യാതമായ ആ സ്റ്റേറ്റ്മെന്റ് ഇങ്ങനെയാണ്: ഒരേ ഒരു ജീവിതം, അത് വേഗത്തിൽ തീരും. ഞാൻ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം നിലനിൽക്കും. കർത്താവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം നിലനിൽക്കും. വേഗത്തിൽ തീരുന്ന ഈ ജീവിതത്തിൽ കർത്താവിന് വേണ്ടി ചെയ്യുന്നത് മാത്രം നിലനിൽക്കും. അതിന് ഈ ഭൂമിയിൽ ഒരുപക്ഷെ നിന്ദയും പരിഹാസവും അപമാനവും ഏകാന്തതയും ഒറ്റപ്പെടലും വേദനയും എല്ലാം ഉണ്ടായിരുന്നിരിക്കാം. എന്നാൽ നീതിയുള്ള ന്യായവിധിയായ കർത്താവ് ന്യായാസനത്തിന് മുമ്പിൽ ന്യായം വിധിക്കുന്ന നാളിൽ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുന്ന, ഏറ്റവും കൂടുതൽ ആദരവ് ലഭിക്കുന്ന ഉന്നതമായ ശുശ്രൂഷ, അത് നിലനിൽക്കുന്ന ശുശ്രൂഷ. ആ നിലനിൽക്കുന്ന ശുശ്രൂഷയുടെ ജീവിത ഇന്നലകൾ എങ്ങനെയായിരുന്നു എന്നാണ് നാം കേട്ടത്. അതിലൂടെ കർത്താവിന്റെ ദാസനെ കർത്താവ് കടത്തിവിട്ട് പഠിപ്പിച്ച, അനുഭവത്തിന്റെ പാഠശാലയിലൂടെ നടത്തിവിട്ട് പഠിപ്പിച്ച പാഠങ്ങൾക്കായിട്ട് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. അത് ഒന്നും മറച്ചു വെക്കാതെ ഹൃദയം തുറന്ന് ദൈവനാമഹത്വത്തിനായി നമ്മോട് താൻ പങ്കുവച്ചു. താൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ അന്ത്യശ്വാസം പോകുന്നത് വരെ കർത്താവിന് വേണ്ടി പ്രസംഗിക്കുവാൻ, കർത്താവിനെ കുറിച്ച് മറ്റുള്ളവരോട് പറയുവാൻ, കർത്താവിന്റെ നാമമഹത്വത്തിനായിട്ട് ഇനിയും കർണാടകത്തിൽ ആത്മാക്കളെ കൊയ്തെടുക്കുവാൻ കർത്താവിന്റെ ദാസനയോട് നമുക്ക് പ്രാർത്ഥിക്കാം. മാത്രമല്ല, കർണാടകത്തിന്റെ മണ്ണിൽ ഈ കഠിന വയലിൽ പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന 125 കർത്തൃദാസന്മാരോട് നമുക്ക് പ്രാർത്ഥിക്കാം. കർണാടകയുടെ മണ്ണ് അനുദിനം കഠിനപ്പെട്ടുകൊണ്ടിരിക്കുക. എന്നാൽ നിത്യജീവനായി നിയമിക്കപ്പെട്ട പലരും ആ മണ്ണിലുണ്ട്. അവർ കർത്താവിനെ കണ്ടുമുട്ടത്തിനായി നമുക്ക് പ്രാർത്ഥിക്കാം. കർത്താവിന്റെ ദാസന്റെ ഈ വിലയേറിയ സാന്നിധ്യം കുടുംബമായി നൽകിയതിൽ താൻ്റെ ഫോർ ദ ലിവിംഗ് വേർഡിന് വേണ്ടി ഹൃദയം നിറഞ്ഞ നന്ദി ദൈവനാമത്തിൽ ഞാൻ അറിയിക്കുന്നു. താങ്ക് യു ബ്രദർ. അതുപോലെ തന്നെ ഞങ്ങളെ കുടുംബമായി ക്ഷണിച്ച് ഈ പാൻഡം ഫോർ ദ ട്രൂത്തിൽ സംബന്ധിക്കുവാനും ഞങ്ങളുടെ സാക്ഷ്യം പങ്കുവയ്ക്കുവാനും ഇങ്ങനെ ഒരു അവസരം ഒരുക്കി തന്ന ഇതിൻ്റെ ഉത്തരവാദിത്തപ്പെട്ടവരോടുള്ള നന്ദിയും സ്നേഹവും, അതുപോലെ മനോഹരമായ ചോദ്യങ്ങൾ ചോദിച്ച്, പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ പോലും ചോദിച്ച് ആ കാര്യങ്ങൾ പങ്കുവയ്ക്കുവാൻ ഇടയാക്കിയ പ്രിയ അഗസ്റ്റിൻ ബ്രദറിനെ ഓർത്തും ദൈവത്തെ സ്തുതിക്കുന്നു. നിങ്ങളോട് എല്ലാവരോടുള്ള നന്ദി അറിയിക്കുന്നു. അതുപോലെ കുഞ്ഞുങ്ങൾക്ക് പാട്ട് പാടുവാനും അവസരം തന്നതിനായിട്ട് നന്ദി പറയുകയാണ്. എല്ലാവരോടുള്ള ഞങ്ങളുടെ ഹൃദയംഗമമായ നന്ദി അറിയിച്ചുകൊണ്ട് ഞാനും എൻ്റെ വാക്കുകളിൽ നിന്ന് വിരമിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബ്രദർ അഗസ്റ്റിൻ. ബ്രദർ പറഞ്ഞ പോലെ പ്രതീക്ഷിക്കാത്ത ചോദ്യങ്ങൾ, നമ്മളെല്ലാവരും കേൾക്കാൻ ആഗ്രഹിക്കുന്ന ചോദ്യങ്ങൾ ചോദിച്ച് വൺസ് അഗെയിൻ യു ഡിഡ് എ ഗ്രേറ്റ് ജോബ്. ആൻഡ് ബ്രദർ ഷാജിമോൻ ആൻഡ് സിസ്റ്റർ ഷീബ, തക്കതായ തുണ അല്ലേ, ദൈവം തന്ന തക്കതായ തുണ. ദൈവവിളി കേട്ട് ദൈവത്തെ വിളിച്ചിറങ്ങിയവരും ദൈവം വിളിച്ചിറങ്ങിയവരും ഉണ്ടെന്ന് പറഞ്ഞു. ദൈവം വിളിച്ച് ഇറങ്ങിയ തൻ്റെ മഹത്വമാർന്ന ശുശ്രൂഷ ദീർഘനാളുകൾ ബാംഗ്ലൂരിൻ്റെ പ്രദേശങ്ങളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നു. അനേക യുവാക്കളെ ഗൈഡ് ചെയ്യുവാനും വിശ്വാസത്തിൽ ഉറപ്പിക്കുവാനും വിവിധ മേഖലകളിൽ വിവിധ ഭാഷകളിൽ ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന ഒരു ഫാമിലിയുടെ ടെസ്റ്റിമണി നാം കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. വളരെ ഹാർട്ട് ബ്രേക്കിംഗ് സംഭവങ്ങൾ കേട്ടു. എനിവേ, ദൈവം എടുത്ത് ഉപയോഗിക്കുന്ന പലവിധമായ, ഞാൻ ഒന്നും റിപ്പീറ്റ് ചെയ്യുന്നില്ല. വെളിപാട് പുസ്തകത്തിൽ നാം വായിക്കുന്നുണ്ടല്ലോ, നമ്മുടെ പ്രവൃത്തികൾ നമ്മെ പിന്തുടരുമെന്ന്. നിങ്ങളുടെ പ്രവൃത്തികൾ പിന്തുടരുന്ന ദൈവം വളരെ അവാർഡുകൾ തന്ന് കിരീടങ്ങൾ തന്ന് മാനിക്കുന്ന ഒരു ദിവസമുണ്ട്. ആ മഹത്വമാർന്ന വേലയെക്കുറിച്ച് കേൾക്കുവാനായിട്ട് ഞങ്ങൾക്ക് ഒരു അവസരം ലഭിച്ചു. അതിനായിട്ട് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. നമ്മുടെ ആവശ്യങ്ങൾ പ്രാർത്ഥനയിൽ ദൈവത്തോട് ടേക്ക് ഇറ്റ് ടു ദ ലോർഡ് ഇൻ പ്രയർ, റൈറ്റ്? അങ്ങനെ നമുക്ക് തുടരുവാനായിട്ട് ഉള്ള വളരെ ഹാർട്ട് ബ്രേക്കിംഗ്, അതുപോലെ വളരെ എൻകറേജിങ് ആയിട്ടുള്ള ഒരു ടെസ്റ്റിമണി കേട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. നമ്മുടെ ഇനി അടുത്തതായിട്ട് ക്ലോസിംഗ് പ്രയർ ബൈ സിസ്റ്റർ ലത സുരേഷ്. സിസ്റ്റർ ലത. പ്രൈസ് ദി ലോർഡ്. നമുക്ക് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. കുഞ്ഞാടിന് മഹത്വം, പാർക്കപ്പെട്ട കുഞ്ഞാട്, സ്തോത്രവും സ്തുതിയും ബഹുമാനം പുകഴ്ച ആരാധന സ്വീകരിപ്പാൻ യോഗ്യനായ തമ്പുരാനെ,
നിന്റെ പൊന്നുപാദത്തിൽ വീണ് നമിച്ച് സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്നപ്പ ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ ശ്രേഷ്ഠനായ കർത്താവും രാജാതി രാജാവുമായ സമ്പൂർണ്ണ ദൈവമേ സ്തോത്രം പ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന കർത്താവെ സ്തോത്രം പ. സകലത്തിന്റെ ഉടയവനായ ദൈവമേ സ്തോത്രം പ. ആകാശം ഭൂമി അതിലുള്ള സകലത്തിൽ നിർമ്മിച്ച നാഥനെ സ്തോത്രം പ. ആൽഫയും ഒമേഘയുമായിരിക്ക സ്തോത്രം പ. ഒന്നാമതും ഒടുക്കത്തവനും ആദ്യവും അന്തവുമായിരിക്ക സ്തോത്രം പ. സ്വർഗം അവിടുത്തെ സിംഹാസനം, ഭൂമി അവിടുത്തെ പാദപീഠമായിരിക്ക സ്തോത്രം ചെയ്യുന്നപ്പ. അപ്പ സർവശക്തനായ ദൈവം, സർവത്തിന്റെ ഉടയവനായ ദൈവം അപ്പ മനുഷ്യന് വേണ്ടി കർത്താവെ ഈ താന്ന ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് അപ്പ മനുഷ്യന് പാപത്തിന്റെ പരിഹാരമായിട്ട് ക്രൂശിൽ കർത്താവെ അങ്ങ് ചൊരിയപ്പെട്ട പുണ്യാക രക്തം കൊണ്ട് അടിയങ്ങളെ കർത്താവെ അങ്ങ് ശുദ്ധീകരിച്ചതിനായിട്ട് സ്തോത്രം. അപ്പൊ ആ ലോകസ്ഥാപനത്തിന് മുമ്പേ നമ്മുടെ ഗർഭത്തിൽ നിന്ന് അങ്ങ് തിരഞ്ഞെടുപ്പ്, അത് എത്ര അത്ഭുതമാണ് കർത്താവെ. ഞങ്ങൾ അറിയാത്തവരായിരുന്നു, ഒരു കാലത്ത് അന്ധകാരത്തിലായിരുന്നു കർത്താവെ. അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവന്റെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം തിരഞ്ഞെടുക്കപ്പെട്ട ഒരു ജാതിയും രാജകീയ പുരോഹിത വർഗം, വിശുദ്ധ വംശം സ്വന്തം ജനമാക്കി ഇന്ന് ഏകപിതാവിന്റെ മക്കൾ എന്നുള്ള ഭാഗ്യ പദവിയോട് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടുവാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പ. സ്തുതിക്കുന്നു. അങ്ങ് കാൽവരി ക്രൂശിൽ അനുഭവിച്ച പങ്കപ്പാടുകളെ ഓർക്കുന്നപ്പ. നിന്ദിതനായി നിസ്സാരനായി നിസ്സഹായകനായി കർത്താവെ ദൈവമേ അർക്കാൻ കൊണ്ടുപോണാടിനെ പോലെ വായി തുറക്കാതെ ഊമനായിരുന്നു കർത്താവെ. അപ്പൊ ആ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം ഓർത്ത് അപമാനം അലക്ഷ്യമാക്കി ക്രൂശിനെ സഹിച്ചു ഞങ്ങൾ വായിക്കുമ്പോ തമ്പുരാനെ അവിടുന്ന് ഞങ്ങളായിരുന്നല്ലപ്പാ നിന്റെ മുമ്പിൽ വെച്ചിരിക്കുന്ന സന്തോഷം. അപ്പാ നിന്നോട് വസിക്കുക, അപ്പാ നിന്നോട് നടക്കുക ഞങ്ങൾ വിളിച്ചതിനായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പ. സ്തുതിക്കുന്നു. ആയിരങ്ങളിൽ പതിനായിരങ്ങളിൽ ശ്രേഷ്ഠനായ കർത്താവെ നിന്റെ പൊന്നുപാദത്തിൽ വീണ് നമിക്കുന്നപ്പ. സ്തുതിച്ച് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. മരിച്ച ദൈവമല്ല അങ്ങ് അപ്പാ, ഇന്നും ജീവിക്കുന്ന കർത്താവും രാജാതി രാജാവുമായ നിന്റെ പൊന്നുപാദത്തിൽ സകല സ്തുതി സ്തോത്ര ബഹുമാന പുകഴ്ച ആരാധന സ്വീകരിപ്പാൻ യോഗ്യനായ വീണ്ടും വരുന്ന യേശു ക്രിസ്തുവിന്റെ ധന്യമായ നാമത്തിൽ സ്തോത്ര യാഗമായി അർപ്പിക്കുന്നു. അവിടുന്ന് സ്വീകരിക്കണമേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. അപ്പൊ ഇന്ന് പകൽക്കാലം അടിയങ്ങളെ കർത്താവെ എന്തെങ്കിലും കുറവുകളോ പോരായ്മകളോ വന്നിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണേ. പ്രത്യേകം കർത്താവെ ഇന്ന് ഞങ്ങൾക്ക് ഒരുമിച്ച് കൂടി 67ാമത്തെ പാൻഡത്ത് കർത്താവിലെ വേടിൽ കർത്താവെ കൂടി വരുവാൻ തന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. MC ചെയ്ത കർത്താവെ സൃഷ്ടിക്കാട് സ്തോത്രം. കൊടുത്ത എല്ലാ കൃപയ്ക്കായിട്ട് സ്തോത്രം. കുടുംബമായവരെ അനുഗ്രഹിക്കാനപ്പാൻ പ്രാർത്ഥിക്കുന്നു. ചെയ്ത ജിജി മോൾക്കായിട്ട് സ്തോത്രം ചെയ്യുന്ന കർത്താവെ. കുഞ്ഞിനെ അനുഗ്രഹിച്ചിരിക്കുക സ്തോത്രം. അപ്പ കുഞ്ഞുങ്ങളെയൊക്കെ അനുഗ്രഹിക്കണം. സഹോദരന്റെ വേലയെ അനുഗ്രഹിക്കണം. പ്രത്യേകം വീടിന്റെ പണിയൊക്കെ പൂർത്തിയാക്കുവാൻ കൃപ നൽകിയിരിക്കുക സ്തോത്രം ചെയ്യുന്നപ്പ. സ്തുതിക്കുന്നു. 2 അനുഗ്രഹിക്കപ്പെട്ട പാട്ടുകൾ പാടിയ ലിഡിയ മോൾക്കായിട്ട് സ്തോത്രം. കർത്താവെ അനുഗ്രഹിക്കപ്പെട്ട ആ കുടുംബത്തിൽ ജനിക്കുവാനും കർത്താവെ ആ പാട്ടുകൾ പാടുവാനും ദൈവത്തിന്റെ സാക്ഷിയായി നിൽക്കുവാനും തന്ന കൃപയ്ക്കാട് സ്തോത്രം. കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കാനപ്പ, നല്ല ഭാവി കൊടുത്ത് അനുഗ്രഹിക്കാനപ്പ. തമ്പുരാനെ അവരുടെ ഭാവിയിൽ അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം നൽകുവാൻ കൃപ ചെയ്തിരിക്കുക സ്തോത്രം ചെയ്യുന്നപ്പ. സ്തുതിക്കുന്നപ്പച്ച. എല്ലായിടത്തെ മഹത്വത്തിനായിട്ട് തീർക്കണേ. അപ്പൊ അതിനായിട്ട് സ്തോത്രം ചെയ്യും. അവർക്ക് തക്ക സമയത്ത് തക്കതായ തുണകളൊക്കെ കൂട്ടിച്ചേർത്ത് അനുഗ്രഹിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം. പ്രത്യേകമായിട്ട് കർത്താവെ ഞങ്ങളുടെ ദൈവദാസൻ സജി മോൻ കർത്താവെ ദൈവദാസൻക്കായിട്ട് സ്തോത്രം. അപ്പ മാതാപിതാക്കൾ ദൈവത്തിന്റെ സ്നേഹം അത് പഠിപ്പിച്ചു കൊടുത്ത് അതിന്റെ അനുഗ്രഹം മക്കളുടെ മക്കൾക്ക് ഉണ്ടാകുന്നു പറയുന്നത് എത്ര സത്യമാണ് കർത്താവെ. ഒരു മാതാപിതാക്കൾ ദൈവകൃപയിൽ വളർത്തിക്കൊണ്ടുവരുവാൻ അവന് ദൈവക്കായിട്ട് അങ്ങ് വേർതിരിച്ചതിനായിട്ട് സ്തോത്രം. അനുഗ്രഹിക്കപ്പെട്ട ഒരു ജീവിതം സാക്ഷ്യ ജീവിതം നയിക്കുവാൻ കൊടുത്തിരിക്കുന്ന എല്ലാ കൃപയ്ക്കാടും ദൈവത്തെ സ്തുതിക്കട്ടെ, വാഴ്ത്തട്ടെ, ആരാധിക്കട്ടെ, മഹത്വപ്പെടുത്തട്ടെ. പ്രത്യേകം കർത്താവെ തക്കതായ തുണയെ കർത്താവെ ഏൽപ്പിച്ചു കൊടുത്തതിനാട് സ്തോത്രം. ശിവസിഷ്ടുകാർ സ്തോത്രം. കൂടെ നിന്നുകൊണ്ട് കർത്താവിന്റെ വേല അനുഗ്രഹിക്കപ്പെട്ട വേല ചെയ്യുക മകൾക്ക് കൊടുത്തിരിക്കുന്ന എല്ലാ കൃപയ്ക്കാട് സ്തോത്രം. തമിഴിലും കന്നഡത്തിലും മലയാളത്തിലും ഇംഗ്ലീഷിലൊക്കെ ഭാഷകളിൽ ദൈവത്തിന്റെ വചനം അറിയിക്കുവാൻ സഭകൾ രൂപീകരിക്കുവാനൊക്കെ കൊടുത്ത കൃപയ്ക്കായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പ. സ്വർഗത്തിലെ ദൈവം ഞാൻ അവിടുന്ന് കാണും കർത്താവ്. അതാ തന്റെ സാക്ഷികളായിട്ട് നിൽക്കുന്ന അങ്ങനെയുള്ളവര് ദൈവത്തിന്റെ കൃപ ഒത്തിരി കഷ്ടങ്ങളിൽ പ്രയാസങ്ങളിൽ കടന്നു പോകും എന്റെ അനുഭവിച്ചറിയുവാൻ ഇടയാക്കുന്നു. എന്റെ സ്നേഹം അത് എത്ര വലുതാണ് പറഞ്ഞറിയിക്കാൻ കഴിയില്ല കർത്താവ്. ദൈവത്തിന്റെ നടത്തിപ്പ് അത് രുചിച്ചറിയുവാൻ ഇടയാക്കുന്ന എന്റെ കർത്താവിന് വാഴ്ത്തി വണങ്ങട്ടെ. ആയുസ്സോടും ആരോഗ്യത്തോടും ബലത്തോടും ഇനി കർത്താവിന് വേണ്ടി അധികമായി കർത്താവെ പ്രയോജനപ്പെടുവാൻ അനേക ആത്മാക്കളെ കർത്താവിന് വേണ്ടി നേടുവാൻ അങ്ങ് കൊടുത്തിരിക്കുന്ന കൃപയ്ക്കായിട്ട് സ്തോത്രം
ചെയ്യുന്നപ്പ സ്തുതിക്കുന്നു. വേലയെ അനുഗ്രഹിച്ചു കൊടുക്കണം കർത്താവെ. രോഗങ്ങൾ, പ്രയാസങ്ങൾ, ബുദ്ധിമുട്ട് ഒന്നുമില്ലാതെ കാത്തു സൂക്ഷിക്കണപ്പ, ബലപ്പെടുത്തണപ്പ പ്രാർത്ഥിക്കുന്നു. സ്തോത്രത്തോടെ ഞങ്ങൾ ഇത്രയും നേരം അപ്പ ശ്രദ്ധിച്ച് കർത്താവെ ആ ടെസ്റ്റ് മണി കേൾക്കുവാൻ അപ്പൊ ഞങ്ങൾക്ക് ഒരുപാട് ഇനിയും ദൈവത്തോട് അടുക്കുവാൻ തക്കവണ്ണം ഇടയാക്കിയ കൃപയ്ക്കായിട്ട് സ്തോത്രം കർത്താവെ. അതുപോലെ ചോദ്യങ്ങൾ ചോദിച്ച ഞങ്ങളുടെ ദൈവമേ അഗസ്റ്റിൻ ബ്രദർക്കായിട്ട് സ്തോത്രം ചെയ്യുന്നപ്പ. അനുഗ്രഹിക്കപ്പെട്ട ചോദ്യങ്ങൾ അപ്പൊ എല്ലാ മിനിസ്ട്രിയിലും ദൈവദാസൻ നീ എടുത്ത് ഉപയോഗപ്പെടുത്തുന്നതിനായിട്ട് സ്തോത്രം. ഒത്തിരി ദൈവദാസന് സാക്ഷ്യം പറയാനുണ്ടാവും. അപ്പൊ അതിനായിട്ട് സ്തോത്രം. കുടുംബമായി അവരെ അനുഗ്രഹിക്കണം. അപ്പ ശുശ്രൂഷകൾ അനുഗ്രഹിക്കണം, കുഞ്ഞുങ്ങളെ അനുഗ്രഹിക്കണപ്പ പ്രാർത്ഥിക്കുന്നു കർത്താവെ. നിങ്ങൾ സ്തോത്രത്തോടെ ഈ വിഷയങ്ങളെ ദൈവസന്നിധിയിൽ ഏൽപ്പിക്കാണ് കർത്താവ്. നിന്റെ മഹത്വത്തിനായിട്ട് മാത്രം ഞങ്ങൾ ചെയ്യുന്ന ഓരോന്നപ്പം ഞങ്ങൾക്കല്ല യഹോവേ, ഞങ്ങൾക്കല്ല നിന്റെ ദൈവം, നിന്റെ വിശ്വസ്തി നിമിത്തം നിന്റെ നാമത്തിന് തന്നെ മഹത്വം വരുത്തനപ്പ എന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവെ. സ്തോത്രത്തോടെ ഈ വിഷയം ഞങ്ങൾക്ക് ഇന്ന് ഒരുമിച്ച് കൂടി ഒരു പിതാവിന്റെ മക്കളായി ആയിരിക്കുന്ന പ്രത്യേകം ഇതിന്റെ മിനിസ്ട്രിയില് പുറകിൽ പ്രവർത്തിക്കുന്ന പ്രത്യേകമായിട്ട് ശീബ സിസ്റ്റർക്കാരുടെ സ്തോത്രം. യാത്രയിൽ ക്ഷേമത്തോട് നാളെ എത്തിച്ചേരുവാൻ കൃപ കൊടുക്കണേ പച്ച. ഇനി അധികമായിട്ട് കർത്താവെ ഇങ്ങനെ എല്ലാം കർത്താവെ മിനിസ്ട്രി ഒക്കെ ചെയ്യാനായിട്ട് കർത്താവെ അങ്ങ് ബലപ്പെടുത്തണപ്പാൻ പ്രാർത്ഥിക്കുന്നു. സ്തോത്രത്തോട് സമർപ്പിച്ച് കൂടി വന്ന അപ്പൊ പല സ്ഥലങ്ങളിലും പല രാജ്യങ്ങളിലും കൂടി വന്ന് ഞങ്ങൾ എല്ലാ പ്രിയപ്പെട്ടവരെയും അനുഗ്രഹിക്കാനപ്പാ, ദൈവമേ സഹായിക്കാനപ്പാൻ പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടിരിക്കുക സ്തോത്രം, ഉത്തരം നൽകിയിരിക്കുക സ്തോത്രം. സർവ്വ മഹത്വം, സർവ്വ പുകഴ്ചയും തിരുമേനി അവിടുത്തെ പൊന്നുപാദത്തിൽ അർപ്പിക്കുന്നു. സകലവും ഞങ്ങൾക്കായി ജീവൻ വെച്ച് വീണ്ടും വരുന്ന യേശുക്രിസ്തുവിന്റെ ധന്യമായ നാമത്തെ ഏറ്റവും താഴ്മയും വിനയമായി അപേക്ഷിക്കുന്നു. കൃപയോട് കേൾക്കണേ സ്വർഗീയ നല്ല പിതാവേ. ആമേൻ, ആമേൻ. താങ്ക് യു സിസ്റ്റർ ലളിത.